സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ വ്യത്യസ്തതയുള്ള ഒരു അനുഭവമാണ്. നമുക്കറിയാമല്ലോ, വിറ്റ്നസിൽ വരുന്നത് മിഷണറി എക്സ്പീരിയൻസ് ഉള്ള ദേവദാസന്മാരാണ്. ഇന്ന് നമുക്ക് ഒരു മിഷണറി ജീവിതം നയിക്കുന്ന ഒരു കർത്താരദാസൻ, അതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് വിശ്വാസ ജീവിതം സ്വീകരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുക. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷ നമുക്കെല്ലാം അനുഗ്രഹമായി തീരുവാത്തക്കൊണ്ട് നമുക്കൊന്ന് ചെന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഞങ്ങളുടെ നടുവിലേക്ക് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കെല്ലാം വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം. മുറ്റുമായി ഞങ്ങളെ സമർപ്പിക്കുകയാണ്. പ്രത്യേകമായി ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. കർത്താവേ, അവിടുത്തെ ദാസനെ ആണിപ്പാടുള്ള കരങ്ങൾ ഉപയോഗിച്ചാട്ട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അനുഗ്രഹിച്ചാട്ട് അങ്ങനെ അവിടുന്ന് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനമോഹത്തോടുത്ത് കർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം കർത്താരദാസൻ പാസ്റ്റർ ഗംഗാധരൻ തൃശ്ശൂർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ വലിയ ഒരു ജീവിതാനുഭവമാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താരദാസനെ ഈ സെഷനിലേക്ക് ഞങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ഇത്തിരി വലിയൊരു ജീവിതാനുഭവമാണെന്ന് അറിയാം. ആ പേര് കൊണ്ട് തന്നെ ഗംഗാധരൻ അല്ലേ? ഗംഗാധരൻ എങ്ങനെ യേശുവിന്റെ സാക്ഷിയായി തീർന്നു? അതൊരു വലിയ ചരിത്രം അല്ലേ? അത് വലിയൊരു ജീവിതാനുഭവമാണ്. വലിയൊരു ജീവിതാനുഭവമാണ്. പ്രിയപ്പെട്ട ദേവദാസന്റെ വൈഫിന്റെ ടെസ്റ്റിമണി നമ്മളെല്ലാം കേട്ടു. ഒത്തിരി പേരെ ടെസ്റ്റിമണി കേട്ടു. വളരെയധികം അനേക ദൈവമക്കൾക്ക് അനുഗ്രഹമായി തീർന്ന ടെസ്റ്റിമണി സെക്ഷൻ പ്രിയ ഗംഗാധരൻ. അന്ന് തന്നെ വിട്ടുപോയ ഒത്തിരി കാര്യങ്ങൾ ഇതിലൂടെ പൂരിപ്പിച്ചെടുക്കാം. ശരി, അതെ. അന്ന് തന്നെ നമുക്ക് അതിന്റെ അടുത്ത ആഴ്ച തന്നെ പാസ്റ്ററെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമായിരുന്നു. പക്ഷേ പാസ്റ്റർ എന്നും ചെയ്യുന്നത് പോലുള്ള മിഷണറി യാത്രകളിലായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു അല്ലേ? 2 മാസത്തിന് ശേഷം ഇപ്പോൾ ഒക്ടോബറിൽ തിരിച്ചു വന്നു. അതെ, ഇപ്പൊ 2 ആഴ്ചയായിട്ടുള്ള തിരിച്ചു വന്നിട്ട് ഈ മാസാവസാനം ആദ്യം തിരികെ പോകും. പൗലോസിന്റെ മിഷണറി യാത്ര എന്ന് പറയുന്നത് പോലെ 1, 2 മിഷണറി യാത്രകൾ. എത്ര മിഷണറി യാത്രകളായി? ഇപ്പൊ ഞാൻ 2019 മുതൽ തുടങ്ങിയതാണ്. ഒരു വർഷത്തിൽ 3 തവണ പോകും. അപ്പോ ഇതിപ്പോ 7 വർഷം 21 യാത്ര ചെയ്തു. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും പോയോ? ഇന്ത്യയുടെ ഏകദേശം 20 സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ഇപ്പൊ 20 സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ഏകദേശം 20 സ്റ്റേറ്റ് ആയിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു പിന്നെ പൗലോസിന്റെ ഒക്കെ 1-ാം മിഷണറി യാത്രയ്ക്ക് ശേഷം സ്ഥാപിക്കപ്പെട്ട സഭകളിൽ തിരിച്ചു ചെന്ന് അവരുടെ വെൽഫെയർ, അവരെ പഠിപ്പിക്കുക, ഇതൊക്കെ ചെയ്തൊരു 2ാമത്തെ പോക്കുണ്ട്. ഒരു ഫോളോ അപ്പ് ശുശ്രൂഷ അല്ലേ? അതാ ചെയ്യുന്നത്. അതെ, ഫ്രഷ് പുതിയ ഗ്രാമങ്ങളിലും പോവും. അതുപോലെ പോയ സ്ഥലത്ത് വീണ്ടും 2ാമതും പോയിട്ടുണ്ട്. അവര് പിന്നെയും വിളിച്ചോണ്ടിരിക്കും പറഞ്ഞിട്ട്. ടീച്ചിങ്, പഠിപ്പിക്കുക. ബേസിക്കലി ഞാൻ ബൈബിൾ ടീച്ചറാണ്. വചനം കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കുക എന്നുള്ള ഒരു വലിയൊരു ഉദ്ദേശം കർത്താവ് തന്നിരിക്കുക. കർത്താവിന്റെ വരവിനായിട്ട് ജനത്തെ ഒരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം, ആ ഒരു ഭാരത്തോടു കൂടി നടക്കണം. അതെ, നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഇത് ഏതെങ്കിലും ഒരു പഴയ പാരമ്പര്യ ഒരു ക്രിസ്ത്യാനി, കേരളത്തിലെ ഏതെങ്കിലും ഒരു അച്ചായൻ്റെ വാക്കുകളല്ല. ഗംഗാധരൻ എന്ന നാമത്തിൽ അറിയപ്പെട്ട തൃശ്ശൂരുകാരനായ വളരെ പാരമ്പര്യമുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ആവലോടുകൂടെ ഇന്ത്യ മുഴുവൻ ഇന്ന് യേശുവിൻ്റെ സാക്ഷിയാകുന്നത്. വലിയ സാക്ഷ്യമാണ്, കേൾക്കണം അത്. അതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഒരു ചോദ്യം കൂടെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി, കുടുംബത്തെക്കുറിച്ചും ജനിച്ചു വളർന്ന പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞ ശേഷം ജീവിതാനുഭവങ്ങളെല്ലാം പറയാം. ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട്. പേര് ഗംഗാധരൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം തൃശ്ശൂരിൽ നിന്ന് ഒരു 23 കിലോമീറ്റർ അകലെ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞ ഗ്രാമത്ത് എൻ്റെ സ്കൂൾ പഠനം എല്ലാം അവിടെയായിരുന്നു. അച്ഛൻ, അമ്മ, ഞങ്ങള് 6 മക്കള്. ഇതാണ് ബേസിക്
ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. എൻ്റെ അച്ഛൻ ഒരു ബാങ്ക് മാനേജറായിരുന്നു. ആള് റിട്ടയർ ആയി, പക്ഷെ ഇപ്പൊ ആള് മരിച്ചു. അമ്മ ഹൗസ് വൈഫായിരുന്നു, അമ്മയും മരിച്ചു. ഞങ്ങൾ 6 മക്കളിൽ ഞാൻ രണ്ടാമത്തെയാണ്. എൻ്റെ ഒരു അനുജനും മരിച്ചു. അപ്പോ ഞങ്ങള് ഒരു യാഥാസ്ഥിക ഒരു ഹൈന്ദവ കുടുംബമാണ്. അതെന്തുകൊണ്ടെന്നാല് എൻ്റെ മുത്തശ്ശൻ, അച്ഛൻ്റെ അച്ഛൻ നമ്പൂതിരിയായിരുന്നു. അപ്പോ ആ ഒരു ചിട്ടവട്ടത്തിലാ എൻ്റെ അച്ഛൻ ഞങ്ങളെ വളർത്തിക്കൊണ്ടു. തികച്ചൊരു അമ്പലവാസി എന്ന പോലെ ഞങ്ങളെ വളർത്തിക്കൊണ്ടു. ഒരുവിധപ്പെട്ട എല്ലാ അമ്പലങ്ങളിലും ചെറുപ്പകാലത്ത് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഞാൻ ഓർക്കുക, ഏകദേശം 40 വർഷം മുന്നേ, ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛൻ ഞങ്ങളെ വാരാണസിയിലും ബീഹാറിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, യുപിയിലും ബീഹാറിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗംഗാ സ്നാനത്തിനും ഗയയില് പിതൃതർപ്പണത്തിനൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ 42 വർഷം മുന്നേ അന്ന് പോയ സ്ഥലങ്ങളിൽ നിന്നും വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ തികച്ചും ഒരു യാഥാസ്ഥിക പാരമ്പര്യ കുടുംബമാണ് ഞങ്ങളുടെ. അവിടുന്നാണ് കർത്താവ് വിളിച്ച് വേർതിരിച്ചത്. പിന്നെ വൈഫ് പ്രിയ, സാക്ഷ്യം നേരത്തെ കേട്ടിരുന്നല്ലോ. അവളിപ്പോ നഴ്സിംഗ് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യണു. പിന്നെ മകള് മാളവിക MBBS ഫൈനൽ ഇയർ CMC വെല്ലൂരില് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകൻ മഞ്ജീത്, അവൻ 12th പഠിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു കുടുംബ പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞാൽ. പ്രിയ സിസ്റ്ററുടെ സാക്ഷ്യം കേട്ടപ്പോഴേ ഞങ്ങള് ഈ ആളിനെ കാണാൻ ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു. കാരണം ആ സാക്ഷ്യത്തിലൊരു മെയിൻ ക്യാരക്ടർ, വിവാഹം കഴിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഞാൻ യേശുവിലാണ് വിശ്വസിക്കുന്നത്, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു ബന്ധമൊക്കെ അല്ലേ? അപ്പൊ അന്നേരം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. എങ്കിൽ പോലും അങ്ങനെ സിസ്റ്റർ പറഞ്ഞിട്ടും അതിനെ ഒന്നും കുഴപ്പമാക്കാതെ ആ വിവാഹത്തിന് തയ്യാറായി. എന്നാൽ നമുക്ക് ആ വിശ്വാസത്തോട് ആനുകൂല്യമൊന്നുമില്ല. അതില് എതിർപ്പൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇല്ല, എതിർപ്പില്ല. അനുകൂലവുമല്ല എതിർപ്പുമല്ല. ഞാൻ പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ, അതിന് എനിക്കൊരു പ്രശ്നമൊന്നുമില്ല, പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു കണ്ടീഷനായിരുന്നു അതന്ന്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ആ കഥയെല്ലാം ഞങ്ങൾക്ക് കേൾക്കണം കേട്ടോ. ആദ്യം മുതലുള്ള കഥകൾ പറയാം, ചെറിയ പ്രായം മുതലുള്ള. കാരണം പ്രിയ സിസ്റ്ററുടെ അനുഭവങ്ങൾ ചെറിയ പ്രായം മുതൽ ഞങ്ങൾ കേട്ടു. എന്നാൽ വിവാഹത്തിന് മുമ്പും കുട്ടിക്കാലത്തിലൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ, എല്ലാം കേൾക്കാം. നമ്മുടെ പ്രേക്ഷകരും ഞാനും അതിന് കാത്തിരിക്കുക. ദേവദാസൻ ഇനി കണ്ടിന്യൂ ചെയ്യുക. അപ്പോ നേരത്തെ എന്റെയും അച്ഛന്റെയും പേരൊന്ന്, അച്ഛന്റെ പേര് ഗംഗാധര മേനോൻ എന്നാണ്. എന്റെയും പേരൊന്ന് അന്നത്തെ കാലത്ത് അമ്മൂമ്മയുടെ നിർബന്ധപ്രകാരം അങ്ങനെ ഇടലൊരു പതിവുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അച്ഛന്റെ പേര് തന്നെ എനിക്ക് വന്നത്. അച്ഛന്റെ ഗംഗാധര മേനോൻ. ഞാൻ ആ മേനോൻ എന്നുള്ള ടൈറ്റില് സാധാരണ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത കാരണം ഞാനത് ഉപയോഗിക്കാറില്ല സാധാരണ. അങ്ങനെ പഠിപ്പൊക്കെ ഇരിങ്ങാലക്കുടയിൽ തന്നെയായിരുന്നു. സ്കൂളിങ്ങും അത് കഴിഞ്ഞ് ഗ്രാജുവേഷനും എല്ലാം അവിടെ തന്നെയായിരുന്നു. ഞാൻ BSc സുവോളജിയാണ് പഠിച്ചത് അവിടെ ക്രൈസ്റ്റ് കോളേജില്. അവിടെ റാങ്ക് ഹോൾഡർ ആയിരുന്നു, ഗോൾഡ് മെഡൽ വിന്നർ ആയിരുന്നു BSc സുവോളജിക്ക്. അങ്ങനെ റാങ്ക് ഹോൾഡർ ആയിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ പഠനമൊക്കെ ആയി. അതിനുശേഷം പഠനം കഴിഞ്ഞതിന് ശേഷം, ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം അവിടെ തന്നെ എനിക്ക് സീറ്റ് കിട്ടി MScക്ക്. പക്ഷെ എൻ്റെ അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റാണ്, കുറച്ചല്ല ഒത്തിരി സ്ട്രിക്റ്റാണ്. അപ്പൊ ഇത്രയും കാലം അച്ഛന്റെ കീഴില് അങ്ങനെ നിന്ന് ഒന്ന് പുറത്തേക്ക് ചാടണം എന്നുള്ള ഒരു ചിന്ത. അപ്പൊ അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ബോംബെക്ക് വരിക. 1989 ഞാൻ ബോംബെക്ക് വരിക എൻ്റെ ഇഷ്ടത്തിന്. അതെന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു അവിടെ. അപ്പൊ അതുവരെ ബോംബെക്ക് വരുന്നത് വരെ തികച്ചും അച്ഛനും അമ്മേനൊക്കെ അനുസരിച്ച് അത്യാവശ്യം സ്പോർട്സിലെ, ക്രിക്കറ്റിലൊക്കെ, ലോക്കൽ ടീമിലൊക്കെ കളിച്ച് അങ്ങനെ ഒരു സാധാരണ ഒരു മകനെ പോലെ ജീവിച്ചിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് പുറത്തു ചാടി. അങ്ങനെ ബോംബെയിൽ വന്നു. ബോംബെയിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു ജീവിതത്തിൽ. ഏകദേശം 11 വർഷം കാലം ബോംബെയിൽ ഉണ്ടായിരുന്നു. വെസ്റ്റേൺ ഏരിയയിൽ, ഇപ്പൊ ലൈക്ക് വസായില്, പിന്നെ ഭൈന്ദർ, ദഹിസർ, ദാദർ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും താമസിച്ചു. ഞങ്ങളുടെ നാടാകട്ടോ ഭൈന്ദറൊക്കെ. ഞാൻ ഭൈന്ദർ മീരാ റോഡുകാരനാ. അപ്പൊ അവിടെയൊക്കെ ഞാൻ ഒത്തിരി കറങ്ങിയിട്ടുണ്ട് ബോംബെയിലൊക്കെ. അങ്ങനെ പക്ഷേ എൻ്റെ ജീവിതത്തിലത്തെ ആ ഒരു സമയം, ആ യൗവനത്തിലത്തെ ഒരു 10-11 വർഷം തികച്ചും ഒരു ഫെയിലിയർ ആയിരുന്നു.
തികച്ചും ഫെയിലിയർ. ഞാൻ അവിടെ ബോംബെയിൽ വന്നിട്ട് ഒത്തിരി ജോലികൾ ചെയ്തു, പഠിച്ചു. ഞാൻ അവിടെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലില് റിസർച്ചിൽ ചേർന്നു, MSc 2 വർഷം ചെയ്തു. അത് മുഴുവനാക്കാൻ പറ്റിയില്ല. അതിനുശേഷം CA 3 വർഷം പഠിച്ചു, CA പഠിച്ചു, അത് മുഴുവനാക്കാൻ പറ്റിയില്ല. ICW പഠിച്ചു, അത് മുഴുവനാക്കാൻ പറ്റിയില്ല. പിന്നെ ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് പഠിച്ചു. അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ ഓരോന്നും ഫെയിൽ ആവുമ്പോഴേക്കും അടുത്തേക്ക് കടന്ന് അങ്ങനെ അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ള ഒരു ത്വര കാരണം ഇങ്ങനെ പലതും ട്രൈ ചെയ്തു. എല്ലാം ഒരു ഫെയിലിയർ ആയിരുന്നു. എവിടെയും എനിക്ക് വിജയം എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ആ സമയത്തൊക്കെ ഒത്തിരി ഫ്രസ്ട്രേഷൻ ആ ജീവിതത്തില്. അങ്ങനെ ഞാൻ ഇന്നും ഓർക്കുക, ഞാൻ ഒരിക്കൽ ശിവാജി പാർക്കില് അവിടെ ആ ബൗണ്ടറിയിൽ അവിടെ ഇരുന്നിട്ട് ഒരു ദിവസം രാത്രി 12-1 മണിക്ക് എന്റെ ഫ്രണ്ടിനോട് കൂടി എന്നിട്ട് ഫ്രണ്ടിനോട് ഞാൻ പറയുന്നത് ഓർക്കാം, ഞാനോട് നീ എന്നെ നന്നായിട്ട് അറിയുമല്ലോ, ഞാൻ ഏത് ഫീൽഡിലാ ശോഭിക്കുക എന്ന് നീ എനിക്ക് പറഞ്ഞതാ എന്ന് ഞാൻ അവനോട് അന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഇന്ന് ഓർക്കുക. എന്താ വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എവിടെയാ ബെസ്റ്റ് എന്ന്. അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്തു. അവസാനം ഐ ജസ്റ്റ് വേസ്റ്റഡ് മൈ 11 years എന്ന് പറയാം. അങ്ങനെ ഗത്യന്തരമില്ലാതെ ബോംബെ വിട്ട് ഞാൻ നാട്ടിലേക്ക് വരിക. ഏകദേശം 2001 തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വരിക. ഒന്നുമില്ലാത്തവനെ പോലെ, എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ല. ഇവിടെ വന്ന് തൃശ്ശൂർ പ്രൈവറ്റ് ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് കയറി. അങ്ങനെ ജോലിക്ക് കയറിയിട്ട് 2003 പിന്നെ വിവാഹം നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഫേസ്, ജീവിതത്തിന്റെ ഫസ്റ്റ് ഫേസിൽ പുകഴാൻ ഒന്നുമില്ല, നഷ്ടപ്പെടാൻ മാത്രമേ ഉള്ളൂ. തികച്ചും ഒരു ഫെയിലിയർ. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കേൾവിക്കാരോടും പറയാ, ജീവിതത്തിലെ ഫെയിലിയറുകളൊക്കെ ഒത്തിരി വരും. പലപ്പോഴും ഒന്ന് തീരണം, ഫെയിലിയേഴ്സ് ആർ ദ പില്ലേഴ്സ് ഓഫ് സക്സസ് എന്ന് പറയാം. അങ്ങനെ ഒരു കൂട്ടുണ്ട്. പലപ്പോഴും ഫെയിലിയർ വന്നിട്ട്, പരാജയം വന്നിട്ട് ജീവിതം വരെ നിർത്തിപ്പോയ ഒട്ടനവധി കൂട്ടുകാരന്മാരെ എനിക്കറിയാം. പക്ഷെ അവിടെയൊക്കെ എന്തോ എന്നെ ആരൊക്കെയോ പിടിച്ചു നിർത്തി. അത് കാരണം ഇന്ന് ഇവിടെ ഇരിക്കുക. അങ്ങനെ ആ ഫസ്റ്റ് ഫേസ് ജീവിതം കഴിഞ്ഞു, തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. അങ്ങനെ എൻ്റെ വൈഫ് പ്രിയനെ കണ്ടുമുട്ടി. അപ്പൊ പ്രിയനെ കണ്ടുമുട്ടിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു, അവള് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, അപ്പൊ പള്ളിയിലൊക്കെ ഇടക്കിയിട്ട് പോകും, തടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു ശരി. ഞാൻ അമ്പലത്തിൽ പോണത് നീയും തടുക്കരുത്. ഈ ഒരു കണ്ടീഷനില് ഞങ്ങള് ഓക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ അങ്ങനെ വിവാഹം നടക്കുക. 2003 വിവാഹം നടക്കുക. അപ്പോ ഈ വിവാഹത്തിന് ശേഷം എൻ്റെ വീട്ടില് അച്ഛൻ പറഞ്ഞു, വിവാഹത്തിന് ശേഷം മാറി താമസിക്കണം. അതിപ്പോ എൻ്റെ ജ്യേഷ്ഠനായാലും ഞാനായാലും എൻ്റെ അനിയനൊക്കെ എങ്ങനെയാ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛൻ്റെ മുത്തച്ഛൻ നമ്പൂരിയാ. അപ്പൊ എൻ്റെ അച്ഛനൊക്കെ മരുമക്കത്തായത്തിൽ വിശ്വസിക്കുന്നതാണ്. മരുമക്കത്തായ ഇന്നില്ല, അന്ന് മരുമക്കത്തായ. അതായത് മക്കളെക്കാളും കൂടുതൽ പെങ്ങന്മാരുടെ മക്കളെ സ്നേഹിക്കുന്ന, മരുമക്കളെ സ്നേഹിക്കുന്ന, അതായത് സ്വന്തം മക്കളെക്കാളും ഇഷ്ടം മരുമക്കളെ. അപ്പൊ ആ മരുമക്കത്തായ, അപ്പൊ പെൺസന്തതികൾക്കാണ് പ്രാധാന്യം കൂടുതൽ. ഇങ്ങനെ ഒരു മേനോൻ കുടുംബത്തിലൊക്കെ അധികം പെൺസന്തതികൾക്ക് കൂടുതൽ സ്വാധീനവും കൂടുതൽ അധികാരങ്ങളും എല്ലാം. അപ്പോ അങ്ങനെ എനിക്ക് വീട് വിട്ട് കല്യാണത്തിന് ശേഷം സ്വന്തമായി വാടകയ്ക്ക് മാറേണ്ട അവസ്ഥ വന്നു. അങ്ങനെ റെന്റലിന് ഇവിടെ തന്നെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ വാടകയ്ക്ക് താമസിച്ചു തുടങ്ങി. അതിനിടയ്ക്ക് ഈ ബോംബെയിൽ 10-11 വർഷം ആയ സമയത്താണ് ഞാൻ കുറച്ച് മദ്യപിക്കാൻ പഠിച്ചു. പിന്നെ ഈ തമ്പാക്കു കൈനയൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചു. സിഗരറ്റ്, ബീഡി, ഇതെല്ലാം അന്ന് ആ സമയങ്ങളിൽ ഉപയോഗിച്ചു. സിഗരറ്റൊക്കെ ആ സമയത്തൊക്കെ ബോംബെയിലായിരുന്ന സമയത്ത് ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. 2 തവണ എനിക്ക് ന്യൂമോണിയ വന്നു. അങ്ങനെ 2ാമത്തെ തവണ വന്നപ്പോൾ ഡോക്ടർ ഒന്ന് പേടിപ്പിച്ചു, പറഞ്ഞു, ഗംഗാധര, ഇനി നീ സിഗരറ്റ് വലിച്ചാ നിന്റെ ജീവിതം പോകും. അന്നങ്ങനെ പേടിച്ചിട്ട് അന്ന് സിഗരറ്റ് വലി നിർത്തി. പക്ഷെ മദ്യപാനി അല്ല, എന്നാലും മദ്യപിക്കും. ആ സമയത്ത് മദ്യപിക്കുമായിരുന്നു. തമ്പാക്കു ഖൈനിയൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അത് അവിടെ നിന്ന് കിട്ടിയ ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ ഈ നാട്ടിൽ വന്നപ്പോഴും ഇത് തുടർന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പൊ പലപ്പോഴും ഞാനും വൈഫൊക്കെ ആയിട്ട്, പ്രിയൊക്കെ ആയിട്ട് ചില സമയത്ത് ഒത്തിരി വഴക്ക് വരും ഇതിന്റെ കാര്യത്തിൽ, ഈ തമ്പാക്കുവിന്റെ കാര്യത്തിൽ. അപ്പോ എന്താ വെച്ചാ
അത് ഒരു നല്ലൊരു സ്വഭാവമല്ല. അപ്പൊ പലപ്പോഴും എന്നോട് പറയും "അത് നിർത്ത് നിർത്ത്". ഞാൻ പലപ്പോഴും അത് നിർത്താൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറയും നിർത്തി, തമ്പാക്കു നിർത്തി. പക്ഷെ 1 മണിക്കൂർ നേരത്തേക്കേ ഞാൻ നിർത്തുള്ളൂ, എനിക്ക് അത്രേ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ടെംപ്റ്റേഷൻ വരും. അതായത് മദ്യപാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെയുള്ളൂ. പക്ഷെ ഇത് ഈ ഓൾമോസ്റ്റ് ചില സമയത്ത് ഉറങ്ങുന്ന സമയത്ത് കൂടിയും ചുണ്ടിന്റെ ഇടയിൽ ഉണ്ടാവും. അങ്ങനെ ഒരു ഭയങ്കരമായ അഡിക്ഷനിലേക്ക് പോയി ഈ മദ്യപാനം തമ്പാക്കു എന്റെ ജീവിതത്തിൽ ഒത്തിരി എന്നെ അലട്ടിയിരുന്ന പ്രശ്നമാണ്. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കും പ്രിയയ്ക്കും ജോലിയുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം നാട്ടിൽ തൃശ്ശൂര് ഏകദേശം ഒരു 60,000-70,000 രൂപ മാസം ശമ്പളം കിട്ടുമായിരുന്നു. അപ്പോ വലിയ തെറ്റില്ലാണ്ടൊക്കെ പോവാ. എല്ലാ ശനിയാഴ്ചകളില് ബാറിൽ പോയി മദ്യപിക്കും കൂട്ടുകാരൊത്ത്. കുറേ പൈസ അങ്ങനെ അങ്ങനെ കളഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ 2010 വന്നപ്പോ ഞാനൊരു വീട് എടുത്തു. ഞാൻ താമസിക്കുന്ന തൃശ്ശൂരായിരുന്നു വാടകയ്ക്ക്. പക്ഷെ ഇരിങ്ങാലക്കുട പോയിട്ടൊരു വീട് എടുത്തു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛൻ അന്ന് വീട് കാണാൻ വന്നപ്പോ അച്ഛൻ പറഞ്ഞു "ഇടാ ഇത് എടുത്തോളാൻ" പറഞ്ഞു. അന്നൊരു വീട് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒന്ന് അനുഭവിക്കുന്നത്. അതായത് എന്റെ അച്ഛൻ എന്നോട് പറയും "മോനെ നീ ഇതെടുത്തോ". അപ്പൊ എന്തോ ഞാൻ കണ്ണും പൂട്ടി എടുത്തു. എന്റെ അച്ഛൻ ആദ്യമായിട്ട് എനിക്ക് അനുകൂലമായിട്ടൊരു കാര്യം പറയുന്നത് കാരണം ഞാൻ അത് അങ്ങനെ കണ്ണും പൂട്ടി എടുത്തു. അത് ഏകദേശം 32 ലക്ഷം രൂപ ബാങ്കിൽ ലോണായിട്ട് അങ്ങനെ ആ വീട് എടുത്തു. അത് ജീവിതത്തിലെ വലിയൊരു ഒരു 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 ടേണിംഗ് പോയിന്റായി മാറി ആ വീട് എടുക്കല്. എന്നുവെച്ചാൽ വീടെടുക്കുന്നവരൊരു പ്രശ്നമില്ല. വീടെടുത്തിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോ അത് അന്ന് പ്രിയയുടെ സാക്ഷ്യത്തിൽ പറയണ്ടോ, ഞങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റില് പ്രിയയുടെ ലെഗ് ഫ്രാക്ചർ വന്നു, എനിക്ക് ഒത്തിരി ഇഞ്ചുറീസ് ഒക്കെ വന്നു. അങ്ങനെ ബെഡ് റിഡൺ ആയി. അപ്പോ ജോലിക്ക് പോകാൻ പറ്റാണ്ടായി, എനിക്കും ജോലിക്ക് പോകാൻ പറ്റാണ്ടായി. അങ്ങനെ എന്റെ ജോലി കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു, വരുമാനമൊന്നും ഇല്ലാണ്ടായി. ഇതേ സമയത്ത് തന്നെ ഞങ്ങള് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രിയയ്ക്ക് വേണ്ടി ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ ട്രൈ ചെയ്തു. BSc നഴ്സിംഗ്. അപ്പൊ വിദേശ രാജ്യം ട്രൈ ചെയ്തപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്യാത്ത രാജ്യങ്ങളില്ല സത്യം പറഞ്ഞാൽ. USA ആയാലും UK ആയാലും ഓസ്ട്രേലിയ, അയർലൻഡ്, ഫിൻലാൻഡ്, ദുബായ്, ഇങ്ങനെ ഫ്രാൻസ്, ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ട്രൈ ചെയ്തു. അയർലൻഡിലൊക്കെ പ്രിയക്ക് എല്ലാതും കിട്ടി. അതായത് ഓഫർ ലെറ്ററും എല്ലാതും കിട്ടിയതാ. പക്ഷെ ഈ IELTS മാത്രം പാസ്സാവില്ല. 7-8 തവണ IELTS എഴുതി പാസ്സായിട്ടില്ല. അപ്പോ സകല വഴികൾ, അതായത് ബോംബെയിൽ പോയി മൊത്തം പരാജയത്തോടെ ഇറങ്ങി വന്നു. ഇവിടെ വന്നപ്പോ പുറത്തേക്ക് പോകാനുള്ള സകല വഴികളാണ്, എല്ലാ വഴികളും അടഞ്ഞിങ്ങനെ പോവാ. അങ്ങനെ ഈ വീടെടുത്തു, അപകടം പറ്റി. അതിനുശേഷം ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ ഈ കാനഡയ്ക്ക് ട്രൈ ചെയ്ത സമയത്ത് അന്ന് 10 ലക്ഷം രൂപ ബാങ്ക് ഡെപ്പോസിറ്റ് കാണിക്കണം. അത് ഇവിടുന്നൊക്കെ ഞങ്ങൾ ലോൺ എടുത്തിട്ട്, അത് പലിശയ്ക്ക് ലോണൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ഈ പല സ്ഥലങ്ങളിലും പലിശയ്ക്ക് പൈസ എടുത്ത് ഇങ്ങനെ വിദേശങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തപ്പോ ഒത്തിരി കടം കയറി. സമയത്ത് പലിശ മാസം കൊടുക്കണം, ബാങ്ക് ലോൺ മാസം 32,000 രൂപ അടയ്ക്കണം. ഇങ്ങനെ വന്നപ്പോ കളിയില്ലാതെ. അപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഡാർക്ക് പീരീഡ്സ് ആണ് ഈ ഏകദേശം 3 മുതൽ 2010 വരെയുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്ക് ഏജസ് ആണ്. അപ്പോ പലിശക്കാരൊക്കെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി, ഒരു വഴിയില്ലാണ്ടായി. അന്നൊക്കെ ഞാൻ ഇന്നും ഓർക്കുക, രാത്രിയിലൊന്നും ഒരു ഉറക്കമില്ല, പകലും ടെൻഷനാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ഫോൺ കോൾ വരും, ചീത്ത കേൾക്കും, തെറിവിളി, ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നം. രാത്രി ഫോൺ കോളൊന്നുമില്ല, സ്വസ്ഥമായിട്ടിരിക്കും, പക്ഷെ ഉറക്കം വരത്തില്ല. അങ്ങനെ ഒത്തിരി ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല ആ സമയത്തൊക്കെ. ഈവൻ ഞാൻ പെരിങ്ങോട്ടുകര ഒത്തിരി ഫേമസ് ആ ചാത്തനും അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് ഞാൻ സകലരെയും എല്ലാ ദേവീ ദേവന്മാരെയും വിളിച്ചിട്ടുണ്ട്, എനിക്ക് എന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് മാറ്റിത്താൻ. ഞാൻ ആരാധിച്ചിരുന്ന സകല ദേവീ ദേവന്മാരെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശബരിമലയിലത്തെ വലിയൊരു ഭക്തനായിരുന്നു. ഏകദേശം 5-6 തവണ നടന്നു പോയിട്ടുണ്ട്. അത് 7-8 തവണ അല്ലാതെ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിശ്വസിച്ചിരുന്ന സകല ദേവീ ദേവന്മാർക്കും ഞാൻ അവരുടെ ശക്തിക്കനുസരിച്ച് ഞാൻ അവസരങ്ങൾ കൊടുത്തു. അത് ഇന്ന ദേവനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം, എന്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്ക്. അതായത് ബാങ്കിലത്തെ ലോൺ അടച്ചിട്ടില്ല, പിന്നെ അടച്ചിട്ടില്ല,
പലിശയ്ക്ക് ഒത്തിരി പേര് വീട് കയറി ഇറങ്ങ, പലിശയ്ക്ക് പൈസ എടുത്തേണ്ട. അപ്പോൾ സകല ദേവീ ദേവന്മാർക്ക് ഞാൻ അവസരം കൊടുത്തു, എന്നെ ഇതിൽ നിന്ന് ഒന്ന് പുറത്തിറക്കുക, എന്നാൽ ഞാൻ ജീവിതകാലം മുഴുവൻ നിന്റെ അടിമ. ഇത് തന്നെയാണ് എന്റെ കണ്ടീഷൻ. നീ എന്നെ പുറത്തേക്ക് ഇറക്കിയ, ഈ സകലവിധ കടഭാരങ്ങളിൽ നിന്നും എന്നെ പുറത്തിറക്കിയ ഞാൻ ജീവിതകാലം മുഴുവൻ നിന്റെ അടിമ. ഈ കണ്ടീഷനിൽ ചില ദേവന്മാർക്ക് ഒരാഴ്ച, ചിലവർക്ക് 3 ദിവസം, ചിലവർക്ക് 10 ദിവസം, ഓരോരുത്തരുടെ കഴിവും ഓരോരുത്തരുടെ അധികാരത്തിനനുസരിച്ച് ഇങ്ങനെ സമയം കൊടുത്തു. പക്ഷെ ആർക്കും എന്നെ രക്ഷിക്കാനായില്ല. അങ്ങനെ സമയത്ത് പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കുക, ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം? അതായത് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടണ്ടായി. ആ സമയത്ത് എൻ്റെ വീട്ടുകാരൊക്കെ എൻ്റെ മുന്നിൽ പെടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പേടിയാ, എൻ്റെ മുന്നിൽ പെട്ടാൽ ഞാൻ പൈസ കടം ചോദിക്കൂ എന്നുള്ളൊരു പേടി. അത് കാരണം അവരൊക്കെ എൻ്റെ മുന്നിൽ ഒന്നാ വഴി മാറിപ്പോവും. 5 വർഷത്തോളം ഞങ്ങള് കടത്തിന്റെ മുഴുകി കിടക്കുന്നതാണ്. പിന്നെ ഞാനും വിചാരിച്ചു, ഇനി എന്തിനാ ജീവിച്ചിട്ട് കാര്യം? അപ്പൊ ഞാനും മരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് മരിക്കാൻ ഭയമായിരുന്നു. അപ്പോ മരിക്കാൻ ഭയമുള്ള കാരണം എങ്ങനെ മരിക്കും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് തപ്പി നടന്നിട്ട് ഒരു പോയിസൺ, അതിന്റെ പേര് പറയുന്നില്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കുന്നു കേട്ടു. അത് തപ്പി നടന്നു, 1 ദിവസം മുഴുവൻ കിട്ടിയില്ല. ആ വഴി അടച്ചു കളഞ്ഞു. അപ്പോ അന്ന് പറയാ, മരണം പോലും കൈവിട്ടവന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കണേ. അതായത് നാട്ടുകാർ കൈവിട്ടു, കുടുംബം കൈവിട്ടു, മരണം പോലും കൈവിട്ടു. ഞാൻ ഇങ്ങനെ പറയാം, മരണം പോലും എന്നോട് പറഞ്ഞു, എനിക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന്. അപ്പൊ മരണം പോലും കൈവിട്ടവന്റെ ഒരവസ്ഥ, ജീവിക്കാനും പറ്റുന്നില്ല, മരിക്കാനും പറ്റുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥ ആയിരിക്കുന്ന ആ സമയത്ത് പിന്നെ സകല ദേവീദേവന്മാർക്ക് അവസരം കൊടുത്തു, ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. ലോട്ടറി ടിക്കറ്റ് ഒക്കെ ഒത്തിരി എടുക്കാറുണ്ട്, ഒരു കാര്യമില്ല. അവസാനം മനസ്സിലായി, ഞാൻ ആരാധിക്കുന്ന ദേവീദേവന്മാരൊന്നും സത്യമല്ല എന്ന് മനസ്സിലായപ്പോ ഒരു ദിവസം ഈ സകലമാന ഫോട്ടോയും അതെല്ലാം എടുത്തിട്ട് പറമ്പിന്റെ മൂലയ്ക്ക് കൊണ്ടിട്ട് കത്തിച്ചു കളഞ്ഞു. അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാവരും പോയി. അപ്പൊ അതേ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ വന്ന വേറെ ചിന്ത, അതായത് ഈ ദൈവം ഉണ്ടെങ്കിൽ, സത്യത്തിൽ ദൈവം ഇത്രയും വലിയൊരു ശക്തിയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണെങ്കിൽ, ആ ശക്തി ഒരു കല്ലിൽ വന്നിരുന്നാൽ എങ്ങനെ ആ കല്ലിനെ താങ്ങാൻ പറ്റും ആ ശക്തി? ഈ ഒരു ചിന്തയാ എന്നെ സത്യദൈവം ആരാണെന്നുള്ള ഒരു അന്വേഷണത്തിന് എന്നെ മുന്നോട്ട് നയിച്ചത്. അതായത് ഈ സകല ബ്രഹ്മാണ്ടത്തെയും സൃഷ്ടിച്ചവനൊരു ദൈവം ഉണ്ടെങ്കിൽ, ഒരു ശക്തി, ദൈവമല്ല ഒരു ശക്തി ഉണ്ടെങ്കിൽ, ആ ശക്തി ഒരു തന്ത്രിയോ ഒരു നമ്പൂതിരിയോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനോ മന്ത്രം ചൊല്ലി വിളിച്ചാൽ അതൊരു കല്ലിലേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ, അപ്പൊ വലിയവൻ ആരാ? വലിയവൻ അപ്പൊ വിളിച്ചവനായി. അപ്പൊ ഈ വലിയ ശക്തി എന്ന് പറയുന്നത് മറ്റവന്റെ അടിമയാണല്ലോ, വിളിച്ചവന്റെ. അപ്പൊ തെറ്റിപ്പോയി. ഇനി അഥവാ അങ്ങനെ ഒരു ശക്തി ഉണ്ട്, അത് കല്ലിലേക്ക് ഇറങ്ങി വന്ന ആ കല്ലിന്റെ ഗതി എന്തായിരിക്കും? അപ്പൊ ഇതൊന്നും സത്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഇങ്ങനെ ചിന്ത, ദൈവമേ ഇല്ല എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് എൻ്റെ വൈഫ് പ്രിയ ഒരു പുസ്തകം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, പൂർണ്ണനായ ഗുരു എന്ന് പറഞ്ഞിട്ട്, സ്വാമി ജ്ഞാനോദയൻ. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു പുസ്തകം അത്. ചെറിയൊരു പുസ്തകമാണ്, പക്ഷെ എൻ്റെ ഒരു കഥയായിരുന്നു അതിൽ എഴുതിയിരിക്കുന്നത്. ഒരു അമ്പലവാസിയായ ഒരു വ്യക്തി യേശുവിനെ കണ്ടുമുട്ടുന്ന ഒരു കഥ. വളരെ ലളിതമായിട്ട് വേദങ്ങളും ഉപനിഷത്തുകളും രാമായണവും ഭാരതവും ഇതിനെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട്, ബൈബിളായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന വളരെ ഭംഗിയായൊരു പുസ്തകം. അത് ഏതോ ഒരു രാത്രിയില് ഞാൻ വായിച്ചു തീർത്തു. അത് ഉറക്കമില്ലാത്ത രാത്രികളില് ആകെയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി ഓണായിരിക്കും. ആ സമയത്താണ് പ്രിയ രാത്രി 8:30 ഒരു അഭിഷേകാഗ്നി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് ടി വിയിൽ, വട്ടായിലച്ചന്റെ. അപ്പൊ ഇത് കാണുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഊണയിക്കുന്ന സമയത്ത് ഇത് വെക്കുമ്പോ ഞാനും അപ്പൊ അത് കാണും. അങ്ങനെ അവള് പിന്നെ കൊന്ത ചൊല്ലാറുണ്ട്. അപ്പൊ ഞാനും പതിയെ അവളുടെ കൂടെ അതിൽ കൂട്ടുകൂടി. അപ്പൊ ഈ അഭിഷേകാഗ്നി കണ്ട് കുറേശ്ശെ ഇങ്ങനെ യേശു ആരാ, ഇങ്ങനെയുള്ള ചെറിയ ചിന്തകളൊക്കെ വന്നു. അപ്പൊ വന്ന സമയത്താണ് ഈ പുസ്തകം വായിക്കേണ്ടത്. ഈ പുസ്തകം വായിച്ചപ്പോൾ ശരിയാണല്ലോ, അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. പിന്നെയും പലതായിട്ടുള്ള ഈ പവർ വിഷനും ഹാർവസ്റ്റും ഷാലോമും ഇങ്ങനെയുള്ള ചാനലുകൾ കാണാൻ തുടങ്ങി. ഇങ്ങനെ ഒട്ടനവധി പാസ്റ്റർമാരുടെ വചനങ്ങള് ഞാൻ രാത്രികാലങ്ങളിൽ ഇരുന്ന് ഇങ്ങനെ കേൾക്കും. എന്നെ ഒത്തിരി എന്നെ സ്വാധീനിച്ചതാ ഇവരൊക്കെ.
അന്ന് അന്ന് ഈ ഇതിൽ വെച്ചാൽ ബൈബിളൊന്നും കയ്യിലില്ല അന്ന്. എൻ്റെ കയ്യിൽ ബൈബിളില്ല. അപ്പോൾ ഒരു PUC ബൈബിൾ വീട്ടിലുണ്ടായിരുന്നു, അത് വായിക്കാറില്ല. അത് വായിക്കാൻ തോന്നിയിട്ടില്ല. ഈ പവർ വിഷൻ ഹാർവസ്റ്റിൽ കൂടെയൊക്കെയാണ് ഞാൻ കൂടുതൽ രാത്രി മുഴുവൻ ഇരുന്ന് ഇതെല്ലാം കേൾക്കും. ഇങ്ങനെ കേട്ട് കേട്ട് ഈ കേൾവിയിൽ എപ്പോഴോ ഞാൻ രക്ഷിക്കപ്പെട്ടു. എപ്പോഴാണെന്ന് എനിക്കറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ അവർ പറയും, ഇനി രക്ഷ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ TV-യുടെ സ്ക്രീനിൽ വെച്ച് ഞാൻ പറയുന്നത് ഏറ്റു പറയണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒന്നല്ല നിരവധി തവണ യേശുവിനെ കർത്താവിനെ ഏറ്റു ചൊല്ലിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ രക്ഷ വേണം, എങ്ങനെയൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്തയിൽ അതൊക്കെ ചെയ്തേക്കണേ. അപ്പൊ എപ്പോഴോ എന്നെ ഹോളി സ്പിരിറ്റ് അന്ന് സ്പർശിച്ചു. അത് എപ്പോഴാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഇന്നും ഞാൻ ഇവരുടെ പ്രസംഗങ്ങൾ ഇന്നും ഞാൻ ഫോളോ ചെയ്യുന്നത്. എന്നെ ഞാനാക്കി മാറ്റിയതില് ഇങ്ങനെയുള്ള ആദ്യകാല ദേവദാസന്മാർ ഒട്ടനവധി ഉണ്ട്. അപ്പൊ അതുപോലെ ഇതിന്റെ മുരിങ്ങൂരിലെ ഡിവൈൻ ധ്യാനകൻ നായിക്കമ്പറമ്പിൽ അച്ഛൻ, അങ്ങനെ വട്ടായലച്ഛൻ അഭിഷേകം, ഇങ്ങനെ ഒത്തിരി പേരുടെ പ്രസംഗങ്ങളും അതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് ഇരിക്കുമ്പോഴാണ് ആ സമയത്താണ് ഈ വീട്ടിലുണ്ടായിരുന്ന ഫോട്ടോയും ഇതൊക്കെ എടുത്ത് കളഞ്ഞ് അതൊക്കെ കത്തിച്ചു കളഞ്ഞു. ഈ പുസ്തകം വായിച്ചപ്പോൾ കൂടുതൽ അറിവ് കിട്ടി. ഇങ്ങനെ ഇരിക്കുമ്പോൾ വൈഫ് ഇവിടെ തൃശ്ശൂരുള്ള ഒരു ചർച്ചില് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച നൊവേനയ്ക്ക് പോകും. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ചൊവ്വയാണോ വെള്ളിയാണോ എന്ന്. അന്തോണീസിന്റെ നൊവേന. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര 7 ദിവസം 10 ദിവസം അടുപ്പിച്ച് ആഴ്ചയിൽ ആ ചൊവ്വാഴ്ച പോയി കഴിഞ്ഞാൽ വിചാരിച്ച കാര്യം സാധിക്കുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ പോയി അവിടെ പ്രിയ പോവും. എന്നും എല്ലാ ആഴ്ചയിലും ഒരു തവണ പോവും വൈകിട്ട്. അപ്പൊ പലപ്പോഴും ചില സമയത്ത് എന്നോട് പോകാൻ പറ്റാത്തപ്പോ എന്നോട് പറയേണ്ടത് നീ 2 മെഴുകുതിരി കത്തിച്ച് വെക്കാനൊക്കെ. അങ്ങനെയൊക്കെ ഞാൻ മെഴുകുതിരിയൊക്കെ പള്ളിയിൽ പോയി കത്തിച്ച് വെക്കാറുണ്ട്. പിന്നെ പതിയെ പതിയെ ഞാൻ പോയി തുടങ്ങി അവിടെ. അപ്പോ അത് എന്നെ ഒത്തിരി സ്വാധീനിച്ചു. അതായത് ഞാൻ സത്യത്തില് അവിടെയുള്ള ആ ആരാധനയുടെ ഇടയിലാണ് പലപ്പോഴും ഞാൻ ദൈവസാന്നിധ്യം സ്പർശിച്ചറിഞ്ഞത്. ആ ദൈവസാന്നിധ്യം സ്പർശിച്ചറിഞ്ഞ ആ സമയങ്ങളില് എൻ്റെ വീടിന്റെ ജപ്തിക്ക്, അതായത് ലോൺ എടുത്തിട്ട് 2 വർഷമായി. 2010 ലോൺ എടുത്തു, 2012 ഒരൊറ്റ പൈസ അടച്ചിട്ടില്ല. അപ്പൊ ജപ്തിക്ക് നോട്ടീസ് അയക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ബാങ്കുകാരെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ബാങ്കുകാരെ വിളിച്ചു പറഞ്ഞിട്ട്, അപ്പൊ എൻ്റെ അച്ഛൻ ബാങ്ക് മാനേജറാണ്. അപ്പൊ ബാങ്ക് മാനേജറെ എൻ്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇതുവരെ അടച്ചിട്ടില്ല, അപ്പൊ ഞാൻ ജപ്തിക്ക് നോട്ടീസ് അയക്കാൻ പോവാ. അപ്പൊ അച്ഛൻ എന്നെ തള്ളി പറഞ്ഞു. അപ്പൊ ഈ ബാങ്ക് മാനേജർ അപ്പൊ തന്നെ ഫോൺ വെച്ച് എന്നെ വിളിച്ചു. ഗംഗാര, നിന്റെ അച്ഛൻ ഇങ്ങനെ പറയണ്ടല്ലോ. ഞാൻ അവിടെ തകർന്നു പോയി. എന്റെ പാസ്റ്ററെ, തകർന്നു പോയി. സത്യം പറഞ്ഞ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ദുഃഖം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ കേൾക്കുന്നവരെ ഒരിക്കലും നമ്മുടെ മക്കളെ താത്തി പറയുകയോ എന്ന് വെച്ചാൽ അവരിൽ അത് ഭയങ്കരമായ ഒരു മുറിവ് ഉണ്ടാക്കും. അന്നെന്റെ മനസ്സിൽ ഭയങ്കരമായ ഒരു മുറിവ് വന്നു. അതായത് ഞാൻ അന്ന് ഇന്നും ഓർക്കുക, ഞാൻ ഒരു സൈറ്റിൽ നിൽക്കായിരുന്നു വൈകുന്നേരം 4 മണി സമയത്ത്. അപ്പോഴാണ് ബാങ്ക് മാനേജർ വിളിച്ച് ഇങ്ങനെ പറയും. ഞാൻ അവിടെ നിന്ന് ഒത്തിരി കരഞ്ഞു വന്നു. പിന്നീട് ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞില്ല എന്നാ പറഞ്ഞേ. പക്ഷെ ആ മുറിവ് ഉണങ്ങാൻ എനിക്ക് ഒത്തിരി വർഷങ്ങൾ എടുത്തു. ആ മുറിവ് ഉണങ്ങാൻ ഒത്തിരി വർഷങ്ങൾ എടുത്തു. തെറ്റാർക്കാ പറ്റാത്ത? എത്ര വലിയ ദൈവത്തിന്റെ ദാസനായാലും തെറ്റുകൾ പറ്റും. ദാവീദിനെ പറ്റി, മോശയ്ക്ക് പറ്റി, ഏലിയാവിന് പറ്റി, പൗലോസിന് തെറ്റ് പറ്റാത്ത ആൾക്കാരില്ല. പക്ഷെ ആ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ആ തെറ്റുകളെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുന്നവനാണ് ഭാഗ്യവാനും നീതിമാനും. അപ്പോ ആരും തെറ്റ് ചെയ്യാത്തവനൊന്നല്ല. തെറ്റ് പറ്റും, അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോ അങ്ങനെ പതിയെ ഈ ഉള്ളിൽ മുറിവ് കിടക്കുന്ന കാരണം ഞാൻ അച്ഛനിൽ നിന്നിങ്ങനെ ഒരു കയ്പ് ആ സമയത്തൊക്കെ ഉള്ളിൽ വന്നു. അപ്പൊ ഈ സമയത്ത് പതിയെ യേശുവിനെ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങാം. അപ്പൊ യേശുവിനെ അറിഞ്ഞു തുടങ്ങുമ്പോ ഫസ്റ്റ് ഒരു മിറാക്കിൾ എൻ്റെ ജീവിതത്തിൽ ഒന്ന് സംഭവിക്കുക. ഒരു മാർച്ച് മാസത്തില് മഴയൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ കിണർ വെള്ളം വറ്റി തീരെ വറ്റി. അപ്പോ അന്ന് പവർ കട്ടുള്ള സമയമാണ്. എനിക്ക് ഇന്നും ഓർമ്മയില്ല, 8:30 തൊട്ട് 9 മണി വരെ പവർ കട്ട്. അപ്പൊ 8:30 പവർ കട്ട് കറണ്ട് പോയ സമയത്ത് ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ ഉലാത്തും. അപ്പൊ ഉലാത്തുന്ന സമയത്ത് ഞാൻ ഈ കിണറ്റിന്റെ ആ വക്കത്തെ കൈ വെച്ച് ഞാൻ ഇങ്ങനെ യേശുവിനോട് പറയാ, യേശുവേ, നീ സത്യമാണെങ്കിൽ എന്റെ കിണറ്റിലേക്ക്
ഒരു കോലിക്കെങ്കിലും വെള്ളം താ, നീ സത്യമാണെങ്കിൽ. അങ്ങനെ ജസ്റ്റ് ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു. കറണ്ട് വന്നപ്പോ ഞാൻ ഞാൻ പറഞ്ഞു, ഒരു കോലിക്ക് വെള്ളം വേണം, അതിനുള്ള മഴ തരണം. ഞാൻ കറണ്ടൊക്കെ വന്നപ്പോ പുറത്തുണ്ടായിരുന്ന ചെരുപ്പൊക്കെ എടുത്ത് ഉള്ളിലിട്ടു. എന്തുകൊണ്ടാ? മഴ പെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക്. അത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഭയങ്കര മഴ തുടങ്ങിയാണ്. ആ മാർച്ച് മാസം മഴ തുടങ്ങി. അത് 3 ദിവസം ആ മഴ നിന്നു. മഴ 3 ദിവസം ഉണ്ടായി. അപ്പൊ 3 ദിവസം കഴിഞ്ഞപ്പോ എന്റെ കിണറ്റില് ഞാൻ ചോദിച്ചത്ര വെള്ളം എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം ഞാൻ പെങ്ങളുടെ വീട്ടിൽ പോയി. അടുത്ത് തന്നെയാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോ പെങ്ങളുടെ വീട് കിണർ നിറഞ്ഞു കിടക്കുക. എനിക്ക് ഭയങ്കര വിഷമായി. പ്രാർത്ഥിച്ചത് ഞാൻ, എനിക്ക് ഒരു കോല് വെള്ളം, പെങ്ങളുടെ കിണർ ഫുള്ള് നിറഞ്ഞു. ഞാൻ ഭയങ്കര വിഷമായി. ഞാൻ വന്ന് വൈഫിനോട് പറഞ്ഞപ്പോ, നമ്മൾ പ്രാർത്ഥിച്ചത് ഒരു കോല് വെള്ളം, അത് നമുക്ക് കിട്ടിയില്ലേ. എനിക്ക് സന്തോഷമായി. പിന്നെ മഴ നിന്നൂട്ടാ. പിന്നെ മഴ നിന്നപ്പോ ഞാൻ ഡെയിലി ജോലിക്ക് പോകുമ്പോൾ ഈ കിണറ്റിലേക്ക് നോക്കും, വെള്ളം അത്ര തന്നെ ഉണ്ട്. പിന്നെ വെള്ളം വറ്റാൻ തുടങ്ങിയപ്പോ ഈ കിണറ്റിന്റെ ഏറ്റവും മുകളിൽ നിന്ന് ഒരു ഉറവ ചാടി തുടങ്ങി. ഒരു ഉറവ, അത് പൈപ്പ് തുറന്നിട്ട പോലെ ഈ വെള്ളം ഇങ്ങനെ ചാടി വരുന്നുണ്ട്. അപ്പൊ ഇത് അത്ഭുതം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഉറവ ആ സമയത്ത് വരേണ്ട ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ മാർച്ച് ഏപ്രിൽ മാസമാണ്. പക്ഷെ ആ വെള്ളം പൈപ്പ് തുറന്നിട്ട പോലെ ഇങ്ങനെ കിണറ്റിലേക്ക് വീണുകൊണ്ടേയിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ആദ്യത്തെ അത്ഭുതം. അത് വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ഉതകുന്ന രീതിയിലായിരുന്നു. ദേവദാസിനെ ഇടയ്ക്ക് കയറി അങ്ങ് പറയാ ഞാൻ. പറയൂ. ആ ഉറവ കിണറിന്റെ അടിയിൽ നിന്ന് വെള്ളത്തിന്റെ താഴെ നിന്നൊരു ഉറവയാണ്, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. മോളിൽ നിന്നാകുമ്പോൾ ഒന്ന് അത് നേരത്തെ ഇല്ല, കണ്ടിട്ടില്ല. എന്നും പ്രതീക്ഷയോട് വിശ്വാസത്തോട് ആ കിണറ്റിലേക്ക് നോക്കുമ്പോൾ ഇല്ലാത്ത ഉറവ പൊട്ടിപ്പുറപ്പെട്ടു. അതൊരു വിസിബിൾ ആയിട്ടല്ലേ? അവിടെ ഒരു വലിയ ദൈവമഹത്വമുണ്ട്. അത് ദൈവത്തിന്റെ സിഗ്നേച്ചർ ഉള്ള ഒരു അത്ഭുതമാണ്. ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സിഗ്നേച്ചർ കാണും. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അപ്പൊ പതിയെ വിശ്വാസം വരാൻ തുടങ്ങി. പക്ഷെ ഞാൻ അപ്പോഴും അമ്പലത്തിലൊക്കെ പോകും, പൂജയൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും കേട്ടോ. വിശ്വാസി എന്നും പറയാട്ടില്ല. യേശുവിൽ കുറച്ച് വിശ്വാസം വന്നു തുടങ്ങി ആ സമയത്തൊക്കെ. ഇതൊക്കെ ഈ 2003 മുതൽ 2012 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ സമയത്താണ് മറ്റേ മരിക്കാനൊക്കെ ചിന്തിച്ചതും ഈ സമയത്ത് തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോ അടുത്തതായിട്ട് ഞാൻ യേശുവിനോട് പറഞ്ഞ്, യേശുവെ, നീ ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്തല്ലോ, ഇനി ഒരു കാര്യം ചെയ്യും, ഈ തമ്പാക്കു എനിക്കത് നിർത്തണം. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ കുറെ ശ്രമിച്ചു, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഞാൻ ഇന്ന് മുതൽ നിർത്തുക. എനിക്ക് പ്രലോഭനം വരാതെ നീ നോക്കിക്കോണം. അപ്പൊ ഞാൻ യേശുവിനോട് പറഞ്ഞൊരു കാര്യമാണ്, പ്രലോഭനം വരാതെ നീ നോക്കണം. ഞാൻ ഇന്ന് നിർത്തുക. ഞാൻ പരാജയപ്പെട്ടു, എന്നെ കൊണ്ട് ഞാൻ ഒത്തിരി നിർത്താൻ നോക്കി, സാധിച്ചിട്ടില്ല. ഇന്ന് ഞാൻ നിർത്തുകയാണ്. പ്രലോഭനം വരാതെ നീ നോക്കിക്കോണം. അപ്പൊ ഞാൻ എൻ്റെ പരാജയം സമ്മതിച്ച് ഞാൻ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴല്ലോ, അന്ന് കർത്താവ് ആ തടഞ്ഞു നിർത്തിയ പ്രലോഭനം, ഇന്നിപ്പോ വർഷം ഏകദേശം 14 വർഷം, ഇന്നും ആ പ്രലോഭനത്തെ തമ്പുരാൻ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന് കാരണം എന്ന് പറയൂ, പലപ്പോഴും നാം നമ്മുടെ കഴിവില് അഭിമാനിച്ചുകൊണ്ട് പല പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടത്തില്ല. നമ്മെ കൊണ്ട് പറ്റത്തില്ല, അത് എക്സ്ട്രീമിലെത്തി, ഇനി എനിക്ക് ഐ ഡൺ ഇറ്റ് ഗോഡ്, ഐ ഡൺ ഇറ്റ് എന്ന് പറയുമ്പോഴാണ് പിന്നെ അവിടെ ഹോളി സ്പിരിറ്റിനും യേശുവിനൊക്കെ പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നത് അപ്പോഴാണ്. അതുവരെയും ഞാൻ എന്നിൽ തന്നെ വിശ്വസിച്ചിരുന്നാൽ മഹത്വം എനിക്ക് തന്നെ കിട്ടുക. അപ്പൊ ഞാൻ പരാജയപ്പെട്ടു, ഞാൻ കുറെ ട്രൈ ചെയ്തു, എന്നെ കൊണ്ട് സാധിച്ചില്ല. യേശുവെ, നീ പ്രലോഭനം തടുത്ത് നിർത്തിയേക്കണം. ഞാൻ നിർത്താൻ പോവുക. വർഷം 14 ഇന്നേ വരെ അതിനുശേഷം കൈകൊണ്ട് തൊട്ടിട്ടില്ല. അപ്പൊ അതും ജീവിതത്തിലെ വലിയ, എന്നെ കൊണ്ട് സാധിക്കാതെ, ഞാൻ പലതവണ പലതവണ വിചാരിച്ചിട്ടും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് എന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഒന്നോർത്തേക്കണം, നിങ്ങളും ഇതുപോലെ തമ്പാക്കു, ഖൈനി, പാൻപരാഗ്, മണിച്ചന്തിനൊക്കെ അടിമകളാണെങ്കിൽ സ്വയമേ നിർത്താൻ സാധിക്കത്തില്ല. നിർത്തും ഒരു ദിവസത്തേക്കൊക്കെ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം യേശുവിന്റെ മുന്നിൽ പരാജയത്തെ സമ്മതിക്കുക. യെസ്, എന്നെ കൊണ്ട് പറ്റില്ല, കഴിഞ്ഞു കർത്താവ്, ഞാൻ ഒത്തിരി ശ്രമിച്ചു, പറ്റുന്നില്ല. ഇനി നീ പ്രലോഭനത്തെ തടുത്ത് നിർത്തിയേക്കണം എന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പറയാന്നുണ്ടെങ്കിലോ, എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കാൻ ഇന്നും ശക്തനാണ്. ഹല്ലേലൂയ. അങ്ങനെ തമ്പാക്കുവിൽ നിന്ന് എനിക്കൊരു വിടുതൽ അന്ന് കിട്ടി. അപ്പൊ നോക്കണേ, 22 വർഷം ഞാൻ തമ്പാക്കു ഉപയോഗിച്ചു. 22 വർഷം.
അത് ഊണിലും ഉറക്കത്തിലൊക്കെ ചുണ്ടിന്റെ ഇടയിൽ ഉണ്ടായിരുന്നതാ. അത് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ മോള് എപ്പോഴും ചോദിക്കും, എന്റെ അച്ഛൻ എന്നിട്ടും വലിയ അസുഖമൊന്നും വരാത്തത് വലിയ ഭാഗ്യമാണ്. അതൊക്കെ ദൈവം നമ്മൾ അതുപോലെ കൊണ്ടു നടക്കുന്ന കാരണമാണ്. അങ്ങനെ ഈ ഏകദേശം കടങ്ങളൊക്കെ കയറി വന്നു. ഞാനിങ്ങനെ ഈ റോമൻ കാത്തലിക് പള്ളിയിലൊക്കെ പോയി തുടങ്ങിയപ്പോ ഈ യേശുവിൽ വിശ്വസിച്ച് വന്നതോട് കൂടിയിട്ട് എൻ്റെ കടഭാരത്തിലത്തെ ഭാരം അങ്ങോട്ട് നീങ്ങിപ്പോയി. അത് എന്നിൽ ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. കടമുണ്ട്, പക്ഷെ കടഭാരം ഇല്ല. ഈ കടഭാരമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉളവാക്കുന്നത്. ഈ കടത്തിന്ന് ഭാരം പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളായിട്ട് നടക്കാം. കട എത്രയാണോ അത്രത്തോളം ഉണ്ട്, പക്ഷെ ഭാരമില്ലാത്തൊരവസ്ഥ. അങ്ങനെ വന്നപ്പോ ആരും എനിക്ക് ഫോൺ വിളിക്കുന്നില്ല. അതേ കടങ്ങളൊക്കെ ഉണ്ട്, പലിശയ്ക്ക് കടമെടുത്തവരൊക്കെ ഉണ്ട്, പക്ഷെ ആരും എന്നെ വിളിക്കുന്നില്ല. എന്താണെന്നറിയില്ല, അവരൊക്കെ സൈലന്റായി. വിളിക്കുന്നവരൊക്കെ സൈലന്റായി. ഇനി ബാങ്കും തൽക്കാലം സൈലന്റായി. ഞാൻ വീട് വിൽക്കാൻ ഒത്തിരി നോക്കി, സാധിച്ചില്ല. അങ്ങനെ വീട് കരാർ എഴുതി. വീട് ഒരാൾക്ക് വാങ്ങിയ വിലയ്ക്ക് കരാർ എഴുതിയിട്ട്, ഞങ്ങൾ എത്രയ്ക്കാണോ വാങ്ങിയ 2 വർഷത്തിന് ശേഷം അതേ വിലയ്ക്ക് കരാർ എഴുതിയിട്ട് ആ കരാർ തുക അങ്ങനെ ബാങ്കിൽ കൊണ്ട് അടച്ച് ജപ്തിയിൽ നിന്ന് രക്ഷപ്പെട്ടു. 6 മാസത്തേക്കാ കരാർ എഴുതിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുക, ഫാമിലി ആയിട്ട്. അത് പ്രിയയുടെ സാക്ഷ്യത്തിൽ പ്രിയ പറഞ്ഞതാണല്ലോ, ഞങ്ങൾക്ക് വിദേശത്തേക്ക് ഫാമിലി ആയിട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ അവസരം കിട്ടിയപ്പോ 6 മാസം കഴിഞ്ഞു. ഈ കരാർ എഴുതിയിട്ട് ഞങ്ങളുടെ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അവർക്ക് വിൽക്കാൻ പറ്റിയില്ല, മറിച്ച് വിൽക്കാൻ പറ്റിയില്ല. അപ്പൊ അവര് വീണ്ടും ഒരു 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അതേ വിലയ്ക്ക് തന്നെ അവർ ഞാൻ പിന്നെ 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സൗദിയിലേക്ക് പോകുമ്പോൾ ഞാൻ പവർ ഓഫ് അറ്റോണി എൻ്റെ ചേട്ടന്റെ പേരിലും എൻ്റെ പ്രിയയുടെ അമ്മയുടെ പേരിലൊക്കെ പവർ ഓഫ് അറ്റോണി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ അവിടെ ചെന്ന് വീടൊക്കെ എടുത്ത്. അപ്പൊ ആ സമയത്ത് ഞാൻ വീട് ഇവിടുന്ന് കയറുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ സകലമാന സാധനങ്ങളും ഉണ്ട്. അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ പലപ്പോഴായിട്ട് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇട്ട് പൂട്ടിയിട്ടാ ഞങ്ങൾ പോണത്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ വിമാനം കയറുമ്പോൾ എൻ്റെ കടം എന്ന് പറയുന്നത് 55 ലക്ഷം രൂപയാണ്. 55 ലക്ഷം രൂപ കടവുള്ളവനായിട്ട് കയറി പോണത്. അങ്ങനെ അവിടെ ചെന്ന് അപ്പൊ യേശുവിനെ ഇങ്ങനെ കുറേശ്ശെ വിശ്വാസം കൂടി വന്നു. മറ്റേ ഹൈന്ദവ വിശ്വാസം മൊത്തം നിന്നുപോയി. അതായത് അമ്പലത്തിൽ നിന്നും പോവാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടുന്ന് അമ്പലത്തിൽ നിന്നും പോകണമെന്ന് നിർത്തി. ആ വിശ്വാസമൊക്കെ മാറി യേശുവിനെ ഇങ്ങനെ വിശ്വസിച്ച് വന്നു. അപ്പോഴാണ് കടഭാരത്തിലത്തെ ഭാരമൊക്കെ എടുത്ത് മാറ്റി ഞങ്ങൾക്ക് വിദേശത്തേക്ക് ഒരു അവസരം വന്നു. അങ്ങനെ പോകുമ്പോൾ 55 ലക്ഷം കടമുണ്ട്. കടക്കാരെയൊക്കെ ഞാൻ പറഞ്ഞ് ചേട്ടൻ പോയിട്ട് അയച്ചു തരാന്നൊക്കെ പറഞ്ഞു. ബാങ്കിൽ ചെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് വീട് വാടകയ്ക്ക് എടുത്തു. എന്നിട്ട് ടി വി വാങ്ങിച്ചു. ടി വി വാങ്ങിക്കുന്നത് പ്രഥമ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പവർ വിഷനും ഹാർവെസ്റ്റും കാണാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് അതാണ്. അപ്പോ ഈ ടി വി എടുത്ത് അടുത്ത ദിവസം അവിടെ കാലത്ത് 6:30 മണി സൗദി ടൈമില് ഈ നായ്ക്കമ്പറമ്പിലച്ചന്റെ ഒരു പ്രസംഗം വരാറുണ്ട്. അപ്പൊ അന്ന് അങ്ങോരെ അത് പ്രസംഗിക്കുമ്പോ ഇന്ന് ഞാൻ നോക്കാം, അങ്ങനെ ഒന്ന് പറയാ 55 ലക്ഷം കടമുള്ള ഒരു വ്യക്തിനെ യേശു സ്പർശിക്കുന്നു. 1 വർഷത്തിനുള്ളില് കർത്താവ് അതിനുള്ള വഴി തുറക്കും ആ കടം വീട്ടാൻ. ഞാൻ ഇരുന്നോർത്തുനിന്ന് ചാടിയിട്ട് ഞാൻ വൈഫിനെ വിളിച്ചോണ്ട് എന്നെ കുറിച്ചാ പറഞ്ഞെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്റെ കട 55 ലക്ഷം, കറക്റ്റ് 55 ലക്ഷം എന്ന് പ്രവചിച്ച് പറഞ്ഞേ. അത് 1 വർഷത്തിനുള്ളിൽ ഞാനത് അതുപോലെ ഏറ്റെടുത്തു. 1 വർഷത്തിനുള്ളിൽ തീരുന്നു. എങ്ങനെ തീരുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ അവിടെ ജോലി, അപ്പൊ അവിടെ ചെന്നു. എനിക്കും അവിടെ ജോലി കിട്ടി, ഒരു IT ഫീൽഡിൽ ജോലി കിട്ടി. അങ്ങനെ അപ്പൊ അവിടെ ചെറിയൊരു കൂട്ടായ്മ, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്കൽ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിയൽ കൂട്ടായ്മ എന്ന് പറയാം. അതായത് എല്ലാവിധ ക്രിസ്ത്യൻ ഡിനോമിനേഷനുമുള്ള ഒരു കൂട്ടായ്മ. അതില് പോയി തുടങ്ങി. അപ്പോ അവിടെ 2 ആഴ്ച പോയിപ്പോ ഇന്ന് ഞാൻ ഓർക്കാം, 2 ആഴ്ച ഞങ്ങളുടെ ഒരു ബൈബിളൊന്നും ഇല്ല. അപ്പൊ ഫസ്റ്റ് ഒരു ബൈബിള് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു റോമൻ കാത്തലിക്കിലുള്ള ഒരു സഹോദരൻ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു ബൈബിള് തന്നത്, മലയാളം ബൈബിള്. അങ്ങനെ ആ ഒരു ഫ്രൈഡേ ദിവസം ആ ഒരു കൂട്ടായ്മയിൽ 2 മണിക്കൂർ അവിടെ വചനമൊന്നുമില്ല, എല്ലാവരും പാട്ട് പാടും, എല്ലാവരും പ്രാർത്ഥിക്കും, തമ്മിൽ പ്രാർത്ഥിക്കും. അങ്ങനെ അവിടെ ഇരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ജോലി കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും തരക്കേടില്ലാത്ത ശമ്പളമായി.
അവിടെ ഇരുന്നു കൊണ്ട് ഈ വീട് വിറ്റു. അവിടെ ഇരുന്നു കൊണ്ട് വീട് വിറ്റു. അപ്പൊ വീട് വിറ്റപ്പോ കറക്റ്റ് ലോണിൽ എത്രയാണോ ആ പൈസ അടച്ച് ലോൺ വീടി, ബാങ്ക് ലോൺ, മറ്റേ പലിശ അപ്പോഴുണ്ട്. ആ വീട് വിറ്റ സമയത്ത് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഒത്തിരി സാധനങ്ങൾ ഉണ്ട്, അതൊന്ന് എടുത്തു വെക്കണം. അപ്പൊ എന്റെ വീട്ടുകാർ ആരും തയ്യാറായില്ല, എന്റെ വീട്ടിലുള്ള സാധനങ്ങളൊന്നും എടുത്തു വെക്കാൻ തയ്യാറായില്ല. അതൊക്കെ ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാക്കിയ സംഗതികളാ. എന്നിട്ട് ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ എടുത്തോ, ആ വീട് അവർക്ക് കാലിലേക്ക് കൊടുക്കും. അപ്പൊ അവനൊരു വീട് പണിയുണ്ടായിരുന്നു, അപ്പൊ അവനുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു. സകലமான സാധനങ്ങളും, TV, എല്ലാതും എന്റെ സുഹൃത്തിന് കൊടുത്തു. അവനത് ഉപയോഗപ്രദമായി. ഒരു അലമാര മാത്രം ബാക്കി വെച്ചു. ഒരു സ്പൂൺ അടക്കം ഞങ്ങളുടെ നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്തവനായി തീർന്നു വന്നു. അങ്ങനെ ആ ഫസ്റ്റ് ഇയർ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ആദ്യ വർഷം തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഈ 55 ലക്ഷം രൂപയുടെ കടവും, ഞങ്ങള് ഒരു 10 മാസം കഴിഞ്ഞ് തിരിച്ചു വരണ സമയത്ത് കടമില്ലാത്തവനായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഞങ്ങള് 85 ലക്ഷം രൂപ കടവും ഞങ്ങൾക്ക് വീട്ടാൻ പറ്റി. അങ്ങനെ അത് അന്ന് ദേവദാസനിലൂടെ കേട്ട പ്രവചനം അതുപോലെ സത്യം. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് വന്നപ്പോ ഒന്നുമില്ലാത്തവനായിട്ടാണ് വന്നത്. അതായത് സമ്പാദ്യവും ഇല്ല, വീടും ഇല്ല, താമസിക്കാനും ഇല്ല, ഒന്നുമില്ല. അപ്പോ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവൻ ഒരു വാഗണാർ കൊണ്ട് എയർപോർട്ടിൽ വന്നു. 2 മാസം സത്യം പറഞ്ഞ ആ വാഗണാറായിരുന്നു ഞങ്ങളുടെ ഒരു വീട് എന്ന് പറയാം. അത് വാഗണാറിൽ ലഗേജ് ഒക്കെ ഇട്ട് വൈഫ് ഹൗസിൽ പോകും, അവിടെ ഒരാഴ്ച നിൽക്കും, അവിടെ നിന്ന് വേറെ ചേട്ടന്റെ വീട്ടിൽ ഒരാഴ്ച ഇങ്ങനെ പലരുടെ വീട്ടിലും മാറി 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 ഒരു 2 മാസം കഴിഞ്ഞു. അപ്പോ ഈ ഫസ്റ്റ് തവണ വന്നപ്പോ തമ്പാക്കുവിന്റെ ഉപയോഗം ഇല്ല, പക്ഷെ മദ്യപാനം ഉണ്ടായിരുന്നു. അപ്പൊ എയർപോർട്ടിൽ നിന്നൊക്കെ മദ്യമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് യേശുവിൽ വിശ്വാസം ഇങ്ങനെ കൂടി കൂടി വരിക. ഇങ്ങനെ ഒത്തിരി വചനമൊക്കെ ഞാൻ ഒത്തിരി സമയത്ത് വായിക്കുമായിരുന്നു. അത് രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് മുന്നിൽ ഓപ്പൺ ചെയ്ത് വെക്കും, ഇങ്ങനെ ബൈബിൾ ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒത്തിരി ഇരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 0 സമ്പാദ്യമാണ്, പക്ഷെ 0 കടമാണ്. അങ്ങനെ വീണ്ടും അവിടെ ചെന്നു. അങ്ങനെ ചെന്ന് ജോലി ചെയ്യുന്നുണ്ട്. അതേ ആ സമയത്താണ് മകള് അവിടെ സ്കൂളിൽ നിന്ന് പോണത്. അങ്ങനെ മകൾക്ക് മാളുവിന് 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ 4 വർഷം ഹോം ട്യൂഷനാ കൊടുത്തത്. അപ്പൊ അന്ന് ഹോം ട്യൂഷൻ ഞാനാ പഠിപ്പിച്ചിരുന്ന ആ സമയത്ത്. അപ്പൊ 2013 ഞങ്ങൾ 2012 പോണത്. 2013 ജൂൺ ജൂലൈയിൽ വന്നു, ഓഗസ്റ്റിൽ തിരിച്ചുപോയി. അതിനുശേഷം അപ്പൊ ഞാനെന്തറിയോ, ഈ ബാംഗ്ലൂർ ബഥേലേജി ചർച്ചിൽ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന ലൈവായിട്ട് ആ വർഷങ്ങളിലൊക്കെ കാണും. ലൈവായിട്ട് 40 ദിവസത്തെ മെയ് മാസത്തിലെ ആ സമയത്ത് നവംബറിൽ സമയത്ത് നടക്കുക. അപ്പോ ഇങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നാൻ ഒക്ടോബറിലോ മറ്റാണ്, അന്ന് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവസാനം ഇങ്ങനെ. അപ്പൊ അന്ന് സുരേഷ് ബാബു ബ്രദറാ അവിടെ പ്രസംഗിക്കണേ. അപ്പൊ ഞാൻ ലൈവായിട്ട് ഇവിടെ സൗദിയിൽ കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അന്ന് സുരേഷ് ബാബു ബ്രദർ പ്രസംഗിച്ചതിന് ശേഷം ഓൾട്ടർ കോൾ കൊടുത്തു, ആരൊക്കെ സ്നാനപ്പെടാൻ തയ്യാറുണ്ടെന്ന് വെച്ചിട്ട് കൈ ഉയർത്താൻ. അപ്പൊ ഞാൻ അവിടെ സൗദിയിൽ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കൈ ഉയർത്തി. ഞാൻ സ്വയം പറഞ്ഞു ഞാൻ സ്നാനപ്പെടാൻ തയ്യാറാണെന്ന്. അങ്ങനെ ഞാൻ വൈഫിനെ ഫോൺ വിളിച്ച് പറയുകയും ചെയ്ത. വൈഫിനോട് പറഞ്ഞു നമുക്ക് സ്നാനപ്പെടാമെന്ന് ചോദിച്ചു. അങ്ങനെ അവളും ഓക്കെ പറഞ്ഞു. അങ്ങനെ 2013 ഡിസംബർ 20 ഞാനും വൈഫും മകളും കൂടി ചെങ്കടലില് പുലർച്ചെ 3 മണി സമയത്ത് ഞങ്ങള് സ്നാനപ്പെട്ടു. അപ്പോ സ്നാനപ്പെട്ട സമയത്ത് അതിനുശേഷം അടുത്തുള്ള ദിവസങ്ങളിൽ ഞാൻ വീണ്ടും കർത്താവിനോട് പറയാം, കർത്താവേ നീ എൻ്റെ തമ്പാക്കു തിന്നുന്ന ആ ഒരു സ്വഭാവം മാറ്റി തന്നു. ഇനി എനിക്ക് മദ്യപാനത്തിൽ നിന്നൊരു വിടുതൽ വേണം, എന്നെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ കുടിക്കില്ല. പ്രലോഭനത്തെ നീ തടുത്ത് നിർത്തിയേക്കണം, എൻ്റെ അടുത്ത കണ്ടീഷനാണ്. അത് 2013 അന്ന് പറഞ്ഞ ആ ഒരു വാക്ക് നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാന്നൊക്കെ, എത്ര വിശ്വസ്തനാണ്. അന്ന് ദൈവം പ്രലോഭനത്തെ തടുത്ത് നിർത്തിയിരിക്കണതാ, ഡാം പോലെ. അത് ഇന്നും തടുത്ത് നിർത്തി. അന്ന് തമ്പാക്കു ഒറ്റയടിക്ക് നിന്നുപോയി, മദ്യപാനം അതുപോലെ ഓൾ ഓഫ് എ സഡൻ നിന്നുപോയി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കേൾവിക്കാരെ, നിങ്ങൾക്ക് തോന്നാൻ ചിലപ്പോൾ ഇത് മദ്യപാനത്തിൽ നിന്നൊക്കെ മാനുഷികമായി വിടുതൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ യേശുവിനെ ഒന്ന് അടുത്തെത്തിച്ചു നോക്കിയ, യേശുവിന്റെ സാമീപ്യവും യേശുവിന്റെ സഹവാസവും ഒന്ന് കൂടെ ഉണ്ടെങ്കിലേ യേശു നിന്നെ സഹായിക്കും. ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഹാബിച്വൽ തിങ്സിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. മദ്യപാനായാലും തമ്പാക്കു ആയാലും
എന്തൊക്കെയാണെങ്കിലും മയക്കമരുന്നായാലും ഡ്രഗ്സ് ആയാലും സ്വമേധയാ വിടുതൽ കിട്ടത്തില്ല. വലിയ വലിയ നമ്മള് കാര്യങ്ങൾ പറയാൻ എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ അത് ചെയ്യും, ഞാൻ അത് ചെയ്യും, പതിയെ പതിയെ ചെയ്യും. ഒരു പതിയെ പതിയെ ചെയ്യലില്ല, നടക്കാത്ത കാര്യമാണ്. ആ സമയത്ത് സ്പിരിച്വൽ ഹീലിംഗ് വന്നാണ്ടല്ലോ, അത് പെർമനന്റ് ആയിരിക്കും. അതിന്റെ ഉത്തമ ഉദാഹരണം ഞാൻ തന്നെ. എന്നെ കൊണ്ട് നിർത്താൻ പറ്റിയില്ല, കർത്താവിന് വിട്ടുകൊടുത്തപ്പോ കർത്താവ് നിർത്തി. അത് പലപ്പോഴും നാം പിടിച്ചു നിർത്ത, എന്നെ നീ വിട്ടുകൊടുക്കുക, അത് വിട്ടുകൊടുക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവം ചെയ്യും. നാം നിന്നു കൊടുത്താൽ മതി, അത് അവൈലബിൾ ആയാൽ മതി. ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആയ ദൈവം ബാക്കിയെല്ലാം ചെയ്യും. അങ്ങനെ അന്ന് സെക്കൻഡ് ടൈം അവിടെ വെച്ച് 2013 സ്നാനപ്പെട്ടു. അങ്ങനെ ഇതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ കിട്ടി. പിന്നെ 2013 വലിയ തെറ്റില്ലാണ്ട് പോയി. 2014 ഈ സമയത്തൊക്കെ ഞാൻ സ്പിരിച്വലി മുന്നേറാനുള്ള ശ്രമം, അതായത് 2013 വന്നപ്പോ ബൈബിൾ അവിടുന്ന് 2-3 വാങ്ങിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഈ രാത്രി ആയി കഴിഞ്ഞാൽ ലാപ്ടോപ്പ് തുറന്നേക്കും ബൈബിളെല്ലാം പല വേർഷൻസും. ഇന്നും എൻ്റെ ചെറിയൊരു ലൈബ്രറി ഉണ്ട്, അതിൽ ഏകദേശം ഒരു 56-57 ബൈബിൾ ഉണ്ട്, വിവിധ വേർഷൻ ബൈബിളുകൾ. ഇന്ന് ഞാൻ ഈ ബൈബിളുകൾ അധികം റെഫർ ചെയ്യാം, പല വേർഷൻസ്. മറ്റുള്ള എഴുതിയ വ്യാഖ്യാന പുസ്തകങ്ങൾ ഞാൻ അധികം വായിക്കാറില്ല. ഈ ബൈബിളിൽ നിന്ന് നേരിട്ടേക്ക് ഹോളി സ്പിരിറ്റ് കിട്ടുന്ന ജ്ഞാനമാണ്. ഇപ്പൊ ഹീബ്രു ആയാലും അല്ലെങ്കിൽ ഗ്രീക്ക് ആയാലും ഇതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി അത് അന്ന് തുടങ്ങിയ ശീലമാണ്. അതിന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പതിയെ പതിയെ സ്പിരിച്വലി ഇങ്ങനെ വചനത്താൽ ഇങ്ങനെ വചനത്തിൽ ഉറച്ചു വന്നു തുടങ്ങി. കുറേശ്ശെ വചനത്തിലൊക്കെ ഇങ്ങനെ ഉറച്ചു വന്നു തുടങ്ങി. എന്നിട്ട് 2014 എത്തിയപ്പോ വീണ്ടും വെക്കേഷൻ വന്നപ്പോ ഞങ്ങൾ വാടകയ്ക്ക് ഒരു വീട് എടുത്തു. ഈ 2 മാസത്തേക്ക് വേണ്ടിയിട്ട് വാടകയ്ക്ക് ഒരു വീട് എടുത്തു. അപ്പൊ കുറച്ച് പാത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് മദറിലോ കുറച്ച് പാത്രങ്ങളൊക്കെ തന്നു. അങ്ങനെ ആ 2 മാസം അവിടെ നിന്നു. ഇവിടെ തൃശ്ശൂരിൽ നിന്നു. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചുപോയി. അതിനുശേഷം ആ സമയത്ത് അവിടെ ചെന്നതിന് ശേഷം പിന്നെയും ഇതുപോലെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒത്തിരി പഠനത്തിലൂടെ ഇങ്ങനെ നടന്നു. അടുത്ത വർഷം വരുന്ന സമയത്ത് അതിന് മുന്നമേ ഞങ്ങൾ തൃശ്ശൂർക്ക് ഞങ്ങളൊരു ഫ്ലാറ്റ് എടുക്കാൻ പറ്റി. ആ 2 വർഷത്തെ സമ്പാദ്യം കൊണ്ട് തൃശ്ശൂർ ഞങ്ങളൊരു ഫ്ലാറ്റ് എടുത്തു. അപ്പൊ അടുത്ത വരവിന് 2015 വരവിന് ഞങ്ങൾ ഫ്ലാറ്റിൽ താമസിച്ചു. ആ ഫ്ലാറ്റ് എടുത്തതൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് എടുത്ത ഫ്ലാറ്റൊന്നും ഞങ്ങൾ കണ്ടില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് വിളിച്ചു പറയത് പോയി കാണും. അങ്ങനെ ഫ്ലാറ്റ് എടുത്തു. അവിടെ 2 മാസം അവിടെ താമസിച്ചു. അതിനുശേഷം ഞങ്ങൾ 15 വീണ്ടും 2 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി. അങ്ങനെ 2015 തിരിച്ചു പോയ സമയത്താണ് പിന്നെ ദൈവം ഇടപെടുന്നത്. അങ്ങനെ ദൈവം പറയാ, നീ പോയിട്ട് വചനം പഠിക്ക്. എന്നോട് ഇത്രേ പറഞ്ഞുള്ളൂ, വചനം പഠിക്കാൻ. അപ്പോ വചനം ഞാൻ ഒത്തിരി പഠിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി വചനം പഠിക്കാൻ. അപ്പോ ശരി, വചനം പഠിക്കാം. എങ്ങനെ പഠിക്കണം? ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം. അപ്പൊ അവിടെയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല 2 പേർക്കും കൂടിയിട്ട് ഏകദേശം നല്ല ശമ്പളമുള്ള ജോലിയാണ്. അപ്പൊ ജോലിയൊക്കെ മാറ്റി കളയണം. ശരി, അത് ഇടപെടാൻ പ്രത്യേക കാരണം എന്താ വെച്ചാല് ആ സമയത്ത് ഞാനൊരു 40 ദിവസത്തെ ഫാസ്റ്റിംഗ് ഇരുന്നു. അപ്പൊ ഈ ഫാസ്റ്റിങ്ങിലൊക്കെ എനിക്ക് ഉപവസിക്കാൻ അറിയില്ല. നമ്മൾ ഈ പക്ക ഈ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയണ കാരണം അവിടെ ഉപവാസം ഒന്നുമില്ല. ഹിന്ദു രീതി പ്രകാരമൊക്കെ ഒരിക്കൽ ഇരിക്കാന്ന് പറയാം, അത് ഒരിക്കൽ ഉണ്ടിരിക്കുക. അപ്പൊ അതില് പലതും ഇടയിലൊക്കെ കഴിക്കും. അപ്പൊ അത് കാരണം ഉപവാസം എനിക്ക് പേടിയായിരുന്നു, ഞാൻ എങ്ങനെ ഉപവസിക്കും എന്നുള്ളത്. അപ്പോ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് അവിടെ ഉണ്ട് സൗദിയില്. അപ്പൊ അവരുടെ അമ്മച്ചി നാട്ടില് വയനാട് അങ്ങോട്ട് വന്നു. അപ്പൊ അമ്മച്ചിയാണ് എനിക്ക് ധൈര്യം തന്നത്. എന്നോട് മോനെ ഉപവസിച്ചോ, ഞാനും മോന് വേണ്ടി ഉപവസിക്കാന്ന് പറഞ്ഞു. വയനാട്ടിലുള്ളതാ. അമ്മോന്റെ മകന് സനോജ് പാസ്റ്റർ എന്നുണ്ട്. അപ്പോ അമ്മച്ചി പറഞ്ഞു, നീ ഉപവസിച്ചോ, നിനക്ക് വേണ്ടി ഞാൻ ഉപവസിക്കാം. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സൗദിയിൽ വെച്ചിട്ട് ഒരു ദിവസത്തെ ഉപവാസം ഇരിക്കുക അമ്മച്ചിയുടെ ബലത്തില്. അതുപോലെ തന്നെ അമ്മച്ചിയാണ് എന്നെ പ്രസംഗിക്കാൻ ധൈര്യം തന്നത്. എനിക്ക് സഭയിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുട്ടിടിക്കും, ഭയങ്കര ഭയമായിരുന്നു. അങ്ങനെ ആ അമ്മച്ചിയാണ് എനിക്ക് ബ്രദറിന്റെ സാക്ഷ്യം കേൾക്കണം, ബ്രദറിന്റെ വചനം കേൾക്കണം, ബ്രദർ എനിക്ക് പറയും, അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ധൈര്യം തന്നിട്ടാണ് ഞാൻ അവിടെ ആ സൗദിയിലുള്ള ആ കൊച്ചു കൂട്ടായ്മയിൽ പതിയെ വചനം പറയാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ആ അമ്മച്ചിയെ ഈ സമയത്ത് ഓർക്കുക. എൻ്റെ ആദ്യകാല ആത്മീക ജീവിതത്തില് എനിക്ക് ഉപവസിക്കാനും എന്നെ വചനം പ്രസംഗിക്കാനും എല്ലാം എനിക്ക് വലിയൊരു ഉത്തേജനം തന്നെ ആ അമ്മച്ചിയാണ്.
അങ്ങനെ ഈ 40 ദിവസത്തെ ഉപവാസം ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് സെക്കൻഡ് ഡേയോ മറ്റോ മോൾക്ക് ചിക്കൻ ബോക്സ് വന്നു. മാളുവിന് ചിക്കൻ ബോക്സ് വന്നു. അപ്പൊ മാളുവിന് ചിക്കൻ ബോക്സ് വന്നു. ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ വൈഫിന് ചിക്കൻ ബോക്സ് വന്നു. വൈഫിന് ചിക്കൻ ബോക്സ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ മോന് ചിക്കൻ ബോക്സ് വന്നു. മോന് ചിക്കൻ ബോക്സ് കഴിഞ്ഞപ്പോ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. അപ്പോഴും ഞാൻ ഉപവാസം വിട്ടില്ല കേട്ടോ, 40 ദിവസത്തെ ഉപവാസം. ആ സമയത്താണ് ഇടപെടുന്നത്, നീ പോയി വചനം പഠിക്കാൻ. അപ്പോ പിന്നെ പ്രിയക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ദൈവം പറഞ്ഞ കാരണം എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ 40ാമത്തെ ഉപവാസം അവസാനിക്കുന്നത് അബഹ എയർപോർട്ടിൽ വെച്ചാ. 40ാമത്തെ ദിവസം ഫ്ലൈറ്റ് കയറി അവിടെ നിന്ന്. അങ്ങനെ ഞാനും മക്കളും കൂടി. അപ്പൊ മക്കളെ ഇവിടെ മോള് അവിടെ ഹോം ട്യൂഷൻ ആയിരുന്നല്ലോ, അപ്പൊ ഇവിടെ 8ാം ക്ലാസ്സിൽ ഇവിടെ സ്കൂളിൽ ചേർത്തു. അത് 2016 വരുന്നത്. അപ്പൊ മകളെ ഇവിടെ സ്കൂളിൽ ചേർത്തു, മകനെ സ്കൂളിൽ ചേർത്തു. ഇവിടെ തൃശ്ശൂരുള്ള ഷാരോന്റെ നേതൃത്വത്തിലുള്ള ഹാർവസ്റ്റ് ബൈബിൾ കോളേജിൽ ഞാൻ ചേർന്നു. അപ്പൊ കാലത്ത് അടുത്ത 2 വർഷം 16, 18 അതൊരു നിശബ്ദ കാലഘട്ടം എന്ന് പറയാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ഭക്ഷണം വെക്കണം, മക്കളെ നോക്കണം. ഞാൻ പോയി അപ്പൊ കാലത്ത് 8:30 ആകുമ്പോഴേക്കും മക്കളുടെ ബസ് വരും, അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവരെ കൊടുത്തുവിടും. അത് കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ ഞാൻ കോളേജിൽ പോകും. 4 മണിയാകുമ്പോൾ വരും. അവർ വരുമ്പോഴേക്കും വരും. അത് ഞാൻ അവർക്ക് എല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ട്യൂഷൻ എടുത്തിരുന്ന ആ സമയത്ത് ഒരു 5 മണിയാകുമ്പോൾ ട്യൂഷൻ പിള്ളേർ വരും. അങ്ങനെ 8 മണിയാകുമ്പോൾ ട്യൂഷൻ തീരും. അതിൽ ട്യൂഷൻ എടുക്കുന്നത് ഇത് എന്ന് വെച്ചാൽ മക്കളെ പഠിപ്പിക്കണം, അപ്പൊ ആ കൂട്ടത്തിൽ മറ്റുള്ളവരെയും പഠിപ്പിക്കാം. അങ്ങനെ 8 മണി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പോവും. അപ്പൊ പിന്നെ അവർക്കുള്ള ഭക്ഷണം വെക്കും. ഇങ്ങനെ 2 വർഷം നീങ്ങി. അപ്പൊ ഈ 2 വർഷത്തിനുള്ളിൽ വെക്കേഷൻ കിട്ടുമ്പോൾ അങ്ങോട്ട് പോവും, വെക്കേഷൻ അവൾ ഇങ്ങോട്ട് വരും. ഇങ്ങനെ 2 വർഷം ഇങ്ങനെ വലിയ തിരക്കിലാണ്ട് പോയി. ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞാനും മാളും എൻ്റെ മോളും കൂടിയിട്ട് അവിടെ പോയിപ്പോ അന്ന് വന്ന ഒരു പാസ്റ്റർ എൻ്റെ ആ സഭയ്ക്ക് മുമ്പാകെ എൻ്റെ മോളെ എണീപ്പിച്ച് നിർത്തിയിട്ട് പ്രവചനം പറഞ്ഞു. അതായത് മാളിനെ നോക്കി പറഞ്ഞു, നീ വലിയൊരു ഡോക്ടറാവും, നിനക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 5ന്റെ പൈസ ചെലവാക്കേണ്ടി വരില്ല, അതിനും ദൈവം വഴി തുറക്കും. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രവചനം അത് നടന്നപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് സഭയ്ക്ക് മുമ്പാകെ എൻ്റെ മോളെ മാത്രം എണീപ്പിച്ച് നിർത്തി അവളോട് ചൂണ്ടി പറഞ്ഞതാണ്, അത് നീ ഡോക്ടറാവും, പഠിക്കാൻ വേണ്ട സകലവിധ സാമ്പത്തിക സഹായങ്ങളും ദൈവം ചെയ്തിരുന്നു പറഞ്ഞിട്ട്. അത് പിന്നീട് അതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. അപ്പോ ഈ 2016 ഞാൻ ബൈബിൾ കോളേജിൽ ചേർന്നു, മക്കൾ കൂടെ ചേർത്തി. ആ സമയത്ത് എൻ്റെ അച്ഛൻ മരിക്കാൻ ഇടവന്നു. അച്ഛന് വലിയ ബുദ്ധിമുട്ടും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കട്ടിൽ വന്ന് വീണ് തുടയത്തെ എല്ലിന് പൊട്ടി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെ മരിച്ചു. അതൊരു ശനിയാഴ്ച ദിവസമായിരുന്നു മരിച്ചത്. അപ്പോ ഒരു 4 മണി സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ബോഡിയൊക്കെ എടുക്കാനും കൊണ്ടുവരാനൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ വൈഫ് സൗദിയിലാണല്ലോ, അപ്പൊ മക്കളെ കൊണ്ട് ഞാൻ അവിടെ ചെന്നു. അങ്ങനെ സാറ്റർഡേ ആണ്. അപ്പോൾ ഡെഡ് ബോഡി വീട്ടിലേക്ക് തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ വന്നു കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഏകദേശം 11 മണിയുണ്ട് രാത്രി. അപ്പൊ ആരും എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയാ, നീ യേശുവിൽ വിശ്വസിക്കുന്നില്ലേ, നിനക്ക് എങ്ങനെ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യാം, നാളെ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ അറിയാലോ, ഹൈന്ദവ ആചാരപ്രകാരം ഒത്തിരി കർമ്മങ്ങളുണ്ട്. അപ്പോ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്തു ചെയ്യും? ചോദിക്കാൻ ആരുമില്ല, ആരോട് ചോദിക്കും? അവിടെ ഒരു മൊത്തം ഹിന്ദുക്കളല്ലേ. അപ്പോ ഒന്ന് ഓർക്കണമേ, നമ്മൾ പരീക്ഷയിൽ വരുമ്പോണ്ടല്ലോ ഒറ്റപ്പെട്ടു പോവും. ദൈവം എപ്പ പരീക്ഷയിൽ ഇടുന്നു അന്നൊക്കെ ഒറ്റപ്പെട്ടു പോകും. ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവും കിട്ടത്തില്ല. ഒരു ചൊല്ലല്ലോ, ടീച്ചർ വിൽ ബി സൈലന്റ് ഡ്യൂറിങ് ദ എക്സാം. ഇപ്പൊ സ്കൂളിലും കോളേജിലും പരീക്ഷ എഴുതുന്ന സമയത്ത് ടീച്ചർമാർ ഒരു ഉത്തരം പറഞ്ഞില്ലേ ചോദിച്ചാൽ സൈലന്റ് ആയിരിക്കും. അതുപോലെ തന്നെയാ ദൈവം നമ്മളെ പരീക്ഷയിൽ ഇടുമ്പോ ദൈവം എത്ര പ്രാർത്ഥിച്ചാലും ഒന്നും കിട്ടത്തില്ല ഉത്തരം, സൈലന്റ് ആയിരിക്കും. എൻ്റെ അവസ്ഥ അതായിരുന്നു. ഇത്രയും വലിയൊരു എൻ്റെ മുമ്പിൽ ഒരു ചോദ്യം ഇട്ട് തന്നു. ദൈവം എപ്പോഴും ചെയ്യാൻ പറയില്ല, ചെയ്യണ്ടെന്നും പറയില്ല. ദൈവം ചോദ്യം നിനക്ക് ചെയ്യാമോ അല്ലെങ്കിൽ ചെയ്യണ്ടേ എന്ന് ചോദിക്കുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? തീരുമാനം എടുക്കേണ്ടത് നാമ, ദൈവം നമുക്ക് വേണ്ടി തീരുമാനം എടുക്കത്തില്ല. അങ്ങനെ ദൈവം ചോദിച്ചു, നിനക്ക് അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഞാൻ പ്രശ്നത്തില്ല, ഇതെന്തു ചെയ്യും? ഇനി എങ്ങനെ എന്ത് പറയാ, ആരോട് ചോദിക്കും?
ആരെയും ചോദിച്ച ഉത്തരം പറയും. ഞാൻ അവിടെ ഇരുന്നു, ധൈര്യം ഉണ്ട്, അത് ആരോടെങ്കിലും പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്, അതുമില്ല. അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം ഇരുന്നപ്പോ എവിടുന്നോ ഒരു ധൈര്യം വന്നു എനിക്ക്. ഞാൻ ചെന്ന് എന്റെ ചേട്ടൻ അവിടെ ഉണ്ട്, ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ നാളെ അച്ഛന്റെ കർമ്മങ്ങൾക്ക് ഞാൻ ഉണ്ടാവില്ല. അത് പറഞ്ഞോട് കൂടിയിട്ട് എന്റെ ഉള്ളൊന്ന് ശാന്തമായി. പക്ഷെ ഞാൻ വലിയൊരു ബോംബാ കൊണ്ടിട്ടെന്ന് പിന്നെ മനസ്സിലായി. ഞാൻ ചെന്ന് വീട്ടിൽ നിന്ന് പോയിക്കോ, നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ രാത്രി 1 മണി സമയത്ത് ഞാൻ എൻ്റെ മക്കളെയും എടുത്ത് ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശ്ശൂർക്ക് വരാം. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, റോട്ടില് ആരുമില്ല, ഒന്നില് ഇങ്ങനെ ശ്മശാന മൂകതയിൽ കിടക്കുന്ന റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ ഞാൻ ഒരു ശബ്ദം കേട്ട. രണ്ടാമതൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദം ഇതാ പറഞ്ഞത്, മരിച്ചവർ അടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കാമോ. ഈ ശബ്ദം ഞാൻ കേട്ടതോട് കൂടിയിട്ട് ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും നേരം ഞാൻ കരഞ്ഞുകൊണ്ട് പോവായിരുന്നു. എന്തുകൊണ്ടൊക്കെ കരഞ്ഞു? ഒന്ന് അച്ഛൻ മരിച്ചു, 2 വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ദുഃഖത്തിൽ കരഞ്ഞു വരുമ്പോ ഈ ശബ്ദം കേട്ടോട് കൂടിയിട്ട് എന്റെ ദുഃഖമെല്ലാം മാറി. ഞാൻ സന്തോഷപൂർവ്വം വീട്ടിലെത്തി, ഇവിടെ ഫ്ലാറ്റിലെത്തി, അവിടെ കിടന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ കാലത്തിട്ട് ഞങ്ങളുടെ ചർച്ചിൽ പോയി. ഞാൻ അവിടെ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ അവിടെ എൻ്റെ അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ. അപ്പൊ അതോട് കൂടിയിട്ട് പ്രശ്നങ്ങൾ തീർന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, പ്രശ്നം അവിടെ തുടങ്ങിയുള്ളൂ. അവിടുന്ന് എന്താ വെച്ച് കഴിഞ്ഞാല്, ആ ഇട്ട ബോംബ് പൊട്ടിയിട്ട് അതിന്റെ പ്രതിഫലനങ്ങൾ ഭീകരമായിരുന്നു. അതോട് കൂടിയിട്ട് സകല ബന്ധങ്ങളും മുറിഞ്ഞു. ഇന്നും മുറിഞ്ഞു കിടക്കുക. വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കും എന്നല്ലാതെ അവരുടെ സൈഡിൽ എത്തുമ്പോൾ അവര് ശരിയാ, അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവര് തെറ്റൊന്നുമില്ല, അവര് ശരിയാണ്. എന്നുവെച്ചാൽ അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാത്തവൻ ഞങ്ങളുടെ മകൻ, എന്റെ ചേട്ടനല്ല, എന്റെ അനിയനല്ല, അമ്മ. അപ്പൊ ശരിയാണ്, അവരുടെ സൈഡിൽ നോക്കുമ്പോൾ അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ അവര് യേശുവിനെ അറിയുമ്പോൾ അന്ന് അവർ തിരിച്ചറിയും ഞാൻ ചെയ്തത് ശരിയായിരുന്നു എന്ന്. അത് ദൈവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുക. ദൈവം അവരെ വിളിച്ച നന്നായി, അല്ലാതെ എന്ത് പറയാനാ. അങ്ങനെ 2018 കോഴ്സ് കഴിഞ്ഞു. ആ സമയത്താണ് പ്രിയ അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് വന്നു. ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ലോൺ എല്ലാം തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ, എൻ്റെ കൂടെ പഠിച്ചൊരു ആത്മീയ സുഹൃത്ത് പൗലോസ് പാസ്റ്റർ, ഇന്നിവിടെ IPC പാസ്റ്ററാണ്. അവൻ്റെ മരുമകൻ ഉദയ്പൂരുണ്ട്. അപ്പൊ ഈ ഉദയ്പൂർക്ക് ഇവിടെ നിന്നാണ് എൻ്റെ വിളി തുടങ്ങുന്നത്. ഇവിടുന്ന്, അതായത് ക്രിസ്തീയ ജേണി തുടങ്ങുന്നത് ഈ കോളേജിൽ പഠിച്ചതിന് ശേഷം. പഠിച്ച ഉടനെ, അതായത് മെയില് പഠനമൊക്കെ കഴിഞ്ഞു. ഞാൻ പോകുന്നത് ഏകദേശം ഓഗസ്റ്റിലാവുന്നുണ്ട്. അപ്പൊ എൻ്റെ കൂട്ടുകാരൻ പൗലോസ് പാസ്റ്ററുടെ മരുമകനെ കാണാൻ വേണ്ടി ഉദയ്പൂർ ഒരാഴ്ചക്ക് വേണ്ടി പോയതാണ്. ഒരാഴ്ച ഉദയ്പൂർ ചെന്നു. ജിനോയ് പാസ്റ്റർ എന്നാ പേര്. ഇന്ന് ആ ജിനോയ് പാസ്റ്റർ ജബൽപൂരിലെ IPC സഭയുടെ പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ജിനോയ് പാസ്റ്റർ അടുത്ത് പോയി ഒരാഴ്ച. അപ്പൊ അന്ന് ജിനോയ് പാസ്റ്റർ എന്നെ ഒരു ആദിവാസികളുടെ ഇടയിൽ പ്രസംഗിക്കാനൊക്കെ കൊണ്ടുപോയി. അന്ന് ഞാൻ ആദ്യമായിട്ട് ഹിന്ദിയിൽ ഞാൻ അന്ന് പ്രസംഗിച്ചു. അന്ന് ജിനോയ് പാസ്റ്ററിനോട് ഗംഗാരമ്പയുടെ ഗംഗാരമ്പഴ പ്രസംഗിച്ചാക്കണം. ഞാൻ പറഞ്ഞു, എന്റെ പാസ്റ്ററെ എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അപ്പൊ നീ ബോംബെയിലുണ്ടായിരുന്നല്ലോ, എനിക്ക് അറിയില്ലേ. പക്ഷെ ഞാൻ പറഞ്ഞു, ആ ഹിന്ദി വേറെയാ. അപ്പൊ എനിക്ക് ജിനോയ് പാസ്റ്ററുടെ വൈഫിന്റെ ഹിന്ദി ബൈബിൾ എന്റെ കയ്യിൽ തന്നിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞു. അന്നൊരു എനിക്ക് വേണമെങ്കിൽ 20-25 മിനിറ്റ് എങ്ങനെയൊക്കെയോ പ്രസംഗിച്ചു. അതിൻ്റെ ഇടയിൽ കുറെ വാക്ക് ഞാൻ പാസ്റ്ററോട് ചോദിക്കുക, എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബപ്തിസ്മ എന്നുള്ളത് എനിക്കറിയില്ല. ഹിന്ദിയിലെ ബപ്തിസ്മ എന്നുള്ളത് നമ്മൾ സ്നാനം എന്ന് പറഞ്ഞിട്ട് സ്നാൻ കർണ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അങ്ങനെയുള്ള വേർഡ് വരുമ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിക്കുക. അങ്ങനെ തപ്പി ഒരു 10-25 മിനിറ്റ് പ്രസംഗിച്ച് നിർത്തി. അതിനുശേഷം അവിടെയുള്ള ഒരു ആദിവാസി പാസ്റ്ററുടെ വീട്ടിലേക്ക് അന്ന് പോയി. ആ പാസ്റ്ററുടെ മോള് വയ്യാണ്ടിരിക്കുക, പ്രാർത്ഥിക്കാൻ പോയി. തിരിച്ചു വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരികെ വന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള വേറൊരു പാസ്റ്റർ, ഞാൻ അന്ന് പരിചയപ്പെട്ട ഒരു പാസ്റ്റർ, ഒരു ആൽവിൻ പാസ്റ്റർ എന്ന് പറയും, ഇന്നാൾ തിരുവല്ലയിലുണ്ട്. ആൽവിൻ പാസ്റ്റർ വിളിച്ചു, വേങ്ങരമ്പയുടെ ഒരു പ്രയർ ട്രിപ്പിന് പോകുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് വെച്ചു. അതായത് ഉദയ്പൂർ ടു സിലിഗുരി വരെ ഒരു പ്രയർ ട്രിപ്പിന് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നീട് ഇവിടുന്ന് ഒറ്റയ്ക്ക് 1 മാസത്തിന് ശേഷം ഒറ്റയ്ക്ക് വീണ്ടും ഈ ജിനോയ് പാസ്റ്റർ അടുത്തേക്ക് ചെന്നു. ജിനോയ് പാസ്റ്റർ അവിടെ എത്തി. അന്ന് അവിടെ താമസം. അപ്പൊ ജിനോയ് പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, ഗംഗാരമ്പയുടെ ഒരു കാര്യം മനസ്സിലായോ, അന്ന് 1 മാസം മുന്നേ വന്നപ്പോ ഗംഗാധരമ്പഴ ഒരു പാസ്റ്ററുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചില്ലേ, ആ പാസ്റ്ററുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് നാട്ടുകാരൊക്കെ ആ പാസ്റ്ററുടെ വീടൊക്കെ തല്ലിപ്പൊളിച്ചു. പാസ്റ്റർ അവിടെ നിന്ന് ഓടിപ്പോയി. വിശ്വാസികളൊക്കെ ചിന്നിച്ചതറിപ്പോയി.
ഒരു വിവരം എനിക്ക് ആ ജിനോയ് പാസ്റ്റർ പറഞ്ഞു. ഞാൻ അന്ന് ഉദയ്പൂരിലെ സമയത്ത് അന്ന് രാത്രി വളരെ വിഷമിച്ചിങ്ങനെ കിടക്കുക. വളരെ വിഷമിച്ചിങ്ങനെ കിടക്കുമ്പോ രാത്രി സ്വപ്നത്തില് കർത്താവ് എൻ്റെ മുന്നിൽ വരിക. എൻ്റെ ഒരു എൻകൗണ്ടറാ, ഫസ്റ്റ് എൻകൗണ്ടർ. അപ്പൊ യേശു കർത്താവ് എൻ്റെ മുന്നിൽ വന്നിട്ട് എന്നോട് ചോദിക്കുക, മോനെ നീ എന്തിനാ ഇത്ര വിഷമിക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, ആ പാസ്റ്റർ മരിച്ചല്ലോ, ആ പാസ്റ്ററുടെ ഭാര്യ ആത്മഹത്യ ചെയ്തല്ലോ. അപ്പോ കർത്താവ് ചോദിച്ചു, അതിനെന്താ? അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, ആ പാസ്റ്റർ ഭാര്യ ആത്മഹത്യ ചെയ്തു, അപ്പൊ നരകത്തിൽ പോവും. അപ്പൊ കർത്താവ് പറഞ്ഞു, അത് ശരിയാ, അത് ആത്മഹത്യ ചെയ്തു, അവള് നരകത്തിലേക്കുള്ള വഴിയില്ല. അപ്പൊ എന്നെ കേൾക്കുന്നവര് ഒന്ന് ചിന്തിക്കണമേ, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരം അല്ല കേട്ടോ. ആത്മഹത്യ വെച്ചാൽ ആത്മാവിന്റെ കൊലപാതക. അപ്പൊ ഞാൻ എന്നെ തന്നെ മർഡർ ചെയ്യണതാ. അപ്പൊ ആത്മഹത്യ ചെയ്ത ഡയറക്റ്റ് എൻട്രി ഇൻ ടു ഹെൽ, നരകത്തിലേക്കുള്ള ഡയറക്റ്റ് എൻട്രിയാ നരകത്തിലേക്ക്. അപ്പോ കർത്താവിനാൽ സാധിക്കാത്തൊരു കാര്യമില്ല. അപ്പൊ കർത്താവിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുക, അതാ വേണ്ടത്. അപ്പൊ കർത്താവ് പറഞ്ഞു, യെസ്, അതങ്ങനെ തന്നെയാ, അവള് നരകത്തിലേക്കുള്ള വഴിയില്ല. അപ്പൊ എന്നോട് കർത്താവ് ചോദിച്ചു, എന്തേ അവള് മരിക്കാൻ കാരണം? അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, ഒരുപക്ഷെ വചനം അറിയില്ലായിരിക്കാം. അപ്പൊ കർത്താവ് പറയാം, ആ യെസ്, അവൾക്ക് വചനം അറിയില്ലായിരുന്നു. അപ്പൊ കർത്താവ് പിന്നെ എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവളുടെ ഭർത്താവായ പാസ്റ്റർക്ക് വചനം അറിയുമായിരിക്കുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർക്ക് വചനം അറിയില്ലായിരിക്കാം, അറിയുമായിരുന്നെങ്കിൽ വൈഫിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ കർത്താവ് പറയാം, യെസ്, അപ്പൊ പാസ്റ്റർക്കും വചനം അറിയില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് എനിക്ക്, പാസ്റ്റർ എങ്ങോട്ട് മരിച്ചാ? ഞാൻ പറഞ്ഞു, അതും നരകത്തിലേക്കാവും. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള വിശ്വാസികളുടെ ഗതിയോ? അവരും നരകത്തിലേക്കായിരിക്കും. അപ്പൊ കർത്താവിനോട് പറയാം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്നോട് പറഞ്ഞത്, അടുത്ത വാക്യം, എന്റെ വരവ് അടുത്തിരിക്കുക, നീ ചെന്ന് വിശ്വാസികളെ എൻ്റെ വരവിനായിട്ട് തയ്യാറാക്ക്, അതാ നിന്റെ ജോലി. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആരെയും അറിയത്തില്ല, എവിടെ പോവും? ഞാൻ ഈ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച എൻ്റെ സാറന്മാരെ അല്ലാതെ ഒരു പാസ്റ്റർമാരെയും ഞാൻ അറിയത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കാരണം ആരും അറിയത്തില്ല. ഞാൻ കർത്താവ്, ഞാൻ അറിയത്തില്ല ആരെയും. കർത്താവ് പറഞ്ഞു, അത് വിഷമിക്കണ്ട, എൻ്റെ ദൂതന്മാരെ നിന്റെ മുന്നേ പോകും, അവര് നിനക്ക് വേണ്ടി വഴിയൊരുക്കി തരുന്നു. കർത്താവ്, എൻ്റെ ഭാഷ, എനിക്ക് ഏത് ഭാഷയിൽ ഞാൻ പ്രസംഗിക്കും. അപ്പൊ കർത്താവ് എന്നോടൊരു കാര്യം പറയാ, ഞാൻ നിന്നെ, നീ എന്നെ അറിയാത്ത സമയത്ത് ഞാൻ നിന്നെ 11 വർഷം ഞാൻ ട്രെയിനിങ്ങിനായി അയച്ചതാ, ഈ ഭാഷ പഠിക്കാൻ. അന്ന് നിന്നെ ബോംബെയിൽ കൊണ്ടിട്ട് നിന്നെ ഭാഷ പഠിപ്പിച്ച് നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനാണ്. അന്നാണ് ഞാൻ അതുവരെയും വിചാരിച്ചിരുന്ന, എൻ്റെ പാസ്റ്ററെ, എൻ്റെ 11 വർഷം വേസ്റ്റ് ആയിരുന്നു എന്നാണ്. അന്ന് കർത്താവ് എന്നോട് നേരിട്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്ന് ഞാൻ ആകെ നേടിയത് ഹിന്ദി ഭാഷയാണ്, വേറൊന്നും ഞാൻ നേടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചു, ഞാൻ നിന്നെ പഠിപ്പിച്ചെടുത്ത ഹിന്ദിയെ നിനക്ക് അത് മതി. അങ്ങനെ വീണ്ടും കുറെ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. എല്ലാം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിന്റെ വരവ്, ഇത് എന്നോട് 2018 പറഞ്ഞതാണ്. അത് കർത്താവിനോട് ഞാൻ എൻ്റെ വരവ് അടുത്തിരിക്കുക. ഇന്നിപ്പോ 19, 20, 21, 22, 23, 24, 25, 7 വർഷം കഴിഞ്ഞു. അപ്പൊ 7 വർഷം കൂടി അടുത്തിരിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാം, കർത്താവിന്റെ വരവ് അത്രത്തോളം അടുത്തിരിക്കുക. അപ്പൊ എൻ്റെ അവസാനം എങ്ങനെയാണെന്ന് വരെ അന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നതാ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അന്ന് കർത്താവ് പറഞ്ഞു തന്നു. അങ്ങനെ കർത്താവ് പറഞ്ഞു, എൻ്റെ ദൂതൻ നിന്റെ മുന്നിൽ പോകും, നീ അവന്റെ പിന്നാലെ നടന്നാൽ മതി. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ കർത്താവിനെ അന്ന് ആ രാത്രി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവേ, നീ എന്നെ എവിടേക്ക് അയച്ചാലും ഞാൻ പോവാം. അതായത് പാകിസ്ഥാനിലായാലും സിറിയയിലായാലും അഫ്ഗാനിസ്ഥാൻ എവിടെ അയച്ചോ ഞാൻ പൊക്കോളാം, എൻ്റെ കുടുംബത്തെ നോക്കിയാൽ മതി. അങ്ങനെ അന്ന് ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ നിന്ന് എനിക്ക് വേണ്ട വിളി തമ്പുരാൻ നേരിട്ട് തന്നു. അന്ന് എന്നിട്ടാണ് ഈ സിലിഗുരി വരെയുള്ള പ്രയർ ട്രിപ്പിന് പോകുന്നത്. ആ പ്രയർ ട്രിപ്പില് പോകുന്ന പോക്കില് ഞങ്ങൾ ബീഹാറിൽ വന്നപ്പോ, അന്ന് അവിടെ ഒരു 40 days ഉപവാസ പ്രാർത്ഥന ബീഹാറിൽ നടക്കുക. ഒരു ജോബി പാസ്റ്ററുടെ നളന്ദ എന്ന് പറയുന്ന സ്ഥലത്ത് ജോബി പാസ്റ്ററുടെ ചർച്ചിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി 2 ദിവസം അവിടെ താമസിച്ചു. അവിടെ അന്നും ഞാൻ അവിടെ പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടി. അങ്ങനെ ജോബി പാസ്റ്ററായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ തൃശ്ശൂർക്കാരനാണ്.
അങ്ങനെ പരിചയപ്പെട്ട് സിലിഗുരി പോയി തിരിച്ച് ഞങ്ങള് ഉദയ്പൂർ വന്നിട്ട് പിന്നെ നാട്ടിലേക്ക് വന്നു. അങ്ങനെ അപ്പൊ ഈ മനസ്സിലെ കർത്താവിന്റെ വിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ കർത്താവ് പറഞ്ഞു, വഴി നിനക്ക് ഞാൻ തുറന്നു തരാം. അപ്പൊ ഈ ജോബി പാസ്റ്ററെ കണ്ടത് ഓർമ്മയുണ്ട്. ജോബി പാസ്റ്റർ നമ്പർ തന്നിട്ടായിരുന്നു. അപ്പൊ ജോബി പാസ്റ്റർ ഫോണിൽ വിളിച്ചു. ജോബി പാസ്റ്റർ പറഞ്ഞു, അപ്പൊ ജോബി പാസ്റ്റർ പറഞ്ഞു, ഞാൻ ജോബി പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ട്, എനിക്ക് വചനം പഠിപ്പിക്കാൻ വരണമെന്നുണ്ടെന്ന്. അങ്ങനെ അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ ഇതിന്റെ ഡയറക്ടറെ നമ്പർ തരാം, നീ ഒന്ന് വിളിക്ക്. അയാളുടെ പേര് ഡോക്ടർ എബി മാത്യു എന്നാണ് പറഞ്ഞു. അങ്ങനെ എനിക്ക് നമ്പർ തന്നു. ഞാൻ അന്ന് എബി ബ്രദറിനെ വിളിച്ചു. എബി ബ്രദർ ഒരു കാര്യം എന്നോട് പറഞ്ഞോളൂ, വന്നോ, ആൾക്കാരൊന്നും അധികം ഉണ്ടാവില്ല, ഒരാളായാലും പഠിപ്പിച്ചേക്കണം. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ 2019 ഈ 2018 ഒക്ടോബർ നവംബറിലാണ് ഈ പ്രയർ ട്രിപ്പ് പോകുന്നത്. 2019 ഫെബ്രുവരിയില് ആദ്യത്തെ മിഷൻ ട്രിപ്പ് ട്രെയിനിൽ പോവാ. അപ്പോ അന്ന് ബീഹാറിൽ ജമ്മുവിൽ ചെന്നിറങ്ങി. അങ്ങനെ ഒരു മാസം അവിടെ നിന്ന് വിവിധ ചർച്ചകളിൽ വചനം പഠിപ്പിച്ചു. അപ്പൊ ഈ വചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാലോ, എല്ലാ സിലബസും കർത്താവായിട്ട് തന്നേക്കണതാ. ഈ 3 ദിവസത്തെ ഞാൻ ഇങ്ങനെ 3 ദിവസം ക്ലാസ്, ഒരു 3 മണിക്കൂർ ക്ലാസ് ഒരു ദിവസം, അങ്ങനെ 3 ദിവസം, അതായത് ടോട്ടൽ 9-10 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. അതിൽ മെയിനായിട്ട് കർത്താവിന്റെ വരവും നിത്യജീവനെയും കുറിച്ചും. അപ്പൊ നിത്യജീവൻ എന്ന് പറയുമ്പോൾ പാപത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും അങ്ങനെ ഒരുവിധം ഫണ്ടമെന്റൽസ് എല്ലാം അതിൽ കയറി വരും. അങ്ങനെ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ബാക്ക് പെയിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ബാക്ക് പെയിന്റെ പ്രശ്നമുള്ള കാരണം എനിക്കധികം ലഗേജ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അത് ഈ കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് കളിച്ച് നടന്ന കാരണം അങ്ങനെ കിട്ടിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ അന്ന് ഫസ്റ്റ് തവണ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടി. പ്ലാറ്റ്ഫോം കയറി ഇറങ്ങാനും അതുപോലെ നടക്കാനും ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പൊ ഈ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ കർത്താവെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഒന്നിലും നീ എന്റെ ഈ അസുഖം മാറ്റിത്താ, നീ എനിക്ക് ഒത്തിരി ഉപകാരം ചെയ്തേക്കുന്നത്, എന്റെ ഈ അസുഖം, ഈ ബാക്ക് പെയിൻ മാറ്റി തന്നോട്, ലഗേജ് എനിക്ക് എടുത്ത് നടക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അതായത് ഇപ്പൊ കുടുംബമായിട്ടൊക്കെ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകാൻ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്ഥലത്ത് ഇരിക്കും, അധികം നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ പോയി വാങ്ങിച്ചു വന്നോ, അവസാനം ഞാൻ വരാമെന്ന്. ഒരു 15 മിനിറ്റ് കൂടുതൽ നടന്നാലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോ അങ്ങനെ വന്നപ്പോ കർത്താവ് ഇതും മാറ്റിത്തരാൻ പറഞ്ഞപ്പോ കർത്താവ് എന്നോട് പറഞ്ഞെന്ന് അറിയോ, നീ പോയി ഒരു ബൊലേറോ എടുത്തോളാം. അപ്പൊ ഇത് മാറ്റിത്തരാൻ പറഞ്ഞപ്പോൾ സൈലന്റ് ആയിരുന്നു. അതിന്റെ അർത്ഥം അത് മാറില്ല, അതിന്റെ കൂട്ടത്തിലുണ്ട്, ഇന്നുണ്ട്. ബാക്ക് പെയിൻ മാറിയിട്ടില്ല, ഇന്നുണ്ട്. അത് ഈ പൗലോസിന് ശൂലം കൊടുത്ത പോലെയാ. നമ്മൾ ചിലപ്പോൾ പ്രസംഗിച്ചിട്ടൊക്കെ കുറച്ച് കൂടുതൽ വിടുതലും കുറച്ച് സൗഖ്യമൊക്കെ നടന്നു കഴിഞ്ഞാൽ കുറച്ചൊരു അഹങ്കാരം കയറുമ്പോൾ ഒരു കുത്ത് എനിക്കും കിട്ടാറുണ്ട്. അപ്പൊ പിന്നെ 2 ദിവസം അവിടെ കിടക്കും. പിന്നെ നമ്മള് ദൈവസന്നിധിയിൽ മാപ്പൊക്കെ പറഞ്ഞ് പിന്നെ മാനസാന്തരപ്പെട്ട് വരുമ്പോ പിന്നെ ശരി. അങ്ങനെ കർത്താവ് പറഞ്ഞ ബൊലേറോ എടുത്തോളാം. അപ്പൊ ഞങ്ങള് എല്ലാം അവസാനിപ്പിച്ച് വന്നേക്കുന്ന സമയാ. ഒറ്റ പൈസയില്ല കയ്യില്. ഈ 55 ലക്ഷം കടക്ക് ദൈവം വീട്ടിൽ തന്നിരിക്കുന്ന സമയല്ലേ. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെ ബൊലേറോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ചു കർത്താവാണോ പറഞ്ഞു? ഞാൻ പറഞ്ഞു അതെ, അന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അന്ന് എന്നോട് പലരും വേണ്ട എന്നൊക്കെ പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ ലോൺ അടയ്ക്കണ്ടേ, 15,000 രൂപ വേണം മാസം, എവിടെ നിന്ന് അടയ്ക്കാനാ? എന്നാലും എന്റെ വിശ്വാസം, ഞാൻ പോയി എടുത്തു. 2019 മാർച്ചിൽ ഞാൻ ബൊലേറോ എടുത്തു. മാർച്ച് 28-ാം തീയതി ഞാൻ ബൊലേറോ കൊണ്ട് ആദ്യം യാത്ര ചെയ്യാൻ ബീഹാറിലേക്ക്, ഒറ്റയ്ക്ക്. അല്ല, അന്ന് ഒരു പയ്യനും കൂടി ഉണ്ട് കൂടെ. അവിടെ ചെന്ന് ഞാൻ ഒരു വ്യക്തിയോട് ഇങ്ങനെ ഈ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി എന്നോട് പറയാൻ, ഞാൻ പറയണേ EMI എത്രയാ വരിക? ഞാൻ പറഞ്ഞു 14,000 ചില്ലാൻ രൂപ. അതിന് EMI ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി എനിക്ക് 5 വർഷത്തോളം എനിക്ക് EMI അടച്ചു എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഒരു EMI പോലും ഞാൻ ആ വണ്ടി അടച്ചിട്ടില്ല. കംപ്ലീറ്റ് EMI ആ ഒരൊറ്റ വ്യക്തി എനിക്ക് 5 വർഷം അടച്ചത് ആ ബൊലേറോന്റെ. അപ്പൊ നോക്കിയേ, ദൈവം നമുക്ക് ചെയ്തു. ദൈവത്തിന് മുന്നിൽ നാം അവൈലബിൾ ആയാൽ മതി. പലപ്പോഴും നാം ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കും. അങ്ങനെയല്ല, ദൈവത്തിന്റെ മുന്നിൽ നാം അവൈലബിൾ ആയാൽ മതി. നീ ഒരു സ്റ്റെപ്പ് എടുക്ക്, ദൈവം നിന്റെ അടുത്തേക്ക് 2 സ്റ്റെപ്പ് എടുക്കും. ദൈവം ചെയ്താൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കാതെ നീയായിട്ട് മുന്നിട്ടിറങ്ങിക്കോ, ദൈവം നിന്നോട് അടുത്ത് വരും. അപ്പൊ കാശ് പണം വന്നാൽ വണ്ടി എടുക്കാന്നല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞു വണ്ടി എടുക്കാൻ, ഞാൻ പോയി വണ്ടി എടുത്തു. അപ്പൊ ദൈവം അതിനുള്ള വഴി ഒരുക്കി തരിക ചെയ്യുന്നു. അങ്ങനെ അന്ന് തുടങ്ങിയ ആ യാത്രയാ. അതിന് ശേഷം എനിക്ക് വേണം 18-19 തവണ വണ്ടിയിൽ യാത്ര ചെയ്തു. പലപ്പോഴും ഒറ്റയ്ക്കുള്ള യാത്രയാ.
പലപ്പോഴും ഒറ്റയ്ക്ക് ഇവിടുന്ന് 3000 നേപ്പാളിൽ വരെ വണ്ടിയിൽ പോയിട്ടുണ്ട്. 3000 ഒക്കെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകും. അതിലൊക്കെ അത് പ്രത്യേക ഒരു കൃപയാട്ടാണ്. ഇപ്പൊ വൈഫ് ഹൗസ് ആലപ്പുഴയിലാണ്. വൈഫ് ഹൗസിൽ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് മടിയാണ്, വണ്ടി ഓടിച്ച് പോകാന്ന് പറഞ്ഞാൽ മടിയാണ്. പക്ഷെ ഇപ്പൊ ബീഹാറിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങാൻ തയ്യാറാണ്. അത് വലിയൊരു കൃപ തന്നേക്കണതാണ്. അപ്പോ അന്ന് ആദ്യമൊക്കെ 2019 മുമ്പ് വഴിയൊക്കെ ഒത്തിരി മോശം വഴികളാണ്, വഴി ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള സ്ഥലത്തെ കൂടെ പോയി ഇന്നൊക്കെ വഴിയൊക്കെ 4 ലൈനാണ്. അപ്പോ അങ്ങനെ ദൈവം പതിയെ 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 ഈ ആത്മീകമായിട്ട് ഉയർത്തി കൊണ്ടുവന്നു. ഒത്തിരി കൃപാവരങ്ങൾ തന്നു. എനിക്ക് ഹീലിംഗ് മിനിസ്ട്രി ഉള്ളതാണ്. അങ്ങനെ ഒത്തിരി വിടുതലുകൾ നടക്കും. അങ്ങനെ പതിയെ 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 ദൈവം ഇങ്ങനെ വഴികളെ തുറന്നു തന്നു. UP-യിലെ, ബീഹാർ, നേപ്പാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഇവിടെ എല്ലാം കടന്നു ചെന്ന് ഓരോ അവിടെ ഗ്രാമങ്ങളിൽ ചിലപ്പോൾ വിശ്വാസിയുടെ വീട്ടിലായിരിക്കും, ചിലപ്പോൾ പാസ്റ്ററുടെ വീട്ടിലായിരിക്കും. അവിടെ താമസിച്ച് ചിലപ്പോൾ താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അവിടെയുള്ള പുറത്ത് ഓപ്പൺ എയറിൽ കിടക്കേണ്ടി വരും. അതായത് തണുപ്പായാലും ചൂടായാലും ഏത് അവസ്ഥയായാലും അങ്ങനെ അവിടെ നിന്ന് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവര് തരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് നിന്ന് ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഒട്ടനവധി ഈ മിനിസ്റ്റീരിയൽ ഫീൽഡില് ഒട്ടനവധി അനുഭവങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. ഒട്ടനവധി അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇത് സമയത്താണ് 2021 വന്നപ്പോ മാളുവിന്റെ അഡ്മിഷൻ വരുന്നത്, MBBS-ല് CMC-യിൽ 2021. അപ്പോ അവള് നീറ്റ് എഴുതി, നല്ല റാങ്ക് കിട്ടി. മിഷണറി കോട്ടയിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാനത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരു പാസ്റ്റർ, ഓസ്ട്രേലിയയിലുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, നേരം പറഞ്ഞ എത്ര ഫീസ് വരിക? ഞാൻ പറഞ്ഞു ഇത്ര ഫീസ് വരും. അപ്പൊ ആ ഫീസ് 5 വർഷത്തെ ഫീസ് ഞങ്ങൾ തരാട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളുടെ 5 വർഷത്തേക്കുള്ള ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും അങ്ങോട്ട് തരാമെന്ന്. അതിന്റെ വേറൊരു സുഹൃത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാണ്ട് ഫീസ് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഫീസ് ഓൾറെഡി ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നൊരു നിങ്ങൾക്ക് അവിടെ പോയി വരാൻ എപ്പോഴൊക്കെ പോകണമെന്നുണ്ടോ അപ്പോഴൊക്കെ പോയി വരാനുള്ള പൈസയും പുസ്തകത്തിന്റെ പൈസയും ഞങ്ങൾ തരാം. അപ്പൊ അഡ്മിഷൻ കിട്ടിയ ഉടനെ 5 വർഷത്തേക്ക് കംപ്ലീറ്റ് ദൈവം വഴി അവിടെ തുറന്നു വെച്ചു. അപ്പൊ അത് അന്ന് പ്രവചിച്ച പ്രവചനം ഉണ്ടല്ലോ, മാളുവിനെ എണീറ്റ് നിർത്തിച്ചിട്ട്, അതുപോലെ നടന്നു. അവളുടെ മുഴുവൻ കാര്യങ്ങളും ദൈവമായിട്ട് നടത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഈ ഇങ്ങനെയുള്ള യാത്രകളിൽ രാത്രികാലങ്ങളിലൊക്കെ തുടർമാനടി യാത്ര ചെയ്യും. ഞാൻ എവിടെ നിർത്തുന്നില്ല. ഉറക്കം വരുന്ന സമയത്ത് ഏതെങ്കിലും പെട്രോൾ പമ്പിൽ സൈഡാക്കിയിട്ട് അവിടെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ടോൾ ബൂത്തിന്റെ അവിടെ സൈഡാക്കും, എന്നിട്ട് വണ്ടിയിൽ കിടന്നുറങ്ങും. ഉണരുമ്പോ പിന്നെയും വണ്ടി എടുത്ത് ഓടിച്ചു പോകും. അപ്പൊ ഈ വണ്ടി കൊണ്ടുപോകുന്നത് എന്താ അറിയോ, ഈ ഇത്രയും ബാക്ക് പെയിൻ ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കാൻ ഒരു പ്രശ്നമില്ല. അതും കർത്താവ് തന്ന കൃപയാണ്. എത്രയോ വണ്ടി ഓടിച്ച് ഇവിടുന്ന് 2600 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇറങ്ങി ക്ലാസ്സിൽ കയറിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെന്നിറങ്ങിയ ഓട്ടം. എന്നാലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ ദൈവം അതുപോലെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുക. ദൈവത്തിന്റെ വേലയ്ക്ക് നടക്കുന്നത് കാരണോട്ടം. ഏത് സമയത്ത് ഞാൻ നിർത്തുന്നു അന്ന് പിന്നെയും പ്രശ്നം. അപ്പൊ ദൈവം എന്തിനാ വിളിച്ചിറക്കിയെന്ന് നല്ല ബോധ്യമുണ്ട്. നേരിട്ട് വിളിച്ചിറക്കണതാണ്. അങ്ങനെ ഒരിക്കൽ കുറെ ചില ഇൻസിഡൻസ് ഞാൻ പറയാം. ഒരിക്കൽ നാഗ്പൂർ വെച്ച് ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോവാം. നാഗ്പൂർ വെച്ചിട്ട് പുലർച്ചെ 3 മണിയായിട്ടുണ്ട്. അപ്പോ അവിടെ ടോൾ ബൂത്തിൽ അവിടെ സൈഡാക്കി കിടന്നുറങ്ങുക. അപ്പൊ ടോൾ ബൂത്തിൽ ഒത്തിരി ട്രക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് ബാക്കിലത്തെ ട്രക്കുകാരൻ ഹോൺ അടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ആൾക്ക് പോവാൻ വേണ്ടിയിട്ട് ഹോൺ അടിക്കാന്ന് പറഞ്ഞാൽ, ഞാൻ അപ്പൊ പെട്ടെന്ന് വണ്ടി എടുത്ത് മുന്നോട്ട് നീങ്ങിയപ്പോ 2-3 കല്ല് വന്ന് വീണു എന്റെ വണ്ടിയുടെ ബാക്കില്, ചില്ല് പൊട്ടി. അപ്പൊ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോ പിന്നെയും തുരുതുരാ കല്ല് വന്ന് വീണു. അപ്പൊ എനിക്ക് മനസ്സിലായി പന്തിയല്ല. ഞാൻ പിന്നെ വണ്ടി എടുത്ത് മുന്നോട്ട് നീങ്ങി. ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞിട്ടാ വണ്ടി നിർത്തി. അപ്പോഴേക്കും ബാക്കിലത്തെ ചില്ല് മൊത്തം പോയിണ്ടായിരുന്നു. അങ്ങനെ വണ്ടി നിർത്തി ഞാൻ ഈ സൈഡ് റിയർ മിററിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് കാണാം ക്വാർട്ടർ ഗ്ലാസിന്റെ ബീഡി മൊത്തം പൊളിഞ്ഞു കിടക്കുക. അപ്പോഴെനിക്ക് മനസ്സിലായത് ഒരു വ്യക്തി ഈ വണ്ടി ലൂട്ട് ചെയ്യാൻ നോക്കുകയായിരുന്നു. അത് ക്വാർട്ടർ ഗ്ലാസിന്റെ ബീഡിങ് എല്ലാം പൊളിച്ചിട്ട് ഉള്ളിലുള്ള സാധനങ്ങൾ എടുക്കാൻ. ഇത് കണ്ടുകൊണ്ടാണ് ട്രക്കുകാരൻ ഹോൺ അടിച്ചത്. അങ്ങനെ ഞാൻ വണ്ടി എടുത്തു വന്നപ്പോ അവന്റെ പരിശ്രമമൊക്കെ നിഷ്ഫലമായത് കണ്ടിട്ടാണ് അവൻ കല്ലെടുത്തെറിഞ്ഞത്.
അങ്ങനെ പിന്നെ ഒത്തിരി പിന്നെ റിവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ടാണ് പിന്നെ ചില്ല് മാറ്റിയിടാനൊക്കെ പറ്റിയത്. അങ്ങനെ അതോട് കൂടിയിട്ട് എനിക്ക് ആ വണ്ടി 5 വർഷം ഓടിച്ചു, 1.5 ലക്ഷം കിലോമീറ്റർ ഓടി കത്താൻ വേലയ്ക്ക് വേണ്ടിയിട്ട്. ഈ സംഭവത്തോട് കൂടിയിട്ട് എനിക്ക് ആ വണ്ടിയോട് ചെറിയൊരു എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് പോയി. അപ്പൊ ഞാൻ വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് വേറൊരു വണ്ടി എടുത്തു, സ്കോർപിയോ എടുത്തു. ഒന്നും കൂടി സ്കോർപിയോ, പുതിയ സ്കോർപിയോ എടുത്തു. ഇപ്പൊ അതിലാ യാത്ര. അപ്പൊ ഞാൻ ഇന്നലെ നോക്കിയപ്പോ നമ്മുടെ ഈ ഫാസ്ടാഗിന്റെ അക്കൗണ്ട്, ഫാസ്ടാഗ് ഏകദേശം ഒരു 5,000 രൂപ ടാക്സ് അങ്ങോട്ട് ടോള് കൊടുക്കണം, ഇങ്ങോട്ടൊരു 5,000 രൂപ. ഇന്നലെ നോക്കിയപ്പോ ഏകദേശം ഒരു 1,60,000 രൂപയോളം ടോട്ടലി ടോള് മാത്രം കൊടുത്തിട്ടുണ്ട് ഞാൻ ഗവൺമെന്റിന്. ഏകദേശം ഒരു 1,60,000-1,70,000 റേഞ്ചിൽ ടോള് മാത്രം ഈ ഇത്രയും നാൾ കൊണ്ട് ടോള് മാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് തമ്പുരാൻ വഴികൾ അതുപോലെ തുറക്കും. വേറെ വരുമാനം എന്താ വരുമാനം, പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കർത്താവ് ഇങ്ങനെ വഴികളെ തുറന്നുകൊണ്ടിരിക്കും. ഒരിക്കൽ മാളുവിന് എന്റെ മോൾക്ക് അവിടെ ജാർഖണ്ഡിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, 3rd ഇയറോ മറ്റോ 2nd ഇയർ. അപ്പൊ ജാർഖണ്ഡിൽ പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സമയത്ത് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ആ ക്ലാസ് ജാർഖണ്ഡിൽ തന്നെയായിരുന്നു. അപ്പൊ കഴിഞ്ഞ് ഒരുമിച്ച് ഞങ്ങൾ അവിടുന്ന് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒറീസയിലെത്തിയപ്പോ ട്രക്കിന്റെ ഭയങ്കര ക്യൂ ആ. അപ്പൊ ഏകദേശം രാത്രി ആവാറായി, ഒരു 7 മണി സമയം, 6 മണി 7 മണി. അപ്പൊ ഈ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒത്തിരി ക്യൂ ആ. അപ്പൊ ഒരു ബൈക്കിൽ ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ ഗ്ലാസ്സിന് പൊട്ടി. അപ്പൊ ഞാൻ ഗ്ലാസ് പതിയെ താക്കി. അപ്പൊ ഒറിയ ഭാഷയിൽ എന്നോട് എന്തൊക്കെയോ പറയണ്ടേ, എനിക്കൊന്നും മനസ്സിലാവില്ല. കുറെ കഴിഞ്ഞപ്പോ ആംഗ്യ ഭാഷ കൊണ്ട് മനസ്സിലായി അപ്പുറത്തൊരു വഴിയുണ്ട്, അതിൽ കൂടെ പോവാൻ പറയാണ് എന്നോട് പറയുന്നത്. ഞാൻ നോക്കുമ്പോ എന്നോട് പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഒരു ഇന്നോവക്കാരൻ ആ വഴി എന്ന് വെച്ചാൽ ഭയങ്കര താഴ്ചയുള്ളതാ, മണ്ണിട്ട് ഉയർത്തിക്കുന്നത്, അതിന്റെ അടിയിലേക്ക് ഇറങ്ങണം. അവൻ എങ്ങനെയൊക്കെയോ വണ്ടി ഇറക്കി അതിൽ മുന്നോട്ട് പോയി. ഇത് കണ്ടപ്പോ ഞാനും, വേറെ ആരും പോണില്ലേട്ടാ വഴി കൂടെ, ഞാൻ അവന്റെ പിന്നാലെ അവൻ പിന്നെ വളച്ചവിടേക്ക് പോയി. ഞാൻ പിന്നെ വഴിയൊന്നുമില്ല, ആ ഏതോ കാണുന്ന വഴി കൂടെ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ പോയി. പിന്നെ തിരിഞ്ഞിട്ട് ഈ ട്രാഫിക് ബ്ലോക്ക് എവിടെയാണോ തീരുന്നത് അവിടെ ഞാൻ ചെന്ന് കയറി. അപ്പോ ഇത് കേട്ടിട്ട് എന്റെ മോൾക്ക് ഭയങ്കര അത്ഭുതം. മോളോട് അച്ഛൻ അതെങ്ങനെ സംഭവിച്ചു? അതെ, ആ ബ്ലോക്കിൽ എടുക്കാൻ ചെയ്തപ്പോ രാത്രി മുഴുവൻ കിടന്നേനെ. പക്ഷെ ദൈവം അപ്പോ ഒരു ദൂതനെ അയച്ച് ഞങ്ങൾക്ക് വഴി അവിടെ തുറന്നു തന്നു. ഇന്നേ വരെ മേ ബി 1-2 തവണ അല്ലാതെ ഒരിക്കലും ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ടില്ല. ട്രാഫിക് ബ്ലോക്കൊക്കെ ഒത്തിരി ഉണ്ടാവും, പക്ഷെ ഞാൻ ചെല്ലുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ അതൊക്കെ മാറി എന്നെ കയറ്റി വിടും. അത് ദൈവം പറഞ്ഞ ആ വാക്കാ, ദൂതൻ നിന്റെ മുന്നിൽ നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്നത്. അത് അന്നും ഇന്നും എന്നും അങ്ങനെയാ. എവിടെ എന്തെല്ലാം ബ്ലോക്ക് ഉണ്ടായാലും നമ്മൾ ചെല്ലുമ്പോഴേക്കും അതൊക്കെ തീർന്നിട്ടുണ്ടാവും, അതിങ്ങനെ പോകും. അതുപോലെ ഈ ഗൂഗിൾ ഒത്തിരി വഴി തെറ്റിച്ചിട്ടുണ്ട്. ഗൂഗിള് ആദ്യകാലങ്ങളിലൊക്കെ ഗൂഗിൾ ഇട്ട് പോകുമ്പോ രാത്രികാലങ്ങളിലൊക്കെ ചിലപ്പോ ആന്ധ്രയിൽ കൂടെ പോകുമ്പോ ഒരിക്കൽ ഈ ഗൂഗിളൊക്കെ ഈ 2 വീലർ പോണ വഴി കൂടെയൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ആന്ധ്രയിലെ ഏതോ ഗ്രാമത്തിന്റെ ഉള്ളിൽ ചെന്ന് കയറി രാത്രി 2 മണി, ആരോട് ചോദിക്കും? അന്ന് ഒത്തിരി ബുദ്ധിമുട്ടി, ഏതി കോടി കയറ്റിയെടുത്ത് അവസാന ഹൈവേയിൽ ചെന്ന് കയറി. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നല്ലതും ചീത്തയായിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ പോകുമ്പോണ്ടല്ലോ, ഈ നേപ്പാള് ബീഹാറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചിൽഡ്രൻസ്, ഒത്തിരി പിള്ളേരുകൾ ഇങ്ങനെ പഠിക്കാൻ പറ്റാതെ കളിച്ചും ഇങ്ങനെ അവര് പകലായി കഴിഞ്ഞാൽ ഈ ചെറിയ പിള്ളേര് 4, 5, 6, 7, 8 വയസ്സുള്ള സ്കൂളിലൊന്നും പോവാതെ അവരിങ്ങനെ കിടന്ന് അവർ കളിച്ചും ചിരിച്ചും അവിടെ കിടന്ന് അവരുടെ ജീവിതം എന്താ പറയാ ഇങ്ങനെ വൃഥാവായിട്ട് കളയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ട് ഒത്തിരി ബുദ്ധിമുട്ടും. അത് ഈ ചിൽഡ്രൻസ് മിനിസ്ട്രി ഒക്കെ നടത്താൻ ഭയങ്കര ഓപ്പർച്യൂണിറ്റി അവിടെ. എത്രയോ ചിൽഡ്രൻസ് അവിടെ വഴിതെറ്റി പോകുന്നറിയോ? ഒരു പണിയില്ല. അതായത് ഇവർക്ക് ആടുകളെ നോക്കാൻ പോകും, അല്ലെങ്കിൽ എരുമേനെ മെക്കാൻ പോകും, അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കാൻ പോകും. പെൺകുട്ടികളാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് നോക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള അങ്ങനെ ഈ എഡ്യൂക്കേഷൻ ഇപ്പൊ നമ്മുടെ കേരളം ഇത്രത്തോളം സാക്ഷരത, ഇത്രത്തോളം സാമ്പത്തികമായി വരാനൊക്കെ കാരണം ഒന്ന് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ വന്നതോടുകൂടി ഇവിടുത്തെ സിസ്റ്റംസ് മാറിയത്. അതുപോലെ അവിടെ എഡ്യൂക്കേഷന്റെ ഒത്തിരി ആവശ്യകതയാണ്. ഈ ചിൽഡ്രൻസ് മിനിസ്റ്റർ ഒക്കെ നടത്താൻ ഭയങ്കര ഓപ്പർച്യൂണിറ്റി അവിടെ. അപ്പൊ അങ്ങനെയൊക്കെ ഈ ചിൽഡ്രൻസ് മിനിസ്ട്രിയിലൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഒത്തിരി ചാൻസാണ്. അവിടെ വചനം പഠിപ്പിക്കുവാൻ ഒത്തിരി ചാൻസാണ്. വചനം പഠിപ്പിക്കാൻ ആൾക്കാരില്ല അവിടെ. അപ്പോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരി ചാൻസ്.
പിന്നെ നമ്മളെ പോലത്തെ ഈ നമ്മുടെ ചർച്ചിൽ ഇവിടെ പോകുന്ന പോലത്തെ ആൾക്കാരൊന്നും ആയില്ല കേട്ടോ. അവിടെ ഈ ക്ലാസ്സിലൊക്കെ വന്നിരിക്കുമ്പോ ചിലപ്പോ ഒരു മേൽമുണ്ട് മാത്രം ലുങ്കിയും ചുറ്റി വന്നിരിക്കും. ഈ ലേഡീസൊക്കെ അധികവും നൈറ്റ് ഒക്കെ ഇട്ടിട്ടാ വന്നിരിക്കുക. അപ്പോ ഇങ്ങനെയുള്ളവരൊക്കെയാ അവിടെ നമ്മുടെ ഈ പക്ക പെന്തക്കോസ്റ്റൽ ഒരു ഡോക്ടറിന്, അതായത് ആഭരണം ഇടാൻ പാടില്ല, പൊട്ടുകുത്താൻ പാടില്ല, വളയിടാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കണ ഇതൊന്നല്ല. അപ്പോ നമ്മൾ അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ഇന്നും ചിന്തിക്കുകയാണ്, കർത്താവ് വരുമ്പോണ്ടല്ലോ, പലപ്പോഴും എനിക്ക് തോന്നുന്നതാ, കർത്താവ് വരുമ്പോ നോർത്ത് ഇന്ത്യ ഒത്തിരി കാര്യവും സൗത്ത് ഇന്ത്യ അതുപോലെ തന്നെ ഉണ്ടാവും ഇവിടെ ആൾക്കാർ. എന്നാൽ ഈ നോർത്ത് ഇന്ത്യയില് അവർ ഈ പാവപ്പെട്ടവരാണെങ്കിലും ഭയങ്കര വിശ്വാസികളാണ്. ചിലപ്പോ ഞാൻ എന്നെ തന്നെ പഴിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഒരു ജന്മന അന്ധനായ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാൻ, പാസ്റ്ററെ, ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്, ഹിന്ദിയിലാണ് പറഞ്ഞത്, എനിക്ക് കണ്ണ് കാണില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എപ്പോ തൊട്ട് ഞാൻ ജനിച്ചപ്പോ തൊട്ട് കണ്ണ് കാണില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കണ്ണ് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഉള്ളിൽ നിന്ന് പടഞ്ഞു. അങ്ങോരെ വിശ്വാസം അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ കണ്ണാണ്. പക്ഷെ എനിക്ക് അന്ന് ചെറിയ ഉള്ളിലൊരു അവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. പക്ഷെ അതുപോലെയാണ് അവിടെ ഉള്ളവരുടെ വിശ്വാസം. അവരൊരിക്കൽ കർത്താവിനെ അറിഞ്ഞ പിന്നെ വിട്ടുപോകത്തില്ല. അപ്പൊ ബാഹ്യമായ കാര്യങ്ങളില് ചിലപ്പോൾ പിന്നൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നല്ല ഡ്രസ്സ് ഉണ്ടാവില്ല, ചിലപ്പോ നൈറ്റ് ഇട്ട് വരും, ചിലപ്പോൾ എപ്പോഴും നൈറ്റ് ഇട്ട് വരും, അല്ലെങ്കിൽ ലുങ്കി എടുത്തു വരും. പക്ഷെ അവരുടെ ഉള്ളില് കർത്താവ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നാമൊക്കെ ഇന്നും ഈ പരീശന്മാരുടെ സ്വഭാവം വെച്ച് നടക്കുമ്പോൾ അവരൊക്കെ സത്യത്തിലെ ദൈവത്തിന് വേണ്ടി അതുപോലെ നിൽക്കുന്ന, അവരൊക്കെ ഈ വിധവയുടെ ചില്ലിക്കാശ് പോലെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴല്ലോ, അവര് ചിലപ്പോ എനിക്ക് 2 രൂപ 2ന്റെ കോയിനൊക്കെ പോക്കറ്റിലിട്ട് തരും. പിന്നെ എനിക്കൊക്കെ അവര് വലിയ നമ്മുടെ സഭയ്ക്ക് മുന്നാകെ ചിലപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പോൾ ഗിഫ്റ്റ് തരും. അപ്പൊ ഗിഫ്റ്റ് എന്തൊക്കെ തരുമോ? ചിലപ്പോൾ ഒരു ടവല് വാങ്ങിച്ച് നല്ല രീതിയിൽ ഒരു ഗിൽട്ടൊക്കെ വെച്ച് പൊതിഞ്ഞ് നമുക്ക് കൊണ്ടുവന്ന് തരും. ചിലപ്പോൾ ഒരു പേന, 5 രൂപയുടെ പേന, ഇതൊക്കെ സന്തോഷത്തോടു കൂടി വാങ്ങിക്കും. പക്ഷെ അതൊക്കെ ഉള്ളിൽ എൻ്റെ കണ്ണ് നിറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിധവയുടെ വെള്ളിക്കാശ് അവർക്ക് ഉള്ളതിൽ ബെസ്റ്റ് അവര് തരുന്നു. അവരെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ. പക്ഷേ അത് നമുക്ക് തരുമ്പോണ്ടല്ലോ, അത് കണ്ണു നിറഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ ഈ അച്ഛൻ മരിച്ചു. അപ്പൊ അന്ന് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത്, അത് എൻ്റെ ഒരു സെൽഫിഷ് പ്രയർ ആട്ടോ, ഞാൻ തുറന്നു പറയാം. അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവല്ലേ. ഉണ്ടായ എനിക്ക് വീണ്ടും പോണ്ടി വരും വീട്ടില്. അങ്ങനെ വരുമ്പോ പിന്നെ ഞാൻ കർമ്മം ചെയ്യില്ല, വീണ്ടും എന്നെ പുറത്താക്കും, വീണ്ടും ഞാൻ അപമാനിതനാകും. അതുകൊണ്ട് കർത്താവെ അങ്ങനെ സംഭവിക്കരുത്. ഞാൻ അവിടെ നോർത്തിലായിരിക്കുന്ന സമയത്ത് നടക്കും. ഇതെന്റെ ഒരു സെൽഫിഷ് പ്രാർത്ഥനയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഈ വർഷം 2025 ഫെബ്രുവരിയില് എൻ്റെ അമ്മ ഒത്തിരി വയ്യാണ്ടായി. അപ്പൊ ഇവിടെ എലൈറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ICUവിൽ അഡ്മിറ്റായി. ഡോക്ടർ പറഞ്ഞു മരിക്കാറായി, എല്ലാവരും അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ നാട്ടിലുണ്ട്. അപ്പൊ എനിക്ക് ഒത്തിരി വിഷമായി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകേണ്ടി വരും. ഞാൻ കർത്താവേ, ഞാൻ മാർച്ച് മാസം എന്നിന് 13-ാം തീയതി മറ്റോ ഞാൻ പോവുക, അതുവരെ പിടിച്ചു നിർത്തണം. ഇങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞു. എന്റെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനത്തെയാ, ഞാൻ നേരിട്ട് ഇങ്ങനെ പറയാ ചെയ്യാം. അങ്ങനെ ICUവിലുണ്ടായിരുന്ന എൻ്റെ അമ്മ മരിക്കും എന്ന് പറഞ്ഞ എല്ലാവരും അറിയിച്ചോളാൻ പറഞ്ഞ ഡോക്ടർ തന്നെ ഡിസ്ചാർജ് ആക്കിയിട്ട് വിട്ടു. അങ്ങനെ അമ്മ സൗഖ്യം പ്രാപിച്ചു, വീട്ടിലേക്ക് പോയി. വലിയ തെറ്റില്ലാണ്ടിരുന്നു. ഞാൻ മാർച്ച് 13-ാം തീയതി ഞാൻ ബീഹാറിലോട്ട് പോയി. എനിക്ക് മാർച്ച് 25-ാം തീയതി മറ്റോ അമ്മ വീണ്ടും വയ്യാണ്ടായി, അമ്മ മരിച്ചു. അപ്പോ അന്ന് വിളിച്ചു, ബീഹാറിലേക്ക് വിളിച്ചു, വരുന്നുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ബീഹാറില, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അനുജൻ UK-യിലൊക്കെ ഉണ്ട്. അപ്പൊ UK-യിലുള്ള അനിയൻ വന്നു, പക്ഷെ ഞാൻ പോയില്ല. അപ്പോ അവിടെയും കർത്താവ് എന്നെ കൈവിട്ടില്ല. എൻ്റെ ആ സ്വാർത്ഥപരമായ ഒരു പ്രാർത്ഥനയാണെങ്കിലും അത് കൈവിടാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ കർത്താവിനെ അറിയാമായിരിക്കാം, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോവും, ഞാൻ ചെയ്യത്തില്ല, വീണ്ടും അപമാനിതനാവും, തിരിച്ചു വരേണ്ടി വരും. അപ്പൊ ഒരുപക്ഷെ അത് കണ്ടുകൊണ്ടായിരിക്കാം എന്നെ അവിടെ നിന്ന് രക്ഷിച്ചത്. അങ്ങനെ നമ്മുടെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ ദൈവം കേട്ടുകൊണ്ടിരിക്കും. ഇത് ഇങ്ങനെ നല്ല അനുഭവത്തിന്റെ കൂടെ എൻ്റെ പാസ്റ്റർ ഒത്തിരി ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത്
ഒരിക്കൽ ഒരു സഹോദരി എന്നോട് നേരിട്ട് പറഞ്ഞത്, ഒരു സഹോദരി, ആ സഹോദരിയിലെ ഇസബേലിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ഇസബേലിന്റെ ആത്മാവ് പാസ്റ്റർ അറിയാം. ഇസബേലിന്റെ ആത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിരിക്കും, ലസ്റ്റി ആയിരിക്കും, പിന്നെ ഒരു കൂട്ടത്തെ നിയന്ത്രിക്കുന്നവരായിരിക്കും, ഇങ്ങനെയുള്ളൊരു. അപ്പൊ ആ വ്യക്തി, അപ്പൊ ആ ഒരു സഹോദരി എൻ്റെ അടുത്ത് വിടുതലിന് വേണ്ടി വന്നതാ. അങ്ങനെ അവരുടെ ഡോമിനേറ്റിംഗ് പവറിന്റെ ഉള്ളിൽ ഞാൻ നിൽക്കില്ല എന്ന് കണ്ടപ്പോ അവരുടെ ഒരു കൂട്ടം ആൾക്കാര് എനിക്ക് എഗൻസ്റ്റ് ഫാസ്റ്റിംഗ് എടുത്തു. അവര് എന്നോട് പിന്നീട് പറഞ്ഞതാ, ഇവരെന്നെ എന്നോട് പറഞ്ഞതാ, എന്നോട് പാസ്റ്ററെ ഞാൻ നിങ്ങൾക്കെതിരെ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചതാ ഞങ്ങൾ എല്ലാവരും കൂടി. എന്തിനാന്ന് വെച്ചു, അതായത് പാസ്റ്റർക്ക് വരുന്ന എല്ലാ ഫൈനാൻഷ്യൽ സോഴ്സും അടഞ്ഞു പോണം, പാസ്റ്ററുടെ മിനിസ്ട്രി നിന്നു പോണം, പാസ്റ്റർ അപകടത്തിൽ മരിക്കണം. ഇത്രയും കാര്യങ്ങൾക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് എന്നോട് പിന്നീട് പറഞ്ഞു. അതായത് ഇതൊക്കെ കഴിഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഭയങ്കരമായിട്ട് ശാരീരികമായ ബുദ്ധിമുട്ട് തോന്നുന്നു. TV വന്നു, അങ്ങ് ഗത്യന്തരമില്ലാണ്ട് വീണ്ടും എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഒത്തിരി നമ്മൾ ഉണ്ടായിട്ടുണ്ട് ഈ മിനിസ്ട്രിയിൽ. എല്ലാം എനിക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഒത്തിരി ദുരനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ അന്ന് ചിന്തിക്കുക, അന്ന് ശിവാജി പാർക്കില് അവിടെ മതിലമ്പി ഇരുന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചതാ, നീ ഒന്ന് പറയേ ഏത് ഏരിയയിലാണ് ഞാനൊന്ന് ഫ്ലറിഷ് ചെയ്യാന്ന്. പക്ഷെ ഞാൻ കർത്താവില് വന്നതിന് ശേഷം ഈ 7 വർഷമായിട്ട് ഇത്രത്തോളം ഒരു സംതൃപ്തി എനിക്ക് ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അന്ന് എനിക്ക് വെളിപ്പെടാത്ത കാര്യം ഞാൻ ഇങ്ങനെ മിനിസ്ട്രിയിൽ വന്ന പിന്നെ വെളിപ്പെട്ടു വന്നു. അതായത് ഇന്ന് എനിക്കറിയാം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണതാണ് ഈ മിനിസ്ട്രി. അത് നിർബന്ധത്താലല്ല, റിയലി ഞാൻ എൻജോയ് ചെയ്യണതാണ്. അതുപോലെ എൻജോയ് ചെയ്ത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. അതുപോലെ കർത്താവ് പിന്നെയും വഴികൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി. ഇങ്ങനെയുള്ള ഒത്തിരി ടെംപ്ടേഷൻസ്, ഒത്തിരി പ്രലോഭനങ്ങള്, ഒത്തിരി പരീക്ഷകള്, ഇതിനൊക്കെ തരണം ചെയ്യാൻ കൃപയല്ലാതെ വേറൊന്നും ഇല്ല. നമ്മുടെ ഒരു മാനുഷിക ബുദ്ധിയിൽ നിന്നോ മാനുഷിക ജ്ഞാനം കൊണ്ടോ ഒന്നും ഈ ഫീൽഡിൽ നിന്ന് നിലനിൽക്കാൻ പറ്റത്തില്ല. അതിന് ഹോളി സ്പിരിറ്റിന്റെ സഹായവും സാന്നിധ്യവും ഭയങ്കര അത്യാവശ്യമാണ്. അതിന് ഉപവാസം ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ഉപവാസം, പ്രാർത്ഥന, ഹോളി സ്പിരിറ്റിനോട് ചേർന്നുള്ള ഒരു ജീവിതം, ഒരു വിശുദ്ധ ജീവിതം, ഇതൊക്കെ ഒത്തിരി ആവശ്യമുള്ള ഒരു ഫീൽഡാണ്. അപ്പൊ നമ്മുടെ പിശാചും അവന്റെ കൂട്ടരും എങ്ങനെ വീഴ്ത്താമെന്ന് ഇങ്ങനെ ചിന്തിച്ച് വല വിരിച്ചുകൊണ്ട് നടക്കുമ്പോ അതിൽ നിന്ന് ആ വലയൊക്കെ പൊട്ടിച്ച് പുറത്തു ചാടി മുന്നോട്ട് പോകണമെങ്കിൽ അതില് എനിക്കൊന്നും പുകഴാനില്ല. തമ്പുരാൻ കർത്താവ് എന്നെ, അതായത് ഞാൻ മരിക്കാൻ പോയ എന്നെ, ഞാൻ അറിയാത്ത സമയത്ത്, ഞാൻ അറിയാത്ത ദൈവം, എന്നെ അറിയുന്ന ദൈവം 11 വർഷത്തെ ട്രെയിനിങ്ങിന് ബോംബെയിലിട്ട് എന്നെ ഭാഷ പഠിപ്പിച്ചപ്പോൾ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്നും എനിക്ക് വലിയൊരു വിഷമം. അതായത് ഞാൻ കർത്താവിനോട് പലപ്പോഴും ചോദിച്ചു, കർത്താവേ, ഞാൻ ആ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എത്രത്തോളം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാമായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം കിട്ടിയിട്ടൊന്നുമില്ല. ഒരു പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പൊ ഒരു പക്ഷെ എന്റെ സമയം ഇപ്പോഴായിരിക്കും വന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നാം ജീവിതത്തിന്റെ ഓരോ കഷ്ടതയിലൂടെയും കടന്നു പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ മധുരം അറിയുന്നത്. ഇതൊക്കെ, അതായത് അന്ന് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല, ഇത് സംഭവിച്ചില്ലെങ്കിൽ ഇത് സംഭവിക്കില്ല. ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷനാണ്. അപ്പൊ ഈ ചെയിൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇതൊക്കെ സംഭവിക്കണം. അപ്പൊ ഈ കഷ്ടതകൾ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ യേശുവിനെ അറിയില്ലായിരുന്നു. ഒരുപക്ഷെ അല്ല, യേശുവിനെ അറിയില്ലായിരുന്നു. അപ്പോ യേശുവിനെ അറിയാൻ വേണ്ടിയിട്ട് എന്നെ സൗദിയിൽ കൊണ്ടിട്ടു. ഇവിടെ ഒന്നും ഞാൻ പ്രിയയുടെ സാക്ഷ്യത്തിൽ പറഞ്ഞല്ലോ, പ്രിയോടോ ആരും നേരിട്ട് ഒരാള് സുവിശേഷം പറഞ്ഞിട്ടില്ല. ഒരാള് ഒരുപക്ഷെ ആരെങ്കിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ അറിയുമായിരുന്നു എന്നെ. അത് തൃശ്ശൂർ എന്ന ഇത്രയും വലിയ ടൗണിൽ കിടന്നിട്ടും ഒരാൾ ഇത്രത്തോളം പെന്റക്കോസ്റ്റൽ ആൾക്കാർ ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയും,
നിങ്ങൾ ഏത് ടൗണിലായാലും, ഇപ്പൊ പാസ്റ്റർ ഇപ്പൊ ബോംബെയിലാണെങ്കിലും യേശുവിനെ അറിയാത്ത ഒത്തിരി പേര് അവിടെ ഉണ്ടാവും. എനിക്ക് തോന്നും ഇവിടെ തൃശ്ശൂർ എല്ലാവരും അറിയുന്നില്ല. ഞാൻ അറിഞ്ഞിട്ടില്ലായില്ല, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പാസ്റ്റർ എന്ന് പറയുന്ന പേര് കേൾക്കുന്നത് യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഈ തൃശ്ശൂര് ജീവിച്ചിട്ട്. അപ്പോ അതുപോലെ ഇന്നും ഈ ഇന്ത്യയുടെ ഒത്തിരി സ്ഥലങ്ങളിൽ യേശുവിനെ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോ അവരുടെ അടുത്തേക്കൊക്കെ വചനം എത്തിക്കുക, സുവിശേഷം എത്തിക്കുക. കർത്താവിന്റെ വരവ് അത്രത്തോളം അടുത്തിരിക്കുന്ന സമയം. കർത്താവ് വന്നാൽ എടുക്കപ്പെടണം. ആ എടുക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റി ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് എത്തുന്നുള്ളൂ. അതായത് വിശ്വാസി ആണെന്ന് വെച്ചിട്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. കർത്താവ് സൗഖ്യം തന്നു, വിടുതൽ തന്നു എന്ന് വെച്ചിട്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. അത് കർത്താവ് പറഞ്ഞില്ലേ മത്തായി 7:21 എന്താ പറയാ, കർത്താവെ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല എന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവൻ. അതായത് അപ്പൊ കർത്താവ് എന്ന് വിളിക്കുന്ന എല്ലാവരും കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ അവരൊന്നും എത്തത്തില്ല. കർത്താവിന്റെ കൽപ്പനകൾ, എന്റെ പിതാവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവൻ. അപ്പൊ ഒരു വിശ്വാസി ഒരു കർത്താവിനെ പിൻപറ്റുന്നവരും തമ്മിലുള്ള വ്യത്യാസം. വിശ്വാസി ഓക്കെ, അവൻ ഈ ലോകത്തില് ദൈവം അനുഗ്രഹിക്കുകയും കിട്ടും. പക്ഷെ യേശുവിനെ പിൻപറ്റുന്നവർ അവനവൻ എന്നെ തന്നെ ത്യജിച്ച് അവനവന്റെ ക്രൂസ് എടുത്ത് കർത്താവിനെ പിൻപറ്റുന്നവനാ സ്വർഗത്തിൽ എത്തുക. അപ്പൊ ത്യജിക്കുമ്പോ എന്റേതായ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കളയണം. ഞാൻ എന്ന ഭാവം, എനിക്കുള്ള സംഗതികള്. അപ്പോ അതൊക്കെ ബുദ്ധിമുട്ടാ. അങ്ങനെയുള്ളവരെ എടുക്കപ്പെടത്തുള്ളൂ. ആ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം ജനത്തോട്. അപ്പൊ എന്റെ ക്ലാസ്സുകളിൽ മൊത്തം ഇത് തന്നെയാണ് പറയുന്നതും പഠിപ്പിക്കുന്നതും. അപ്പൊ ഏകദേശം എന്റെ ഒരു കണക്കൊന്നും വെച്ചിട്ടില്ലെങ്കിലും ഇത് ഈ 7 വർഷത്തെ മിനിസ്ട്രിയില് മേ ബി ഒരു 2000-ൽ പരം അധികം ആൾക്കാർ സ്നാനപ്പെട്ടിട്ടുണ്ട് ഈ ക്ലാസ്സിലൂടെ. ഞാൻ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. ഞാൻ തയ്യാറാക്കി അവിടുത്തെ പാസ്റ്റർക്കും പാസ്റ്റർ സ്നാനപ്പെടുത്തും. 2000-ൽ-അധികം ആൾക്കാർ സ്നാനപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതുപോലെ വചനം അറിഞ്ഞ് കരഞ്ഞ് മുട്ടി വിളിച്ച് പ്രാർത്ഥിച്ച് സത്യം അറിഞ്ഞ് കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായ ഒരു കൂട്ടം ജനങ്ങളാണ്. അപ്പോ ഈ എന്നെ കേൾക്കുന്നവർ എല്ലാവരും ഓർക്കുക, നാം കേവലം വിശ്വാസിയായ മാത്രം പോരാ, കർത്താവ് വരുമ്പോ കർത്താവിന്റെ വരവിങ്കലെ എടുക്കപ്പെടണം. ആ സ്വർഗത്തിലെത്താൻ ആകെ ഒരു ചാൻസ് ഉള്ളൂ, അത് നഷ്ടപ്പെടുത്തരുത്. അപ്പൊ ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു ജീവിതം യേശുവിന് വേണ്ടി കത്തിത്തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ലാസ്റ്റ് ബ്രത്ത് വരെ ഓടണം കർത്താവിന് വേണ്ടി. അതിനുള്ള ധൈര്യവും ഹെൽത്തും തമ്പുരാൻ തരണമെന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇതാണ് എൻ്റെ ചെറിയൊരു അനുഭവ സാക്ഷ്യം. പ്രൈസ് ലോർഡ്. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാ പ്രിയ കർത്താവിൻ്റെ ദാസനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്റർ, 1,00,000 ചില്ലുവാനം ടോള് തന്നെ അടച്ചു എന്ന് ഫാസ്ടാഗിൽ തന്നെ ആയെന്ന് പറഞ്ഞപ്പോൾ 1,60,000 ഫാസ്ടാഗിൽ തന്നെ ആയെന്ന് പറയുമ്പോൾ ആ യാത്രയുടെ ഒരു ദൈർഘ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യത്തിൽ ഈ യാത്രകൾ ഒത്തിരി അനുഭവങ്ങളാണ് മാസ്റ്റർ, ഓരോ ദിവസവും അല്ലേ. നിസാര ഇപ്പം ഞങ്ങളൊന്നും അത്രയും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നില്ല. ഞങ്ങള് ട്രാഫിക്കിൽ കിടന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കരുത്, എൻ്റെ ദൈവമേ, ദേവദാസനോട് പറയണം ആ കൃപയൊന്ന് പ്രാർത്ഥിച്ച് എനിക്കൂടൊന്ന് പകരാന്. അല്ല ഇതറിയാം, ഇതിന്റെ പക്ഷേ ഇതൊരു പാക്കേജാ. വിളിക്കനുസരിച്ചുള്ള പാക്കേജ് എപ്പോഴും ഉണ്ടാവും. ഓരോരുത്തർ വിളിക്കനുസരിച്ചുള്ള ഒരു പാക്കേജാ. എന്റെ വിളിക്കനുസരിച്ചുള്ള പാക്കേജാ ഇത്. നിശ്ചയമായിട്ടും ഒരു പാസ്റ്റർ പണ്ടൊരിക്കൽ പറഞ്ഞത്, അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ഒത്തിരി ഗ്രാമങ്ങളിൽ തണുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് ആസ്മാരോഗമൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ ഹിമാചലിലൊക്കെ പോയി തണുപ്പുള്ള അന്തരീക്ഷത്തിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കേടും വന്നില്ല. അദ്ദേഹം ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞതാ, അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു മിഷണറി ഫിറ്റ്നസ് തരണം, അതായത് ഒരു മിഷണറിയുടെ ബോഡി എനിക്ക് തരണം. ഏത് സാഹചര്യം, ചൂട് തണുപ്പ്, ഏത് സാഹചര്യത്തിലും ജീവിക്കാനുള്ള ഒരു ബോഡി ദൈവം തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തെ അവിടെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഞാൻ എന്താ അത് പറഞ്ഞെന്നറിയാം, ഞാൻ ബോംബെയിൽ ഇപ്പം ന്യൂ ബോംബെയിലാണ് നമ്മളിപ്പോൾ റെക്കോർഡിങ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ മീരാ റോഡിൽ നിന്ന് ഖാർഗറിൽ വരെ 48 കിലോമീറ്റർ. ചില സമയങ്ങളിൽ പാസ്റ്റർ 4 മണിക്കൂർ എടുക്കും 48 കിലോമീറ്റർ പോകാൻ.
അവിടെ നല്ല ട്രാഫിക് അല്ലേ? നല്ല ട്രാഫിക്കാ, ബോംബെ നല്ല ട്രാഫിക്കാ. അപ്പോൾ എനിക്ക് ദൈവദാസന് അത് പറഞ്ഞപ്പോൾ തോന്നി, കർത്താവെ ആ കൃപ ഇങ്ങോട്ടൊന്ന് പകർന്നു കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടതിന്. കാരണം ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും കുറഞ്ഞത് 3-4 മണിക്കൂർ ഇങ്ങനെ ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കാനുള്ള ഒരു ഭാഗ്യം ബോംബെക്കാർക്കുണ്ട്. അപ്പം അത് പറയുമ്പോഴാണ് ആ സാക്ഷ്യത്തിൻ്റെ ഒരു വലിയ മഹത്വം. കാരണം ഇത്രയും നാളത്തെ യാത്രയിൽ അത് ദൈവം എന്റെ മുമ്പായി ഒറ്റയ്ക്കുള്ള യാത്ര ഞാൻ ഒറ്റയ്ക്ക് ഒത്തിരി എൻജോയ് ചെയ്യുന്ന വ്യക്തി. അതായത് കുട്ടിക്കാലം തൊട്ടേ ഞാനൊരു ഒറ്റയാനാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു പഠിച്ചു. എനിക്ക് ഒറ്റയ്ക്കാണ് എനിക്ക് ഇഷ്ടം. ഞാൻ ഐ റിയലി എൻജോയ് ഡ്രൈവിംഗ് അലോൺ. അപ്പൊ ഈ അതെ ഒറ്റയ്ക്കാവുമ്പോ ചിലപ്പോ ഈ ഒത്തിരി അന്യഭാഷയൊക്കെ പറയും. ചിലപ്പോ ഉറക്കെ ഈ എന്താ പറയാ ഗ്ലാസ് ഒക്കെ താത്തി ആരും ഇല്ലാത്തപ്പോ ഉറക്കെ ഹാലലിയൊക്കെ 2 വിളിച്ച് പറയും പുറത്തേക്ക്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ. അത്രേ, അതിൻ്റെ ഒരു മറുഭാഗം കൂടെ ഉണ്ട്. ആ ഇപ്പം നമ്മൾ കുടുംബമായിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പെട്രോൾ പമ്പിലോ ടോൾ ഗേറ്റിലോ രാത്രി വണ്ടി മാറ്റി നിർത്തി നമുക്ക് ഉറങ്ങാനൊക്കത്തില്ല. അതെ അത് കറക്റ്റ്. കാരണം നമുക്ക് അവരുടെ സേഫ്റ്റി നോക്കണം, അതെ തീർച്ചയായിട്ടും. അവരുടെ സേഫ്റ്റി നോക്കണം. അപ്പോൾ ഈ ഒറ്റയ്ക്കുള്ള പിന്നെ യാത്രയിൽ അവരുടെ പ്രാഥമിക ആവശ്യങ്ങള് എല്ലാം നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിസ്ക് പിടിച്ച യാത്രയിലെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വണ്ടിയെടുത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്ന യാത്രയിൽ നിശ്ചയമായിട്ടും അങ്ങനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു, അങ്ങനെ ദൈവം വിളിച്ചിരിക്കുന്നു. പക്ഷേ പ്രിയ സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് സാക്ഷ്യത്തിലാണോ അതോ ഞങ്ങളോട് പേഴ്സണലി സംസാരിച്ചപ്പോഴാണോ പറഞ്ഞു, ഇനിയും കർത്താവിൻ്റെ ഒരു നിയോഗം ഉണ്ടാവുകയാണെങ്കിൽ ആ യാത്രയിൽ കൂടെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പ്രിയ പറഞ്ഞിരിക്കുന്നുണ്ട്. അതെ, അപ്പോൾ വ്യക്തിപരമായിട്ടാണോ അതോ സാക്ഷ്യത്തിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഓടി വന്നു. ദൈവം നിങ്ങളെ കുടുംബമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എതിർപ്രാർത്ഥനകളെക്കുറിച്ച് പറഞ്ഞു. എതിർപ്രാർത്ഥനകളെക്കുറിച്ച് ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എതിർപ്രാർത്ഥനകൾ ഒരുതരം ആഭിചാരം പോലെയാണെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഈ ദൈവമക്കളുടെ ഇടയിൽ തന്നെ അങ്ങനെ എതിര് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ പ്രാർത്ഥന കേൾക്കുന്നത് ദൈവമല്ല, ആ പ്രാർത്ഥന കേൾക്കുന്നത് പിശാച് കയറി അതൊക്കെ ഏറ്റെടുക്കും. അപ്പം പെന്തക്കോസ്തിൻ്റെ അകത്ത് തന്നെ എതിർ പ്രാർത്ഥിച്ച് ക്ഷുദ്രം ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഒത്തിരി, പ്രത്യേകിച്ച് നോർത്തിലെ ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളൊക്കെ ഭയങ്കരമാണ്. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അവര് ചെയ്തു. പക്ഷെ നാം ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് ഇതൊന്നും നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ, ഞാൻ വിശുദ്ധനാണെങ്കിൽ ഇതൊന്നും എൻ്റെ മേത്ത് തട്ടില്ല. തിരിച്ച് അത് അവർക്ക് തന്നെ കിട്ടും. ജീവിതം അത് അവർക്ക് തന്നെ കിട്ടും. അപ്പോൾ ഈ എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആകെ ഒരു വഴിയേ ഉള്ളൂ, ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പാസ്റ്ററെ, ഞാനേ ഈ പാസ്റ്റർ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഞാൻ പറയുകയാണ്. ശരിക്കും പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഒരു കാര്യം പറഞ്ഞു. അനേകർ വീണുപോയി അല്ലേ? പിന്നെ അനേകര്, ഞാൻ അറിയുന്ന ഒട്ടനവധി പാസ്റ്റർമാരെ എനിക്ക് പേഴ്സണലി അറിയാം വീണുപോയത്. അതായത് ഈ പിശാചിന്റെ വലിയൊരു ആയുധം എന്താണെന്നറിയോ? പണം, സ്ത്രീ വിഷയം, അല്ലെങ്കിൽ ഫേമസ് ആക്കുക. ഈ 3 കാര്യങ്ങൾ. പണത്തെ നോക്കും, വീണില്ല. ഫേമസ് ആക്കും, വീണില്ല. അപ്പൊ സ്ത്രീ വിഷയം കൊണ്ടുവരും. അതെ, സ്പിരിറ്റ് ഓഫ് ഇസബേൽ ഒക്കെ പാസ്റ്റർ പറഞ്ഞു. പിന്നെ ഞാനത് ഈ ഇസബേലായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് എത്ര തവണ വന്നിട്ടുണ്ടെന്നറിയോ ഞാനായിട്ട്. എനിക്ക് ഞാൻ ഒത്തിരി ഈ ഹീലിംഗ് മിനിസ്ട്രിയില് ഇതെല്ലാം വരുമ്പോ ഒരിക്കൽ എന്നോട് നേരിട്ട് ഇപ്പൊ ഒരിക്കൽ ഞാൻ നിന്റെ കുടുംബത്തെ കുളം തോണ്ടും, ഇങ്ങനെ മേത്തര ഖാൻദാൻ കൊ സത്യനാശ് കറേഗാ. അപ്പൊ അതുപോലെ നമ്മളെ പേടിപ്പിച്ച് നിൽക്കുന്ന സ്പിരിറ്റുകളുണ്ട്. അതൊക്കെ നമ്മുടെ കർത്താവിലുള്ള നമ്മുടെ ധൈര്യവും വിശ്വാസവും നമ്മുടെ വിശുദ്ധ ജീവിതമാണ് ഇവിടെ നമുക്ക് ബലം. എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയ വഴുതി ഉണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ പിടിച്ചു കിട്ടും. എൻ്റെ മനസ്സിൽ പാസ്റ്റർ ഇത് പറഞ്ഞപ്പോൾ വന്നൊരു ചിന്ത ഞാൻ പറയാം. അതായത് ഈ വീഴ്ത്തുന്നതിനെ കുറിച്ചൊക്കെ എല്ലാ ദൈവദാസന്മാർക്കും ദൈവം കൊടുത്തിട്ടിരിക്കുന്ന അവരുടെ ശക്തിയുടെ ഒരു രഹസ്യമുണ്ട്. അതിൽ നമ്മൾ നിലനിൽക്കണം. ഇപ്പം ശിംശോൻ ഒരു രഹസ്യമുണ്ടായിരുന്നു. ഒരു പക്ഷെ നമ്മുടെ പ്രെയർ ലൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹോളിനെസ് ആയിരിക്കാം, ദൈവമായിട്ടുള്ള റിലേഷൻ ആയിരിക്കാം. ഇത് നമ്മുടെ ശക്തിയുടെ രഹസ്യമാണ്. എവറി ചൈൽഡ് ഓഫ് ഗോഡ്. അവിടെ നമ്മൾ ഫെയിൽ ആകുമ്പോഴാണ് പിശാച് ജയിക്കുന്നത്. അത് ചിലരെ ഫെയിലാക്കുന്ന ഈ പറഞ്ഞ പോലെ പണം. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ദേവദാസന്മാരോട് എന്നെ പരിചയപ്പെടുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയാറുണ്ട്, ഒരു കാരണവശാലും
പണത്തിന്റെ പുറകെ പോകല്ലേ, ഫെയിമിന്റെ പുറകെ പോകല്ലേ. എന്റെ പാസ്റ്റർ എത്ര ഞാൻ കണ്ടറിയോ, അതായത് പലരും പറയും ഞാൻ ആരോടും സഹായം ചോദിക്കില്ല, പക്ഷെ എന്നിട്ട് പറയുന്നറിയോ, എനിക്ക് ഇങ്ങനെ ചർച്ച പണിയുണ്ടും ഒത്തിരി പൈസ ആവശ്യമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഇത് ഇൻഡയറക്റ്റ് ചോദിക്കലല്ലേ. ഈ ഇൻഡയറക്റ്റ് ഈ പണം, അതായത് ശരിക്കും പിതാവാൻ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുക ചെയ്യണേ 3-ാം കൽപ്പന ലംഘനമാണ്. അപ്പൊ അത് ഞാൻ പലപ്പോഴും നീ ദൈവത്തോട് നേരിട്ട് ചോദിക്കും, നീ ഈ ഇങ്ങനത്തെ വിഷയങ്ങള് പ്രാർത്ഥിക്കാൻ ദൈവമേ, വഴി തുറക്കാൻ പറ്റാത്ത ദൈവം തുറന്ന വഴി അത് തുറന്നു തന്നെ ഇരിക്കും. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അത് ഇൻഡയറക്ട്ലി ചോദിക്കുക. അതെ, നമ്മുടെ ആ ഒരു രഹസ്യം, ദൈവമായിട്ടുള്ള ഇടപാടിലെ രഹസ്യം നമുക്ക് കോട്ടയാണ്. അപ്പം നമ്മൾ ആ രഹസ്യത്തിൽ പരാജയപ്പെട്ടാൽ അവിടെ ബ്രീച്ച് വന്നു, വിടവ് വന്നു, അവിടെ കൂടെ പിശാച് കയറും. ഞാനിപ്പോൾ ഇന്ന് ഒരു ദേവദാസനോട് പറഞ്ഞതാ പാസ്റ്റർ, ഇന്ന് ഒരു ദേവദാസനോട് ഞാൻ പറഞ്ഞതാ, പേഴ്സണലി ഞാൻ പറഞ്ഞതാ. പുതിയ ആളാണ്, പുതുതായിട്ട് വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു, ബൈബിൾ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇന്ന് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ സഹോദര, ഒരു കാരണവശാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പോകരുത്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ ഈ ചെറുപ്പക്കാരായ ദൈവദാസന്മാരെല്ലാം ശുശ്രൂഷയിലോട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ 1 വർഷം 2 വർഷത്തിനകം തന്നെ അവരുടെ ചിന്ത കോട്ടും ടൈയും ഒക്കെ ഇട്ട് വലിയ പോസ്റ്റർ അടിച്ചിട്ട്, പിന്നെ അവർക്കെല്ലാം വലിയ ഫിഗർ ആകണം. മുമ്പേ പാസ്റ്റർ കുറേ വലിയ വലിയ ആളുകളുടെ പേര് പറഞ്ഞില്ലേ, അവരൊക്കെ ഇന്ന് നിൽക്കുന്ന ലെവലിൽ ഈ പുള്ളിക്ക് ഇപ്പോഴേ കയറി നിൽക്കണം. അവർ 30 വർഷത്തിന് ശേഷം ആ ലെവലിൽ വന്നത്, അത് ചിന്തിക്കത്തില്ല. ഞാൻ തൃശ്ശൂരിലെ തന്നെ ഒരു വലിയ ചർച്ചിൽ പോയി പാസ്റ്ററെ, ഒരു വലിയ ചർച്ച് തൃശ്ശൂരിലെ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാനപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഇതിച്ചു, കർത്താവേ, ഇങ്ങനൊരു ചർച്ച് ബോംബെ ഞങ്ങൾക്ക് എന്താ കിട്ടുന്നത്? അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എടാ, ഈ ചർച്ച് തുടങ്ങിയിട്ട് 60 വർഷങ്ങളാകുന്നു. അവരുടെ 60th ചാപ്റ്ററിനെ, 60ാമത്തെ അധ്യായത്തെ നീ നിന്റെ 10ാമത്തെ അധ്യായമായിട്ട് കമ്പയർ ചെയ്യുക. ആ തിരിച്ചറിവ് ഭയങ്കരമായിട്ടാ. ആ തിരിച്ചറിവാണ് പലർക്കും അത് അറിയത്തില്ല പാസ്റ്ററെ. നമ്മൾ ചിന്തിക്കുമ്പോൾ, അയ്യോ, ആ പാസ്റ്ററെ കണ്ടോ, പുള്ളിയുടെ ഒരു ശുശ്രൂഷയും നിലവാരവും ജീവിത നിലവാരവും. പക്ഷെ പുള്ളി 10-50 വർഷമായി, അല്ലെങ്കിൽ പുള്ളിയോ പുള്ളിയുടെ പപ്പായുടെ പപ്പായോ ഒക്കെ ഇങ്ങനെ കുറെ നാളത്തെ അധ്വാനത്തിന്റെ ഒരു ഫലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോഴും പലരും എന്നോട് നേരിട്ട് പറയണില്ലെങ്കിലും പലപ്പോഴും ഇന്നവർക്ക് ഇത്ര വല്ല ആവശ്യമുണ്ട്, ഇത്രയും സ്കോർപ്പിയോ ഒക്കെ വാങ്ങിച്ച് ഇവിടുന്ന് വണ്ടി ഓടിച്ചു പോകേണ്ട ആവശ്യം, ഇങ്ങനെ അതിന് വരെ ഇവിടുന്ന് ഫ്ലൈറ്റിന് പോയി കഴിഞ്ഞാൽ ഇത്ര പൈസ ചെലവില്ലല്ലോ. അപ്പൊ പലരും പറയാം, പക്ഷെ എന്റെ ബുദ്ധിമുട്ടുകൾ എനിക്കല്ലേ അറിയുള്ളൂ. ഞാൻ അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. അതായത് ഓരോ ഗ്രാമത്തിലേക്കും യാത്ര ചെയ്യാൻ അവിടെ ഈ ഓട്ടോറിക്ഷയൊക്കെ വളരെ ഗ്രാമങ്ങളുടെ ഉള്ളിൽ എപ്പോഴും കിട്ടത്തില്ല. പിന്നെ ഈ ബാക്ക് പെയിനുള്ള ഞാൻ ഇതൊക്കെ വെച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അത് അനുവദിച്ച് തന്നേക്കുന്ന അതുകൊണ്ടാ പറഞ്ഞ ഓരോരുത്തരെ വിളിക്കനുസരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പാക്കേജിന്റെ ഭാഗമാണ്. എക്സാക്ട്ലി. ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തിനെ ഇപ്പൊ ടോപ്പ് ബ്യൂറോക്രാറ്റ്സിന്റെ അടുക്കൽ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് വിളിച്ചിറക്കിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ടോപ്പ് ബ്യൂറോക്രാറ്റ്സിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ആ വ്യക്തിയുടെ വസ്ത്രധാരണ രീതി, വന്നിറങ്ങുന്ന വണ്ടി, ഇതൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ പുറമേ നിന്ന് കാണുന്നവൻ വലിയ ബടായിൽ നടക്കുകയാണ്, പക്ഷെ അത് ആ പാക്കേജ്. അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാ പാസ്റ്റർ, എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വലിയ ആളാകണം. ശുശ്രൂഷ തുടങ്ങുന്ന ആദ്യത്തെ മാസം തന്നെ ഫേസ്ബുക്കിൽ അപ്പോസ്തോൽ എന്ന് പേര് വെക്കണം. ഇതൊക്കെ വലിയ ട്രെൻഡാണ്, ഇന്നത്തെ ട്രെൻഡാണ്. പിന്നെ അവർക്ക് ആ ലെവലിലേക്ക് അങ്ങ് പോകണം. പക്ഷെ അതൊക്കെ ഈ ക്രിസ്തീയ കുലത്തെ വളരെയധികം മോശമായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയണം, വിവാഹം, ചെറിയ പ്രായത്തിലുള്ള പാസ്റ്റർമാരുടെ അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ വിവാഹം. ഈ പറഞ്ഞതുപോലെ നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്നൊരു പാസ്റ്റർക്ക് വിവാഹാലോചനകളൊക്കെ ഇഷ്ടം പോലെ വരും. ഈ പറഞ്ഞ പോലെ പല ഇസബേൽ സ്പിരിറ്റുള്ള വിവാഹാലോചന വരും, നല്ല പണമുള്ള വീട്ടിൽ. അതായത് ഒരു ദേവദാസനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ദൈവഹിതപ്രകാരം നടക്കുന്ന വിവാഹം പോലെ തന്നെ സാത്താന്റെ ഹിതപ്രകാരം നടത്തുന്ന വിവാഹങ്ങളുണ്ട്. നിശ്ചയമായിട്ടും അങ്ങനെ വീഴാനുള്ള വഴികള് സാത്താൻ തന്നെ വെക്കും. ഞാൻ ചെറുപ്പക്കാരായ പാസ്റ്റേഴ്സിനോട് പറയുന്നത്, നിങ്ങൾ നല്ല ഫേമസ് ആണ്, നല്ല ശുശ്രൂഷയാണ്, ഒത്തിരി സൗന്ദര്യമുള്ള പണമുള്ള വീട്ടിൽ നിന്ന് ആലോചന വരും. അവർക്ക് ദൈവഹിതമില്ലാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ മേക്ക് ഇറ്റ് ഷുവർ, അത് ഉറപ്പാക്കണം, ഇത് നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണെന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ ആ ഒറ്റ കല്യാണം കൊണ്ട് ശുശ്രൂഷയെ നശിച്ച് വഴിയിലാകും. എത്രയോ ദേവദാസന്മാർക്ക് അത് പറ്റിയിട്ടുള്ളത്. അബദ്ധങ്ങൾ പറ്റാതിരിക്കുക.
ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പാസ്റ്ററെ, എനിക്കറിയാം പാസ്റ്റർ പറഞ്ഞപ്പോഴെല്ലാം ഞാനിങ്ങനെ ഫീഡ് ചെയ്യുമായിരുന്നു, അകത്തോട്ട് ആ വെക്കുകയായിരുന്നു. പാസ്റ്ററുടെ ചോദിച്ചു. ബോംബെ എക്സ്പീരിയൻസ് 11 വർഷം ബോംബെയിലുണ്ടായിരുന്നത് ദൈവത്തിന്റെ ഒരു പ്രീ ട്രെയിനിങ് ആയിരുന്നു. അതെ അതെ അതെ. അതൊന്നും യുദ്ധത്തിനായി എൻ്റെ അറിഞ്ഞില്ല. വിരലുകളെ അഭ്യസിപ്പിച്ചു എന്ന് ദാവീദ് പറഞ്ഞതുപോലെ യഥാർത്ഥ അഭിഷേകത്തിലേക്ക് ശുശ്രൂഷയിലേക്ക് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ നൽകിയ പരിശീലനം. Yes. അതുകൊണ്ട് എന്റെ ഭാഷ അതുകൊണ്ട് ചേർത്ത് ഞാൻ പറയാം, പലരും ഈ സാക്ഷ്യം കേൾക്കുമ്പോഴും പലപ്പോഴും തോന്നും ഞാൻ എന്തിന് ഇവിടെ വന്ന് കിടക്കണു, എന്തേ ഞാൻ ഇങ്ങനെയായി, ദൈവം എന്താ എനിക്ക് ഒരു വഴി തരാത്ത എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒരു ട്രെയിനിങ് പീരീഡ്, പിന്നീട് ഇത് പലപ്പോഴും ഉപകാരത്തിൽ വരും. അതെ. ഞാൻ എപ്പോഴും വിചാരിച്ചത് എന്റെ 11 years ഓഫ് യൂത്ത് ഐ വേസ്റ്റഡ് ഇറ്റ്. പക്ഷെ ഈ കർത്താവിന്റെ എൻകൗണ്ടർ ഉണ്ടായ പിന്നെയാണ് മനസ്സിലായത്, അല്ല, അത് വർത്തായിരുന്നു. അതെ പാസ്റ്ററെ, ഒത്തിരി എന്നെ അത് സ്പർശിച്ച് തന്നെയല്ല പാസ്റ്റർ, ഒരു അത്ഭുതം. പാസ്റ്റർ ഈവനിങ്ങിൽ എന്നെ വിളിക്കുമ്പോൾ, റെക്കോർഡിങ്ങിൻ്റെ തൊട്ട് മുമ്പ് വിളിക്കുമ്പോൾ ഞാൻ മീറ്റിങ്ങിലായിരുന്നു. ആ ഇന്ന് വൈകിട്ട് ഞാൻ ഇവിടെ മീറ്റിങ്ങിൽ പ്രസംഗിച്ച സബ്ജക്റ്റും സെയിം ആണ്. ഞാൻ ഇന്ന് സ്തോത്രം. മീറ്റിങ്ങിൽ പ്രസംഗിച്ചത് യെശയ്യാവ് 45, നീ എന്നെ അറിയാതിരിക്കാൻ ഞാൻ നിന്റെ കരം പിടിച്ചു. ആമേൻ. അപ്പം ഞാൻ ഇന്ന് മീറ്റിങ്ങിൽ പറഞ്ഞത്, ഇവിടെ വന്ന പുതിയ ആളുകളുണ്ടായിരുന്നു, അവരോട് പറഞ്ഞത്, നിങ്ങൾ യേശുവിനെ അറിയാതിരിക്കാൻ നിങ്ങൾ നടന്ന വഴികളിലൊക്കെ നിങ്ങളെ Yes, രക്ഷിച്ചതും വിടുവിച്ചതും നിങ്ങളെ പഠിപ്പിച്ചതും ഒക്കെ കർത്താവാണ്. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് 2-3 ഉദാഹരണം പറഞ്ഞു. അതായത് കാനാവിലെ കല്യാണത്തിന് ആ മിറക്കിളിന്റെ ബെനിഫിറ്റ് കിട്ടിയ ആൾക്കറിയത്തില്ല ഇത് എവിടുന്നാ വന്നെന്നുള്ളത്. ആ അതെ അതെ. കുളക്കരയിലെ ആളിന് അറിയത്തില്ല ആരാ സൗഖ്യമാക്കിയെന്നുള്ളത്. പിന്നെ ഷീലോഹാമിലെ ആ കണ്ണ് കഴുകിയ കുരുടൻ അറിയത്തില്ല ആരാ അവനെ സൗഖ്യമാക്കിയെന്നുള്ളത്. അതായത് യേശു അൺസീനായിട്ട് നിൽക്കുകയാണ് പലരുടെയും ജീവിതത്തിൽ. രക്ഷിക്കപ്പെടുന്നതിന് സ്നാനപ്പെടുന്നതിന് മുമ്പേ അല്ലേ എക്സാക്ട്ലി. കർത്താവ് അന്ന് നമുക്കറിയത്തില്ല എങ്ങനെയാണ് നമ്മൾ മുടക്കുലസായിട്ട് അന്ന് രക്ഷപ്പെട്ടത് ഒരു അപകടത്തിൽ നിന്ന്. എൻ്റെ അനുഭവം കേട്ടോ പാസ്റ്ററെ, എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ശേഷം നോർത്ത് ഇന്ത്യയിലൊക്കെ MSc അഡ്മിഷന് വേണ്ടി ഒത്തിരി ശ്രമിച്ചൊരു സമയമുണ്ട്. അപ്പം എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം. അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റി, ബറോഡ യൂണിവേഴ്സിറ്റി, ഡൽഹിയിൽ നിന്നൊക്കെ നമ്മുടെ പാസ്റ്റേഴ്സ് തന്നെ എനിക്ക് അഡ്മിഷൻ എടുക്കാനൊക്കെ വലിയ സ്റ്റോറിയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാനൊരു 2 ദിവസം ഉപവസിച്ചു, കർത്താവെ ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പം ഞാൻ കർത്താവ് എന്നെ വ്യക്തമായിട്ടൊരു ദർശനം കാണിക്കുക, എൻ്റെ പപ്പ പറയുന്നത് അനുസരിക്കാൻ. പക്ഷെ ഞാൻ അനുസരിക്കത്തില്ല. കാരണം പപ്പ എന്നോട് പറയുന്നത്, ഡിഗ്രി കഴിഞ്ഞിട്ട് നീ വെറുതെ സമയം കളയാതെ PGDCA എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പോയി പഠിക്കാനാണ് പപ്പ എന്നോട് പറയുന്നത്. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകാനുള്ളവൻ PGDCA എന്തിനാണ് പഠിക്കുന്നത്. അപ്പം ദൈവാത്മ വ്യക്തനോട് പറഞ്ഞു, പപ്പ പറയുന്നത് അനുസരിക്കുക. അങ്ങനെയാണ് ഞാൻ റാന്നി സെന്റ് തോമസ് കോളേജിലെ PGDCA കോഴ്സിന് പോയി ജോയിൻ ചെയ്യുന്നതും അത് പഠിക്കുന്നതും അതിനുശേഷം ബോംബെയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് ജോലി ചെയ്യുന്നതും. എൻ്റെ IT ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബേസ് അവിടെയാണ്. പക്ഷെ പിന്നീട് ആസാദി ചാനലും ഈ സകല സോഫ്റ്റ്വെയർ കാര്യങ്ങളും ഞാൻ തനിയെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് ദൈവം എന്തിനാ എന്നെ പഠിപ്പിച്ചത്. 2008 ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ യൂട്യൂബിൽ പൈനിയറാ പാസ്റ്ററെ, ഒരു 17 വർഷം പഴയ യൂട്യൂബറാണ് ഞാൻ. ആളുകൾക്ക് യൂട്യൂബ് എന്താണെന്നറിയാം. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ IT ഫീൽഡിലുള്ളത് കൊണ്ട് നമുക്കറിയാമായിരുന്നു. 2009 ഞാൻ ആദ്യമായിട്ട് ലൈവ് സ്ട്രീമിങ് ചെയ്തു. 16 years ago. അന്ന് ലോകത്തിൽ നമ്മുടെ പെറ്റിക്കോസ്റ്റൽ കോളത്തിൽ ആർക്കും അതൊന്നും അറിയാതിരുന്ന കാലത്ത് ഞാനൊരു 24 hours ലൈവ് TV തുടങ്ങി. ലൈവ് സ്ട്രീമിംഗ് ബാക്ക് ടു ബൈബിൾ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഇതുപോലെ തന്നെ ട്രെയിനിങ്ങിൽ ഇട്ടതാ ദൈവം ട്രെയിൻ ചെയ്തതാ. അപ്പൊ ഇത് പാസ്റ്റർ പറഞ്ഞത് എക്സാക്ട് ദൈവത്തിന്റെ ട്രെയിനിങ്. നമ്മൾ അവനെ അറിയാതിരിക്കുമ്പോൾ, നമ്മളെക്കുറിച്ചുള്ള പർപ്പസ് നമ്മൾ അറിയാതിരിക്കുമ്പോൾ എവരിതിങ് ഈസ് ആഡഡ്. അതെ. ഈ ട്രെയിനിങ് സമയത്ത് ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ട്രെയിനിങ് സമയത്ത് പുറത്തു നിന്ന് കാണുന്നവനൊന്നും അറിയത്തില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടപ്പോ അത് പുറത്തു വന്നു. നമ്മളൊക്കെ ഇന്ന് ഘോഷിച്ചു പറയും ദാനിയേലിനെ സിംഹമൊന്നും ചെയ്തില്ല എന്ന്. പക്ഷെ ദാനിയേലായിട്ട് ഞാനും പാസ്റ്റർ ദാനിയേലിന്റെ കൂടെ ആ സിംഹക്കുഴിയിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയേ, എന്തായിരിക്കും ടെൻഷൻ, എന്തായിരിക്കും ഭയം, എന്തായിരിക്കും ആ അത്രയും സമയത്ത് മാനസിക അവസ്ഥ എന്തായിരിക്കും. ഒക്കെ വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ ആ 12 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂർ സിംഹത്തിന്റെ കൂടെ ഇരിക്കുമ്പോ മാനസികാവസ്ഥ എന്തായിരിക്കും. അതുപോലെ ശദ്രക് മേശക് അബേദ്നഗോ തീച്ചുളയിലേക്ക് ഇട്ടു പുറത്തു വന്ന് നമ്മൾ വായിക്കണ്ടേ. പക്ഷെ അവരിൽ ഒരുവനായിട്ട് നാം നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ, അതിഭീകരമാണ്. അതുപോലെ ഈ ട്രെയിനിങ്ങിലും ഇതൊക്കെ ആ സമയത്ത് നമ്മളെ ശരിക്കും പിഴിഞ്ഞെടുക്കും നമ്മളെ. അത് ഭീകരമായ അവസ്ഥ.
ട്രെയിനിങ് ആൻഡ് ടെസ്റ്റ് പീരീഡ്. പാസ്റ്റർ ആ പറഞ്ഞ കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഇതെല്ലാം നമ്മുടെ സാധാരണ പടത്തിൽ ദീസ് ഓൾ ആർ തിങ്സ് ആർ ടേക്ക് ഹോം. നമ്മുടെ മനസ്സിൽ കരുതേണ്ട, വീട്ടിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് ഈ സാക്ഷ്യത്തിലൂടെ. ടെസ്റ്റ് നടക്കുമ്പോൾ ഇൻസ്ട്രക്ടർ, അധ്യാപകൻ മൗനമായിരിക്കും. ഭയങ്കരമായിട്ട് എന്നെ സ്പർശിച്ചു. കാരണം ഒരു എക്സാം നടക്കുമ്പോൾ എക്സാം ഹോളിൽ ഒന്ന് നോക്കിക്കേ, നമുക്കറിയാത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മളിങ്ങനെ തലേ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ടീച്ചർ മിണ്ടിപ്പോയേക്കരുത്, കൈകൊണ്ട് കാണിക്കും. അതിന്റെ ഫസ്റ്റ് മറ്റേ എബ്രഹാമിന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു, നീ നിന്റെ ഏകജാതനെ മകനെ, നീ സ്നേഹിക്കുന്ന മകനെ ബലിയർപ്പിക്കുക. ബസ് ക്വസ്റ്റ്യൻ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് മിണ്ടാണ്ടായി. പിന്നെ ഒരു വർഷം മിണ്ടിയിട്ടില്ല. പിന്നെ മിണ്ടിയത് ടെസ്റ്റ് കഴിഞ്ഞിട്ടാ മിണ്ടിയ. അതെ. അപ്പൊ ടെസ്റ്റ് നടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ ഉറപ്പാക്കിക്കോ, അത് എക്സാം നടക്കുകയാണ്. എക്സാം കഴിയുന്ന ഫൈനൽ ബെല്ല് ഇട്ട് കഴിഞ്ഞിട്ട്, ഫൈനൽ ബെല്ല് കേട്ട് കഴിയുമ്പോൾ അധ്യാപകൻ വന്നിട്ട് ചോദിക്കടാ, ഇല്ല അറിയാമായിരുന്നു എന്ന് ചോദിക്കും. സോ ഇറ്റ്സ് അമേസിങ് പാസ്റ്റർ. ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമുണ്ട്. പക്ഷേ നമ്മുടെ സമയങ്ങൾ വേഗത്തിൽ ഓടിപ്പോകുന്നല്ലോ. ഇനി ആഡ് ചെയ്യാൻ എന്തെങ്കിലും ജീവിതാനുഭവം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്കൊരു ബ്ലെസ്സിങ് ആകട്ടെ. എന്തെങ്കിലും പാസ്റ്റർ മിസ്സായിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. അത്യാവശ്യമായിട്ട് ദൈവഹിതപ്രകാരം ദൈവജനത്തിന് അനുഗ്രഹമാകുന്ന എന്തെങ്കിലും ഭാഗം മിസ്സായിട്ടുണ്ടെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ഒരു ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവങ്ങൾ ഒരു ഇതൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെ ഓർമ്മ വരുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പാസ്റ്റർക്ക് തന്നെ പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും ഉടയവനായ എൻ്റെ അബ്ബാ പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, അങ്ങ് അടിയന്റെ ജീവിതത്തിൽ അടിയനെ ഉപയോഗിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നാഥ, അങ്ങ് അടിയനോട് ചെയ്ത സകലവിധ അനുഭവ സാക്ഷ്യങ്ങളെ കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചുവല്ലോ. ഇത് കേൾക്കുന്നവരെ ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് സ്പർശിക്കണമേ അപ്പ. ബുദ്ധിമുട്ടിലൂടെ, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും നാഥ ഓർക്കുമാറാകണമേ അപ്പച്ച. ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിലെ വലിയ ഒരു മോട്ടിവേഷന് ഈ സാക്ഷ്യം കാരണമായി തീരുമാറാകണമേ അപ്പച്ച. ഹല്ലേലൂയ. ഇനിയും പലരും അങ്ങേക്ക് വേണ്ടി മിനിസ്ട്രിക്ക് ഇറങ്ങുവാൻ, എപ്പോൾ ഇറങ്ങണം, എങ്ങനെ ഇറങ്ങണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നപ്പ. അടിയനെ വിളിച്ചിറക്കിയതുപോലെ നാഥ, അങ്ങ് ഇവരെയും വിളിച്ചിറക്കുമാറാകണമേ. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇവരിറക്കണമേ. ഇനിയും അനേകരെ യേശുവിന്റെ വരവിനായി ഒരുക്കേണ്ടതിന് നാഥ, അങ്ങ് ഒത്തിരി ദേവദാസന്മാരെ അങ്ങ് വിളിച്ചിറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പച്ച. ഫിനി പാസ്റ്ററും കുടുംബത്തിനും വേണ്ടി അടിയൻ അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇതുപോലെ അനവധി പേരുടെ ജീവിതങ്ങളിൽ അങ്ങ് ഇടപെട്ട സാക്ഷ്യങ്ങളെ ഇവർ ജനങ്ങൾക്ക് മുന്നാകെ കൊണ്ടുവന്ന് അവർ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഈ കുടുംബത്തെ ഉപയോഗിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളെയും അറിയുന്ന എൻ്റെ പൊന്നു പിതാവാം ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഈ കുടുംബത്തെ അങ്ങ് ഓർക്കണമേ നാഥ, ഈ കുടുംബത്തെ അങ്ങ് ഓർക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലെ ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരെയും അടിയൻ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ദാസനെയും ദാസിയയുടെ മക്കളെയും അടിയൻ അനുഗ്രഹിക്കുന്നു അപ്പച്ച. ഇനിയും വലിയ രീതിയിൽ അങ്ങ് ഇവരെ ഉപയോഗിക്കണമേ. അനേകർ ഈ സാക്ഷ്യങ്ങളിലൂടെ ദൈവത്തെ അറിയുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും ഇടവരുത്തേണ്ടതിനായിട്ട് അടിയൻ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന സ്വർഗം കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. 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 പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച കർത്താവിന്റെ ദാസൻ പ്രിയ ഗംഗാധരൻ, തൻ്റെ കുടുംബം, തൻ്റെ ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടക്കട്ടെ. ആമേൻ. ആമേൻ. ഒത്തിരി സന്തോഷം. ഇത്രയും സമയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ച് നൽകിയതിൽ ദൈവ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേക സ്ഥലങ്ങളിലേക്ക് ദീർഘദൂരം സഞ്ചരിക്കാനുള്ള ആരോഗ്യ, ബലവും ശക്തി എല്ലാം കർത്താവ് പകരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പ്രേക്ഷകരോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.